അല്ല വേഗം ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നാളെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണ് അല്ലെ. നാളെ എന്താണ്? ഇംഗ്ലീഷ് എക്സാം ആണ്. അതിന് മലയാളമൊക്കെ കഴിഞ്ഞു അല്ലെ. ഇനി ഏത് എക്സാം ആണ്? ഇംഗ്ലീഷ് എക്സാം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ലൈവില് എല്ലാ ചാപ്റ്ററും നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ഒരു ലൈവിലെ എല്ലാ ചാപ്റ്ററും നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലിങ്ക് ഒക്കെ എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കേട്ടല്ലോ? എല്ലാവരും ലിങ്ക് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. കുറെ പേര് എന്താണ്, കുറെ പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. കുറെ പേര് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും. കുറച്ച് പേര് എന്താണ് ഇനി പഠിക്കാനുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും, അതായത് നിങ്ങളുടെ സെയിം ഏജ് ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, 9ൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ ചാപ്റ്ററും ഇന്നിവിടെ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ റൈറ്റിംഗ് സെക്ഷൻസ് എന്തൊക്കെയാണ് എക്സാമിന് ഉണ്ടാവുക, റൈറ്റിംഗ് എഴുതാനായിട്ട് എന്തൊക്കെയാണ് എക്സാമിന് ഉണ്ടാവാന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബുക്കും പേനൊക്കെ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാട്ടോ. ഒരു ബുക്കും പേനൊക്കെ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാം. എന്നിട്ട് നമുക്കിത് പറഞ്ഞു തുടങ്ങാം. ഒരു ബുക്കും പേനൊക്കെ കയ്യിലെടുത്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഓക്കെ. നോക്കിയേ, നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നോട്ടീസ് ഉണ്ടാവും, ഡയറി ഉണ്ടാവും, സ്പീച്ച്, ലെക്ചർ, പ്രൊഫൈൽ, ന്യൂസ് പേപ്പർ, പിന്നെന്താ കോൺവെർസേഷൻ, ക്യാരക്ടർ സ്കെച്ച്, അപ്രീസിയേഷൻ, റൈറ്റ് അപ്പ്, നറേഷൻ, പാരഗ്രാഫ്. ഇതെല്ലാം ഇതിനുണ്ടാവും, എക്സാമിന് ഉണ്ടാവും. ടീച്ചർ 10th ടീച്ചർ പറഞ്ഞത് മാത്രം വന്നോളൂ. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. എനിക്ക് സന്തോഷമായി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതും അതിന് മുമ്പത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിരുന്നു. അത് കണ്ടുപോയവർക്ക് ഭയങ്കര സിമ്പിൾ ആണെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും സിമ്പിൾ ആണ്, A+ ഷുവർ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാവരും ഇനി നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ സബ്ജക്റ്റിന്റെ ലൈവ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് മിക്സ് ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന സംഭവമാണ് എന്ത്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോ എന്ത് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററും പറയാം, ഓരോ എന്തെങ്കിലും ഗ്രാമർ പാർട്ടും പറയാം. ഓക്കെ. രണ്ടും മിക്സ് ചെയ്ത് പറയാം. ചാപ്റ്റർ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബോറടിക്കും അല്ലേ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മ ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാത്തിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എല്ലാത്തിലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്. ആറൊരാൾ ഇന്റർവ്യൂവിന് വിളിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, ആറ് ഇന്റർവ്യൂവിന് വിളിച്ചാലും. ഇപ്പൊ നിങ്ങൾക്ക് ആരായിരിക്കും, ഡിക്കാപ്രിയോനായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ലിസൺ ടു ദി മൗണ്ടെയിനിലുള്ള നമ്മുടെ ആരാണ്, നാരായൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാനൊന്നും കിട്ടണില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ ചോദിക്കാൻ പറ്റുന്ന, കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റും. അപ്പൊ നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്. അതായത് നിങ്ങളുടെ സക്സസിന്റെ സീക്രട്ട് എന്താണ്, അതാണ് എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്. 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് കേട്ടോ. 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണ്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ. അല്ലേ, നമുക്ക് എല്ലാവരോടും ചോദിക്കാൻ പറ്റും എന്താണ്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, ഭാവി പരിപാടി എന്താണെന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് യുവർ മെസ്സേജ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് യുവർ മെസ്സേജ് എന്നാണ്. നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ചാനലിൽ ലിങ്ക് വരും. കമ്മ്യൂണിറ്റി ചാനൽ ലിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതുവഴി ഇതിന്റെ PDF നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യാം. സൗണ്ട് ലോ ആണോ, സൗണ്ട് കുറവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, സൗണ്ട് കുറവാണെന്ന് പറഞ്ഞേ. സൗണ്ട് കുറവാണോ, സൗണ്ട് ഇല്ലേ, സൗണ്ട് ഉണ്ട് ഇല്ലേ, സൗണ്ട് ഇല്ലേ. ഓക്കെ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് യു ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്. അതായത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങളുടെ മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ടോ, സൗണ്ട് ഇല്ലേ. ഓക്കെ. ഇപ്പൊ സൗണ്ട് ഉണ്ടോ, ഇപ്പൊ ശരിയായോ ഒന്ന് നോക്കിയേ.
ഇപ്പൊ സൗണ്ട് ഉണ്ടോ? നോക്കിയേടാ, ഇപ്പൊ സൗണ്ട് ശരിയായോ? വേഗം പറഞ്ഞേ, ഇപ്പൊ സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടോ? ഇപ്പൊ നോക്കിയിട്ട് പറഞ്ഞേടാ, സൗണ്ട് ഇല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ബോക്സിൽ വേഗം പറഞ്ഞേ, സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ. ഇപ്പൊ ശരിയായില്ലേ? സെറ്റ് ആയില്ലേ? പറയട്ടെ. നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദി ബിഗ്ഗസ്റ്റ് ചലഞ്ച് യു ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്? അതായത് എന്താണ് ബിഗ്ഗസ്റ്റ് ചലഞ്ച് യു മിസ് മൈക്ക് വെക്ക്, സോറി ആടാ, മൈക്ക് വെക്കാൻ മറന്നുപോയതാണ്, സോറി. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയില്ലേ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പോഴെല്ലാം ആണോ സൗണ്ട്? ഇപ്പോഴോ? ഇപ്പൊ സൗണ്ട് ശരിയായോ? സൗണ്ട് ശരിയായില്ലേ? ഓക്കെ ആണോ? ഇപ്പൊ സൗണ്ട് ശരിയായിട്ടില്ലേ? ആയില്ലേ? ഓക്കെ, ഒന്ന് കമന്റ് ബോക്സിൽ പറയാട്ടോ, സൗണ്ട് ശരിയായെങ്കിൽ സൗണ്ട് ശരിയായെന്ന് പറയാം. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി വേഗം പറയാം, ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? അതായത് സക്സസിന്റെ സീക്രട്ട് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഈസ് യുവർ റോൾ മോഡൽ? നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? പിന്നെ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? പിന്നെ വാട്ട് ഈസ് യുവർ മെസ്സേജ്? നിങ്ങളുടെ എന്താണ് മെസ്സേജ്? നിങ്ങളുടെ മെസ്സേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് യു ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്? അതായത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്ത ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചലഞ്ച് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ എയിം ഇൻ യുവർ ലൈഫ്? അതായത് നിങ്ങളുടെ ലൈഫിലെ എയിം എന്ന് വെച്ചാൽ എന്താണ്? ലക്ഷ്യം എന്താണ്? അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമുക്ക് ഇന്നിവിടെ പഠിക്കാനുള്ളത്. ഈ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചെഴുതി വെക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? അത് എഴുതാം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 6 ക്വസ്റ്റ്യൻസ് പഠിച്ചെഴുതി വെക്കാം. മാർക്ക് കളയൊന്നുമില്ല ടീച്ചേഴ്സ്. ഇത് ഏതൊരു ഇന്റർവ്യൂ ചെയ്യണ ഏതൊരാളോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനായിട്ട് പറ്റും. മിസ്സേ ഗ്രാമർ ഡിസ്കസ് ചെയ്യുമെന്ന്, മിസ് എന്തായാലും ഗ്രാമർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഗ്രാമർ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? പക്കയല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ ആണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വേഗം പറയാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്താണ് വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? അതായത് സക്സസിന്റെ സീക്രട്ട് എന്താണ്? അതായത് നിങ്ങളുടെ ലൈഫിലുള്ള സക്സസിന്റെ സീക്രട്ട് എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു 6 മാർക്കിലെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? സെക്കൻഡ് എന്താണ്? ഹു ഈസ് യുവർ റോൾ മോഡൽ? നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? പിന്നെ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇനി വാട്ട് ഈസ് യുവർ മെസ്സേജ്? നിങ്ങളുടെ മെസ്സേജ് എന്താണെന്നാണ് പിന്നെ ചോദിച്ചേക്കുന്നത്. പിന്നെ നോക്കിയേ, വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് യു ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്? അതായത് നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്ത ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചലഞ്ച് എന്താണ്? പിന്നെ നോക്കിയേ, വാട്ട് ഈസ് ദ എയിം ഇൻ യുവർ ലൈഫ്? അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് വലിയൊരു എയിം എന്താണ്? ഇതാണ് നമ്മുടെ 6 ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് പറയുക. അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തായി? നമ്മുടെ കഴിഞ്ഞു അല്ലേ? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയില്ലേ? എല്ലാവർക്കും ഓക്കെ ആയില്ലേ? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്കിനി ഒരു ചാപ്റ്റർ നോക്കിയാലോ? നമുക്കിനി ഒരു ചാപ്റ്റർ നോക്കാം. അപ്പോൾ നമുക്കൊരു ചാപ്റ്റർ നോക്കാം കേട്ടോ. നോക്കിയേ, നമുക്ക് എന്താണ് ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. നമ്മൾ നോക്കാൻ പോണ ചാപ്റ്റർ ഏതാണ്? ഹാപ്പിനെസ് മെഷീൻ. ആണ് നമ്മൾ നോക്കാൻ പോണത്. ഏതാണ് നോക്കാൻ പോണത്? ഹാപ്പിനെസ് മെഷീൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. ഏത് ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോണത്? ഹാപ്പിനെസ് മെഷീൻ ആണ് നോക്കാൻ പോണത്. ഹാപ്പിനെസ് മെഷീൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. നോക്കിയേ ഇതാരാണെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതാരാണ്? ലെന. ആരാണിത്? ലെന. ഇതാരാണ്? ലെന. ഇതാരാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഒരാളുടെ പേരുണ്ടല്ലോ. ഒന്ന് കമന്റ് ചെയ്തേടാ. എന്താണ് ആളുടെ പേര്? നമ്മുടെ സ്വന്തം ആരാണ്? ലിയോ ഓഫ്മാൻ. കറക്റ്റ്. എന്താണ് നമ്മുടെ പേരെന്താണ്? ലിയോ. നമ്മുടെ ലിയോ ഓഫ്മാൻ ആണ്. ഓക്കെ,
അപ്പൊ നമുക്ക് തുടങ്ങിയാലോ, നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ. ലെനിനെ ലിയോ ഓഫ്മാനെ കണ്ടില്ലേ? അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ഹാപ്പിനെസ് മെഷീൻ. ഈ ഒരു മെഷീൻ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഹാപ്പിനെസ് മെഷീൻ. അപ്പൊ മിസ് എന്താണ് പെട്ടെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചാപ്റ്റർ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ മിസ് എന്താണ് പെട്ടെന്ന് വേഗം എന്ത് പറഞ്ഞുതരാം, അതേ മൈക്കൊക്കെ പറയേണ്ടത് ലിയോ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞുതരാം, ആ ഒരു ചാപ്റ്റർ വേഗം പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു റൈറ്റപ്പ് പോലെയാണ്. മിസ് ഇന്നിവിടെ കൊടുത്തേക്കുന്നത് ഒരു റൈറ്റപ്പ് പോലെയാണ്. മുർഷിദ്, ഹായ് 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 മുർഷിദ്. ഓക്കെ, ഒരു റൈറ്റപ്പ് പോലെയാണ് മിസ് ഇന്നിവിടെ കൊടുത്തേക്കണത്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്ന് ഞാൻ വായിക്കണത് കേട്ടിരിക്കുക കേട്ടോ, വായിക്കണത് കേട്ടിരിക്കുക. നോക്കിയേ, modern man is depending on technology for making his life more comfortable and easier. അല്ലേ, മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ എന്താണ്, ഇന്നത്തെ ഒരു ജനറേഷനിൽ താമസിക്കുന്ന ആൾക്കാർ, ഇന്നത്തെ ഒരു ജനറേഷനിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലേ, അവർക്കൊക്കെ അവർക്ക് എന്താണ് ഓരോ ദിവസം പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പുതിയ പുതിയ ടെക്നോളജികൾ ആര് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, മോഡേൺ മാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് ടെക്നോളജിനെ നല്ലോണം എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി നല്ലോണം ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മോഡേൺ മാൻസ്, അതായത് ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ. ഓക്കെ, ഇനി അത് മാത്രമല്ല, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ്, അതായത് ടെക്നോളജി, ഓരോ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ എന്താക്കും, നമ്മുടെ വർക്കുകളെ കൂടുതൽ കൂടുതൽ ഈസിയർ ആക്കും, കൂടുതൽ ഈസി ആക്കും. നോക്കാം, സയന്റിസ്റ്റ് ആർ ആഫ്റ്റർ ഇൻവെന്റിംഗ് മെഡിസിൻസ് ടു അവോയ്ഡ് ഡെത്ത് ആൻഡ് ഗിവ് എറ്റേണൽ ലൈഫ്. അതായത് സയന്റിസ്റ്റ് എന്തിനാണ് മെഡിസിൻസ് കണ്ടുപിടിച്ചത്, അതായത് ഡെത്തിനെ അവോയ്ഡ് ചെയ്യാൻ, അതായത് മരണത്തിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചത്, മെഡിസിൻസ് കണ്ടുപിടിച്ചത്. അത് മാത്രമല്ല, ഒരു എറ്റേണൽ ലൈഫ്, അതായത് ഒരു ആയുഷ്കാലം ജീവിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സയന്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചത്, മെഡിസിൻസ് കണ്ടുപിടിച്ചത്. ഇൻ എ വേൾഡ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് വറീസ് എവരിവൺ ഹോപ്സ് ടു എസ്കേപ്പ് ടു ദി ഇല്യൂഷണറി വേൾഡ്. അതായത് നമ്മുടെ വേൾഡിൽ കുറേ അധികം പ്രോബ്ലംസ് ഉണ്ട്, നമ്മുടെ വേൾഡിൽ കുറേ അധികം പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രോബ്ലംസിൽ നിന്നൊക്കെ ഇങ്ങനെ ഊരിപ്പോരാൻ, എസ്കേപ്പ് ചെയ്ത് പോരാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് അല്ലേ, എസ്കേപ്പ് ആയി പോരാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ but can happiness machine invented or instilled by a machine, അതായത് happiness but can happiness be invented or instilled by a machine. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ, നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരണം എന്നൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാര്യം, പക്ഷെ ഇതുവരെ നമ്മളാരെങ്കിലും, അതായത് ശരിക്കും ആരെങ്കിലും ഈ ഹാപ്പിനെസ് മെഷീനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഇല്ല അല്ലേ. നമ്മുടെ ലൈഫിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്, സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു, മെഡിസിൻസ് കണ്ടുപിടിച്ചു, ഡെത്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് കണ്ടുപിടിച്ചു, വേറെ കുറേ അധികം ടെക്നോളജീസ് കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് ഹാപ്പിനെസ് തരാൻ, സന്തോഷം എന്നൊരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഇല്ല. ഓക്കെ, ഡെഫിനറ്റ്ലി നോട്ട് അല്ലേ, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, in Ray Douglas' story The Happiness Machine, Leo Hoffman tries to make a happiness machine which will give everybody ecstasy. അപ്പോൾ എന്താ പറയണത്, ലിയോ ഓഫ്മാൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതിയേക്കണത് ആരാണ്, റേ ഡഗ്ലസ് ആണ് സ്റ്റോറി എഴുതിയേക്കണത്. മറക്കരുത്, റേ ഡഗ്ലസ് ആണ് എന്ത് എഴുതിയേക്കണത്, നമ്മുടെ ഹാപ്പിനെസ് മെഷീൻ എന്ന് പറഞ്ഞ സ്റ്റോറി എഴുതിയേക്കണത്. ഓക്കെ, റേ ഡഗ്ലസ് ആണ് എന്ത് എഴുതിയേക്കണത്, നമ്മുടെ ഹാപ്പിനെസ് മെഷീൻ എന്ന് പറഞ്ഞ സ്റ്റോറി എഴുതിയേക്കണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയണത്, നമ്മുടെ ഹാപ്പിനെസ് മെഷീൻ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ റേ ഡഗ്ലസ് എന്താ ചെയ്യണത്, റേ ഡഗ്ലസിന്റെ ആ ഒരു ഹാപ്പിനെസ് മെഷീൻ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ ലിയോ ഓഫ്മാൻ ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. റേ ഡഗ്ലസിന്റെ ഹാപ്പിനെസ് മെഷീൻ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നമ്മുടെ ലിയോ ഓഫ്മാൻ ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. പക്ഷേ വിച്ച് വിൽ ഗിവ് എവരിബഡി എക്സ്റ്റസി, അതായത് എല്ലാവരും ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി ആര് ട്രൈ ചെയ്യാണ്, നമ്മുടെ ലിയോ ഓഫ്മാൻ ട്രൈ ചെയ്യാണ്. ഓക്കെ, ഇനി ബാക്കി നോക്കിയേ, ഹി സ്പെൻഡ് സ്ലീപ്ലെസ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് പേയിങ് നോ അറ്റൻഷൻ ടു ഹിസ് ഫാമിലി ഓർ അതേഴ്സ്. അപ്പോൾ അയാൾ ഉറങ്ങാണ്ടും കഴിക്കുകയാണ്, അതായത് ഊണുറക്കമൊന്നും ഇല്ലാണ്ടെന്ന് കുറേ ദിവസം അധ്വാനിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കണത്. അതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ ഫാമിലിനെ പോലും എന്ത് ചെയ്തിരുന്നില്ല, മൈൻഡ് ചെയ്തിരുന്നില്ല. ഓക്കെ, ബാക്കി നോക്കിയാലോ, ബാക്കി എന്താണ്, Finally, when the machine is ready, his wife enters it. Last എന്താണ്, ആ ഒരു മെഷീൻ റെഡിയായി, അതിൽ ആര് കയറി, നമ്മുടെ ലിയോ ഓഫ്മാൻ്റെ വൈഫ് ആ ഒരു മെഷീൻ്റെ ഉള്ളിലോട്ട് കയറി. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാട്ടോ, മനസ്സിലാവേണ്ടതൊന്ന് പറയാം. ഓക്കെ, though at first she feels as if she were in Paris dancing
soon the reality of being an illusion makes her the saddest. അപ്പോൾ ആദ്യം കയറുന്നപ്പോൾ എന്താണോ നമ്മൾ പാരീസിലാണെന്ന് തോന്നുന്നുണ്ട്, അവൾ ഡാൻസ് ചെയ്യാണെന്നൊക്കെ ആര് തോന്നുന്നുണ്ട്, ആർക്ക് തോന്നുന്നുണ്ട്, നമ്മുടെ ലെനയ്ക്ക് തോന്നുന്നുണ്ട്. ഭാര്യയുടെ പേരെന്താണ്, വൈഫിന്റെ പേര് മറക്കണം. വൈഫിന്റെ പേരെന്താണ്, ലെന എന്നാണ് വൈഫിന്റെ പേര്. ലെന എന്നാണ് എന്ത്, ആരെ പേര്, വൈഫിന്റെ പേര്. മറക്കണ്ട, ഇത് ഭയങ്കര ഷോർട്ട് ആക്കിയിട്ടാണ്, അതാണ് പേരൊന്നും ഇല്ലാത്തത്. ഓക്കെ, ലെന എന്നാണ് ആരെ പേര്, വൈഫിന്റെ പേര്. അപ്പൊ വൈഫിന് എന്താ തോന്നുന്നത്, അവള് പാരീസിലാണ്, ഡാൻസ് ചെയ്യണ പോലൊക്കെ ആർക്ക് തോന്നുന്നുണ്ട്, വൈഫിന് തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ അവൾക്ക് എന്ത് മനസ്സിലാവണം, ഇതൊരു ഇല്യൂഷൻ ആണെന്ന് മനസ്സിലാവാണ്. ഇത് ശരിക്കുള്ളൊരു സംഭവമല്ല, ഇതൊരു ഇല്യൂഷൻ ആണെന്ന് ആർക്ക് മനസ്സിലാവാണ്, നമ്മുടെ ലെനയ്ക്ക് മനസ്സിലാവാണ്. അത് അവൾ എന്താക്കി, അത് അവളെ ഭയങ്കര വിഷമത്തിലാക്കി. ഓക്കെ, she realizes that if the sunset lasts long it won't make us happy. അതായത് അവൾ എന്ത് മനസ്സിലാക്കിയാണ്, അതായത് സൺസെറ്റ് ഒക്കെ കുറേ നേരം നീണ്ടു നിൽക്കണമെന്ന് വിചാരിക്കുക. സൺസെറ്റ് അതായത് സൂര്യൻ എന്താണ് അസ്തമിക്കണില്ല, എല്ലാ നേരവും സൂര്യൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെ? ഏത് നേരവും സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ നൈറ്റ് പേഴ്സൺ ആയിരിക്കും. അങ്ങനെ നൈറ്റ് പേഴ്സൺ ആയ ഒരാൾക്ക് സൂര്യൻ ഏത് നേരവും ഇങ്ങനെ ഉദിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടില്ല അല്ലേ? അപ്പോൾ അവൾക്ക് എന്താണ്, ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സൂര്യൻ സൺസെറ്റ് നിൽക്കുന്നത് ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ വൈഫിന്, നമ്മുടെ ലെനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി അടുത്തത് നോക്കാം. She cries aloud thinking of the impossibility of being a young again. അതായത് ആ ഒരു വിഷ്വൽസിൽ കാണുമ്പോൾ, അതായത് ആ ഒരു ഇല്യൂഷനിൽ ഹാപ്പിനെസ് മെഷീനിൽ ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയാണ്, അവൾ യങ് ആണ്, അവൾ എന്താണ് നല്ല സുന്ദരിയാണ്, യങ് ആണ്. പക്ഷേ ഇനി ഒരിക്കലും നമ്മളെ കൊണ്ട് ഇനി യങ് ആവാൻ പറ്റുമോ? ഒരാൾക്ക് നല്ല പ്രായമുണ്ട്, അത്യാവശ്യം പ്രായമുണ്ട്. അപ്പോൾ ഇനി യങ് ആവാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പോൾ ഇവിടെ എന്താ പറയണേ, she cries aloud thinking of the impossibility of being young again. അതായത് ഇനി യങ് ആവാൻ പറ്റൂല എന്ന് ആലോചിക്കുമ്പോൾ, ആർക്ക് വിഷമാവാണ്, നമ്മുടെ ലെനയ്ക്ക് വിഷമാവാണ്. ഇനി അടുത്തത് നോക്കാം. അറ്റ് ലാസ്റ്റ് ദി ഹാപ്പിനെസ് മെഷീൻ catches fire. ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്, ഹാപ്പിനെസ് മെഷീൻ എന്ത് വെച്ചാണ്, അതിന് തീ പിടിക്കുകയാണ്. ഓക്കെ, it is then last Leo notices his children playing around joyfully. Thus he realizes that real happiness comes from the relationship rather than the material things. അപ്പോൾ ആ ഒരു സമയത്ത്, ആ ഒരു ഫയറൊക്കെ കഴിഞ്ഞു, ആ ഒരു തീയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത്, തീയൊക്കെ പിടിച്ചു കഴിഞ്ഞു, ആൾക്കാരൊക്കെ പോയി. ആ ഒരു സമയത്ത് നമ്മുടെ ആരാണ്, ലിയോ ഹോഫ്മാൻ എവിടെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് കാണുകയാണ്, അവൻ്റെ ഫാമിലിയും അവൻ്റെ ചിൽഡ്രൻസ് ഒക്കെ എന്താണ് അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നതും കളിക്കണതൊക്കെ കാണാണ്. അങ്ങനെ കളിക്കണതൊക്കെ കാണുമ്പോൾ അവനക്ക് എന്ത് മനസ്സിലാവാണ്, അതായത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഒരു മെറ്റീരിയൽ, ഒരു സാധനത്തിൽ നിന്നല്ല നമുക്ക് ഹാപ്പിനെസ് കിട്ടണം, നമുക്ക് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഹാപ്പിനെസ് കിട്ടണമെന്ന് ആർക്ക് മനസ്സിലാവാണ്, നമ്മുടെ ലിയോ ഹോഫ്മാന് മനസ്സിലാവാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത എന്താണ്, we see people trying to seek happiness from the mobile phones while simple things around them stay neglected. അതായത് ഇപ്പം എന്താ കുറേ ആൾക്കാരില്ലേ എങ്ങനെയാണ്, അവരൊക്കെ എങ്ങനെയാണ്, ചിലരൊക്കെ ഈ മൊബൈൽ ഫോണിൽ നിന്നാണ് എന്താ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്, ചിലരൊക്കെ എന്താ ചെയ്യണത്, മൊബൈൽ ഫോണിൽ നിന്നാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു ചാപ്റ്റർ എന്താണ്, ഭയങ്കര അധികം യോജിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ? ഇനി ഹാപ്പിനെസ് ഈസ് ഹിയർ വി ഹാവ് ടു ഡിറൈവ് ഇറ്റ് ബൈ ഗിവിങ് അവർ ടൈം. അതായത് ഹാപ്പിനെസ്, ഒരു സന്തോഷമൊക്കെ നമുക്ക് ചുറ്റും എന്തുണ്ട്, നമ്മളെല്ലാവരും പറയും നമ്മൾ ഡിപ്രഷനിലാണ്, നമുക്ക് സന്തോഷമില്ല എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്യണില്ല, നമ്മൾ അതൊന്നും കാണുന്നില്ല. നമ്മൾ അതെന്ത് ചെയ്യണം, ഗ്രാസ്പ് ചെയ്തെടുക്കണം. ആ ഒരു സന്തോഷമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാസ്പ് ചെയ്തെടുക്കണം. ഈവൻ എ സ്മൈൽ ക്യാൻ മേക്ക് അസ് ഹാപ്പി അല്ലേ? ചിലരൊരു സ്മൈൽ അടക്കം, ഒരു ചിരി അടക്കം എന്താണ് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റും. നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് തകർന്നിരിക്കണമെന്ന് വിചാരിക്കുക. ഒരു ചെറിയ കുട്ടി നമ്മുടെ അടുത്ത് വന്ന് ചിരിക്കുകയാണ്, നമുക്ക് എന്താണ് ഒരു ഉള്ളിലൊരു സന്തോഷം തോന്നൂലേ, അതേപോലെ. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റൈറ്റപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് റൈറ്റപ്പാണ്. പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന റൈറ്റപ്പാണ് എന്ത് ഇത്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ ഒരു ചാപ്റ്ററിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മെറ്റീരിയൽ ആയിട്ടുള്ള, അതായത് ഓരോ പ്രൊഡക്ട്സിനേലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനേലും നമുക്ക് കൂടുതൽ എന്ത് ചെയ്യണം, റിലേഷൻഷിപ്പിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും ഓക്കെ ആണല്ലോ? നോക്കിയെന്ന് പറഞ്ഞേടാ, കമൻറ്റ് ബോക്സിൽ നോക്കിയെന്ന് പറഞ്ഞേ. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഹാപ്പിനെസ് സ്പെഷ്യൽ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്തത്, അപ്പോൾ നമ്മൾ ഇനി ഒരു ചാപ്റ്റർ പറഞ്ഞു, നമുക്കിനി വേറെ എന്തെങ്കിലും ഗ്രാമർ പാർട്ട് എന്തെങ്കിലും പറയാം. ചാപ്റ്റർ പറഞ്ഞു, നമുക്കിനി വേറെ എന്ത് പറയാം, ഗ്രാമർ പാർട്ട് എന്തെങ്കിലും പറയാം. പ്രൊഫൈലൊക്കെ പറയാട്ടോ.
പ്രൊഫൈൽ എന്തായാലും പറയാം. പ്രൊഫൈലിൻ്റെ എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതാനുള്ളൊരു തീമൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, പ്രൊഫൈൽ എങ്ങനെ എഴുതുന്നതിൻ്റെ ഫോർമാറ്റ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്കൊരു നോക്കട്ടെ കേട്ടോ, അടുത്ത സ്ലൈഡ് നോക്കാം. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്താലോ? ക്വസ്റ്റ്യൻ ടാഗ് ചെയ്താലോ? ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക അല്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ഒരു ഗ്രാമർ പാർട്ടാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടൂല. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുക? നിങ്ങൾക്ക് ആകെ ഒരു മാർക്കിനാണ് ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുള്ളൂ. പക്ഷെ ആ ഒരു മാർക്ക് എന്താണ് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നല്ലേ? അല്ലേ? അപ്പോൾ ഒരു മാർക്കിനൊക്കെയാണ് ഒരു മാർക്കോ 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുക. പക്ഷേ എങ്ങനെയാണ് ഇനി ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക എന്നുള്ളതാണ് പറയാൻ പോണത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. അയ്യോ, ആർ യു എ ഡാൻസർ? അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വരി വന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ. അത് എന്തായിരിക്കും? ഇതായിരിക്കും എന്ത്? ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതായിരിക്കും എന്ത്? ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ടാഗുകൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ടാഗുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നോക്കിയേ, ഈസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഈസിൻ്റെ ഇറ്റാണ്. വേറിൻ്റെ എന്തായിരിക്കും? വേറിൻ്റെ ആയിരിക്കും. ഹാസ് എന്തായിരിക്കും? ഹാസിൻ്റെ ആവും. ക്യാൻ എന്തായിരിക്കും? ക്യാൻ്റെ ആവും. ഷുഡ് എന്തായിരിക്കും? ഷുഡിൻ്റെ ആവും. ആർ എന്തായിരിക്കും? ആറിൻ്റെ ആവും. ഷാൾ എന്തായിരിക്കും? ഷാൻ്റെ ആവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്താണ്? ഈസ് ഇസിൻ്റെ ആയിരിക്കും. വേറിൻ്റെ ആയിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടും. എന്താണ്? ഈസ് എന്താണ്? ഇസിൻ്റെ ആയിരിക്കും. വേറെ എന്തായിരിക്കും? വേറിൻ്റെ ആയിരിക്കും. ഹാസിൻ്റെ ആയിരിക്കും. ക്യാൻ എന്തായിരിക്കും? കാൻ്റെ ആയിരിക്കും. ഷുഡ് എന്തായിരിക്കും? ഷുഡിൻ്റെ ആയിരിക്കും. ആർ എന്തായിരിക്കും? ആറിൻ്റെ ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ ഷാൾ എന്തായി? ഷോൺടായി. ഷാൾ എന്തായി? ഷോൺടായി എന്നാണ് പറയണത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ വെറൈറ്റി ആയിട്ട് പറഞ്ഞാൽ നോക്കി വെക്കാം. നോക്കി വെക്കാം. പിന്നെ എന്താണ്? ഹാവ് എന്തായി? ഹാവിൻ്റെ ആയി. ഹാവിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുന്നതായിരിക്കും. ഹാവിൻ്റെ അറിയാൻ പറ്റും. കുഡിൻ്റെ അറിയാൻ പറ്റും. മസ്റ്റിൻ്റെ അറിയാൻ പറ്റും. വാസിൻ്റെ. വില്ല് വോണ്ട്. നോക്കിയേ, വില്ലെന്താവും? വോണ്ടാവും. ഇനി അടുത്ത് നോക്കിയേ, ഹാഡിൻ്റെ ആവും. വുഡിൻ്റെ ആവും. ആറിൻ്റെ ആവും. ഡോണ്ട് ആവും. ഡസിൻ്റെ ആവും. ഡിഡിൻ്റെ ആവും. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഡു എന്തായി? ഡോണ്ടായി. ആം എന്തായി? ആറിൻ്റായി. അതായത് ആമിന് ഒരിക്കലും നമ്മൾ എന്തെന്ന് പറയില്ല? ആമിൻ്റ് എന്ന് പറയില്ല. അതിന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നേ പറയുള്ളൂ? ആറിൻ്റെന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പം എന്താണ്? ആറ് വന്നാലും ആം വന്നാലും അവിടെ എന്താണ് വരാ? ആറിൻ്റാണ് വരാ. ഇനി ഡു എന്തായി? ഡോണ്ടായി. ഡിഡ് നോക്കിയേ, ഡസിൻ്റെ ആണ്. ഡിഡ് എന്താണ്? ഡസിൻ്റെ ആണ്. അപ്പോൾ ഈ ഡസ് എന്തായിരിക്കും? ഡിഡിൻ്റെ ആയിരിക്കും. അപ്പോൾ അതൊന്നും ആലോചിച്ച് വെക്കാം. ഡിഡ് എന്താണ്? ഡസിൻ്റെ ആണ്. അപ്പോൾ ഡസ് എന്തായിരിക്കും? ഡിഡിൻ്റെ ആയിരിക്കും. പിന്നെ വേറെ ഞാൻ പറഞ്ഞ എന്താണ്? ഷോൾ എന്താണ്? ഷോൺട്ടാണ്. വില്ല് എന്താണ്? വോണ്ടാണ്. ആറും ആമും വന്നാൽ എന്തായിരിക്കും? ആറിൻ്റെ ആയിരിക്കും. ആമും ആറും വന്നാൽ എന്തായിരിക്കും? ആറിൻ്റെ ആയിരിക്കും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഇതെന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് അയച്ചുതരാം കേട്ടോ. ഇതെന്തായാലും അയച്ചുതരാം. ബാക്കി പറയട്ടെ. ഇതെന്തായാലും അയച്ചുതരാം. നോക്കിയേ, ഇനി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ശ്രദ്ധിക്കുക എന്നാണ്. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നോക്കിയേ ഇവിടെ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് പ്ലസ് പോസിറ്റീവ് ടാഗ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ടോം എന്താണ്? ടോം വോണ്ട് ബി ലേറ്റ്. ടോം വോണ്ട് ബി ലേറ്റ് എന്നാണ്. അപ്പോൾ വോണ്ടിൻ്റെ എന്തായിരുന്നു? വോണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരുന്നു? വില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ, വില്ലിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്ത്? വോണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് വരും? വിൽ ഹി എന്ന് വരും. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടിയും പറഞ്ഞുതരാം. അവിടെ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി ആൻസർ കിട്ടും. നോക്കിയേ ശ്രദ്ധിക്കാട്ടോ, പറഞ്ഞ് ശ്രദ്ധിക്കുക. നോക്കിയേ, ടോം won't be late. ടോം won't be late. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ ഉണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം നോക്കണം. ക്വസ്റ്റ്യൻ എന്താണോ നോക്കണം? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. ക്വസ്റ്റ്യൻ എന്താണോ നോക്കണം? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ വാണ്ട് അവിടെ എന്താണ്? ഓൾറെഡി ഒരു നെഗറ്റീവ് വരുന്നുണ്ട്. ഇല്ല, ആളൊരു നെഗറ്റീവ്നെസ് അവിടെ വരുന്നില്ലേ? അപ്പോൾ അവിടെ നമ്മുടെ എന്താണ്? ഈ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഈ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പറ. നെഗറ്റീവ് സെന്റൻസ് എന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പറയ്. എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്താണ് കറക്റ്റ്? എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വോണ്ട് ആണ് വന്നത്. വോണ്ടിന്റെ പോസിറ്റീവ് എന്തായിരിക്കും? നമ്മുടെ എവിടെയോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്താണ്? വോണ്ടിന്റെ പോസിറ്റീവ് എന്താണ്? വില്ലല്ലേ. അപ്പൊ വിൽ എന്ന് എഴുതാ. ടോം എന്ന് പറയുന്നത് ഒരു ആണാണോ പെണ്ണാണോ? ടോം എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ? ആണല്ലേ. അപ്പൊ എന്തെഴുതും? വിൽ ഹി. മനസ്സിലായോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്? മനസ്സിലായില്ലേ? ഈ സംഭവങ്ങൾ പഠിച്ചു പോയി. ഇതെന്നെ ചോദിക്കുള്ളൂ. വേറെ ഒന്നും അങ്ങനെ ചോദിക്കൂല. ഇത് പഠിച്ചു പോവാ. ഓക്കെ, ഇത് എന്ത് ചെയ്യാ? പഠിച്ചു പോവാ. ഇനി വേറെ ഞാൻ പറഞ്ഞുതരാം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞോട്ടെ. കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാ. ഓക്കെ, കമന്റ് ബോക്സിൽ പറയാ. നിങ്ങളും പറയാട്ടോ ആൻസർ. ഞാൻ ചോദിക്കാം. നോക്കിയേ, they don't like us. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം. they don't like us എന്നാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. കറക്റ്റ് ആണ്. എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഡോണ്ടിന്റെ ഏതാണ്? ഡു അല്ലേ. അപ്പൊ ഏതാണ് വരാ? ഡു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആരാണ്? ദേ ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? ഡു ദേ. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലായില്ലേ? ഇനി നാം ഇത്ര നെഗറ്റീവ് സെന്റൻസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് പോസിറ്റീവ് സെന്റൻസ് ചെയ്ത് നോക്കാം. നെഗറ്റീവ് സെന്റൻസ് ആണ് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? പോസിറ്റീവ് സെന്റൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പോസിറ്റീവ് സെന്റൻസ് നോക്കാം. നോക്കിയേ, ആൻഡ് will be late. dash. and will be late dash. ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരാ?
ഇവിടെ എന്തായിരിക്കും വരാ? ആലോചിച്ച് നോക്കാം. ആലോചിച്ചിട്ട് നിങ്ങൾ ഒന്ന് പറ, ആൻസർ പറ. എന്തായിരിക്കും വരാ? വിൽ ബി ലേറ്റ്. അപ്പൊ അവിടെ എന്തായിരിക്കും വരാ? പറ. ആ വോണ്ട്. വോണ്ട് ആൻ എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. പെണ്ണാണെങ്കിൽ എന്ത് വരും? വോണ്ട്. വോണ്ട് ഷീ. എന്താണ് വരാ? വോണ്ട് ഷീ. വോണ്ട് ഷീ. മനസ്സിലായില്ലേ? കുറെ പേര് ആൻസർ പറഞ്ഞു. പിന്നെ ആരാണ്? അതേ ആരോ ശിവതേജസ് പറഞ്ഞു ആൻസർ. ശിവതേജസ് വോണ്ട് ഹീ എന്നാണ് പറഞ്ഞത്. അത് മാറിപ്പോയതായിരിക്കും. അവിടെ ഒരു പെണ്ണാണെങ്കിൽ എന്ത് എഴുതണം? ഷീ എന്ന് തന്നെ എഴുതണം. ഓക്കെ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരെണ്ണം കൂടി നോക്കിയാലോ? വേറൊരെണ്ണം കൂടി നോക്കിയാലോ? നോക്കിയേ. ഷീ ക്യാൻ ഡാൻസ്. ഷീ ക്യാൻ ഡാൻസ്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരാ? ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വരാ? ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വരാ? ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേടാ. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വരാ? ഷീ ക്യാൻ ഡാൻസ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? ഷീ ക്യാൻ ഡാൻസ്. കാൻറ്റ്. കാൻറ്റ് എന്താണ് വരാ? കാൻറ്റ്. കറക്റ്റ്. എന്താണ്? കാൻറ്റ് ഷീ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് പറയുന്നത്? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോയാൽ. ഇത്രയാണ് ക്വസ്റ്റ്യൻ ടാഗ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് മുഴുവൻ പഠിച്ചിട്ട് പോവാ. നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിമുട്ട് ഏതായിരിക്കും? ഈ ഷോൾ ആയിരിക്കും. ഷോൾ എന്താണ്? ഷോണ്ട് ആണ്. പിന്നെ എന്താണ്? ഈ ഡു. ഡു ഡോണ്ട് ആയിരിക്കും. ഡിഡ് എന്തായിരിക്കും? ഡസിൻ്റെ ആയിരിക്കും. ഡസ് എന്തായിരിക്കും? ഡിഡിൻ്റെ ആയിരിക്കും. ആം എന്തായിരിക്കും? ആറിൻ്റെ ആയിരിക്കും. ആം വന്നാലും പിന്നെ ഏതാണ്? ആം വന്നാലും നമ്മുടെ ആറ് വന്നാലും ആറിൻ്റെ തന്നെയാണ് വരാം. ആം വന്നാലും ആറ് വന്നാലും എന്താണ് വരാം? ആറിൻ്റെ തന്നെയാണ് വരാം. ഓക്കെ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. നമുക്കിനി അടുത്തത് നോക്കാം. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും ഓക്കെ ആയില്ലേ? ഓക്കെ ആയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്കൊരു ചാപ്റ്റർ നോക്കാം കേട്ടോ. നമുക്കിനി ഒരു ചാപ്റ്റർ നോക്കാം. നമുക്കിനി ഒരു പോയം നോക്കിയാലോ? ഒരു പോയം നോക്കിയാലോ? സോങ് ഓഫ് ദി റെയിൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതുവരെ നമ്മുടെ എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് എക്സാമിനായാലും എന്ത് ചോദിച്ചിട്ടില്ല? ഈ ഒരു സംഭവം ചോദിച്ചിട്ടില്ല. ക്രിസ്മസ് എക്സാമിനായാലും എന്ത് ചോദിച്ചിട്ടില്ല? എന്ത് ചോദിച്ചിട്ടില്ല? ഈ ഒരു സോങ് ഓഫ് ദി റെയിൻ്റെ അപ്രീസിയേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കാം. സോങ് ഓഫ് ദി റെയിൻ ആണ് പറയാൻ പോണത്. ആരാണ് എഴുതിയേക്കണത്? ഖലീൽ ജിബ്രാൻ ആണ് എഴുതിയേക്കണത്. ഖലീൽ ജിബ്രാൻ ആണ് എഴുതിയേക്കണത്. ഖലീൽ ജിബ്രാൻ എന്താണ്? ഒരു ലെബനീസ് പോയിറ്റ് ആണ്. ഖലീൽ ജിബ്രാൻ ആണ് എന്ത് എഴുതിയേക്കണത്? സോങ് ഓഫ് ദി റെയിൻ എഴുതിയേക്കണത്. സോങ് ഓഫ് ദി റെയിൻ ആരാണ് എഴുതിയേക്കണത്? ഖലീൽ ജിബ്രാൻ ആണ് എഴുതിയേക്കണത്. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി നോക്കിയാലോ? അത് വായിച്ചു നോക്കിയാലോ? നോക്കാം. നോക്കേ. Song of the Rain is a poem by Khalil Gibran, the famous Lebanese poet. Song of the Rain എന്ന് പറയുന്ന പോയം എന്താണ്? Song of the Rain പോയം എന്താണ്? ആരാണ് എഴുതിയേക്കുന്നത്? ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ലെബനീസ് പോയിറ്റ് ആണ് എന്ത് എഴുതിയേക്കുന്നത്? Song of the Rain എഴുതിയേക്കുന്നത്. ഓക്കെ. ഇനി it describes the heavenly beauty of the rain. ഈ ഒരു എന്താണ്? നമ്മുടെ ഈ ഒരു സോങ് ഓഫ് ദി റെയിൻ എന്ന് പറയുന്ന ഈ ഒരു എന്താണ്? ഈ ഒരു പോയം എന്താണ്? ഹെവൻലി ബ്യൂട്ടി. ഒരു എന്തിൻ്റെ? ഒരു മഴയുടെ എന്താണ്? സ്വർഗതുല്യമായ ഭംഗിനെ പറ്റിയാണ് ഹനാൻ ക്രിയേഷൻസ്. ഹന്നാസ് ക്രിയേഷൻസ്. മോനെ ഇപ്പോഴാണോ വന്നെങ്കിൽ എന്ത് ചെയ്യുക? SLC. ഞാൻ SLC സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ വീഡിയോ കാണണോ? നീ ഈ വീഡിയോ കാണണം. എനിക്ക് എക്സാം കഴിഞ്ഞാൽ ഇംഗ്ലീഷ്. അപ്പം നീ ഈ വീഡിയോ കാണണ്ട. ഓക്കെ. ഹന്നാസ് ക്രിയേഷൻസ് മോൻ ഇപ്പോൾ കയറിയതാണെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ. നോക്കിയാലോ? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഹെവൻലി ബ്യൂട്ടി ഓഫ് ദി റെയിൻ. എന്താണ്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഹെവൻലി ബ്യൂട്ടി ഓഫ് ദി റെയിൻ. അതായത് മഴയുടെ സ്വർഗതുല്യമായ ഒരു ഭംഗിനെ പറ്റിയാണ് എന്തിൽ പറയണത്? ഈ ഒരു പോയത്തിൽ പറയണത്. ഇനി ദി റെയിൻ ഇറ്റ് സെൽഫ് ഈസ് എ സ്പീക്കർ. അതായത് ഈ ഒരു പോയത്തിലെ സ്പീക്കർ ആരാണ്? മഴയാണ് സ്പീക്കർ. ഈ ഒരു പോയത്തിലെ സ്പീക്കർ ആരാണ്? മഴയാണ് സ്പീക്കർ. ദി റെയിൻ ഇറ്റ് സെൽഫ് ഈസ് എ സ്പീക്കർ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോയം എന്നിട്ട് ചോദിക്കുക? എന്താണ് ചോദിക്കുക? പോയം തന്നിട്ട് എന്ത് ചോദിക്കും? ഈ ഒരു പോയത്തിലെ സ്പീക്കർ ആരാണെന്ന് ചോദിക്കും. പോയം തന്നിട്ട് എന്ത് ചോദിക്കും? ഈ ഒരു പോയത്തിലെ സ്പീക്കർ ആരാണെന്ന് ചോദിക്കും. ഓക്കെ.
ദി റെയിൻ ലുക്സ് ലൈക്ക് സിൽവർ ത്രെഡ്സ് കമ്മിങ് ഫ്രം ഹെവൻ സെൻറ്റ് ബൈ ഗോഡ്. അതായത് റെയിൻ, ഇതിലുള്ള റെയിൻ എങ്ങനെയാണെന്നാ പറയണത്, ഇതിലുള്ള റെയിൻ എങ്ങനെയാണെന്നാ പറയണത് ഈ റെയിൻ കാണാനായിട്ട് സിൽവർ ത്രെഡ് പോലെ, സിൽവർ ത്രെഡ് എന്ന് വെച്ചാൽ എന്താണ്, വെള്ളി നൂലുകളില്ലേ, വെള്ളി നൂലുകൾ പോലെയാണ് ഈ റെയിനെ കാണാനെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയണത് കമ്മിങ് ഫ്രം ഹെവൻ, എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഹെവനിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് റെയിൻ വരുന്നത്, ഹെവനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലായോ, ഹെവൻ എന്ന് പറയാനുള്ള കാരണം മനസ്സിലായോ. എവിടെ നിന്നാണ് മഴ വരാ, ആകാശത്ത് നിന്നാണ് മഴ വരാ അല്ലേ. നമ്മൾ പണ്ടേ മുതൽ ചെറുപ്പമൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്താണ് പറയാ, അതായത് ചെറുപ്പമായിരിക്കുന്ന സമയത്തല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ പറയാ, മിക്കവരും അങ്ങനെ തന്നെയാണ് പറയാം. എന്താണ്, ആകാശത്താണ് സ്വർഗം എന്ന് പറയും, ആകാശത്താണ് ഇതെന്ന് പറയും, സ്വർഗം എന്ന് പറയും അല്ലെ, ആകാശത്താണ് ഇതെന്ന് പറയും, സ്വർഗം എന്ന് പറയും. അപ്പോ എന്താണ് ഇവിടെ നോക്കിയേ, The rain looks like silver threads. Rain എങ്ങനെയാണ് കാണാൻ, എങ്ങനെയാണ്, സിൽവർ ത്രെഡ് പോലെയാണ് കാണാൻ. എവിടെ നിന്നാണ് വരുന്നത്, ഹെവനിൽ നിന്നാണ് വരുന്നത്. ആരാണ് അത് അയക്കണത്, ദൈവമാണ് ഒരു മഴനെ എങ്ങോട്ട് അയക്കണത്, ഈ ഒരു ഭൂമിയിലോട്ട് അയക്കണത്. മദർ നേച്ചർ യൂസസ് ദി റെയിൻ ടു ബ്യൂട്ടിഫൈ ദി ഫീൽഡ്സ് ആൻഡ് വാലീസ്. മദർ നേച്ചർ എന്താ ചെയ്യണത്, മദർ നേച്ചർ എന്താ ചെയ്യണത്, ആ ഈ റെയിന് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വാലീസും നമ്മുടെ പാടവും പറമ്പൊക്കെ എന്താക്കും, നല്ല ഭംഗിയാക്കും അല്ലേ. മഴ വന്ന് വീട് കഴിയുമ്പോഴാണ് എന്ത്, ഈ പാടത്തും പറമ്പിലൊക്കെ എന്താണ്, പുതിയ ഇങ്ങനെ നനഞ്ഞ് നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പൊ എന്താണ് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ മദർ നേച്ചർ എന്ത് ചെയ്യും, ആ ഒരു ഫീൽഡിനെ വാലിനൊക്കെ എന്താണ്, ഈ മഴ വെച്ച് ബ്യൂട്ടിഫൈ ചെയ്യും. ഇനി it is the very pearls plucked from the crown of Ishtar, the goddess of fertility. അപ്പോൾ ഇവിടെ എന്താണ് പറയണത്, മഴേനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തേക്കണത് നോക്കിയേ, വെരി പേൾസ് പ്ലക്കഡ് ഫ്രം ദി ക്രൗൺ ഓഫ് ഇഷ്തർ. ഇഷ്തർ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്, ആ ഒരു ദേവതനായിട്ട് എന്ത് കമ്പയർ ചെയ്തേക്കാണ്, നമ്മുടെ മഴേനെ ഇഷ്തർ എന്ന് പറയുന്ന ദേവതയുടെ ഒരു കിരീടമുണ്ട്, ഒരു ക്രൗൺ ഉണ്ട്. ഇഷ്തർ എന്ന് പറയുന്ന ദേവതയുടെ ഒരു ക്രൗൺ ഉണ്ട്, ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിലുള്ള മുത്തുകളായിട്ട് എന്തിനെ കമ്പയർ ചെയ്തേക്കാണ്, നമ്മുടെ മഴേനെ കമ്പയർ ചെയ്തേക്കാണ്. ഓക്കെ, ബാക്കി നോക്കിയാലോ. When the rain cries, it brings laughter to the hills. അതായത് മഴ കരയുമ്പോൾ പറഞ്ഞാൽ എന്താണ്, മഴ പെയ്യുമ്പോൾ ആര് ചിരിക്കും എന്നാണ് പറയുന്നത്, മഴ കരയുമ്പോൾ ആര് ചിരിക്കും എന്നാണ് പറയുന്നത്, ഹിൽസ്, കുന്നുകളൊക്കെ ചിരിക്കും എന്ന് പറയണ്ടേ. പിന്നെ എന്താ പറയുന്നത്, ദി ഫ്ലവേഴ്സ് റിജോയ്സ് അറ്റ് ഇറ്റ്സ് അറൈവൽ. ഫ്ലവേഴ്സ് ഒക്കെ എന്താ ചെയ്യണത്, ഫ്ലവേഴ്സ് ഒക്കെ മഴ വരുന്ന സമയത്ത് എന്താണ്, ഭയങ്കരമായിട്ട് സന്തോഷിക്കും. പിന്നെന്താ പറയണേ, when it sees a field, it fall down on it. അതായത് മഴ എന്താണ്, ഒരു ഫീൽഡ് കാണുമ്പോൾ, ഒരു പാടം കാണുമ്പോൾ എന്താണ്, അതുങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വീഴും അല്ലേ. മഴ എന്താണ്, എവിടെക്കാണ് മഴ പെയ്യുക, പാടത്തും പറമ്പിലൊക്കെ മഴ പെയ്യുക. അപ്പം അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മഴ എന്താണ്, ഒരു പാടം കാണുമ്പോൾ ആ പാടത്തോട്ട് ആര് വീഴും, നമ്മുടെ മഴ അങ്ങോട്ട് വന്ന് വീഴും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് ടച്ചസ് എവറി വിൻഡോ വിത്ത് ഇറ്റ് സോഫ്റ്റ് ഫിംഗേഴ്സ്. നമ്മുടെ മഴ എന്താണ് ചെയ്യണത്, അതിൻ്റെ അതിൻ്റെ എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ഫിംഗേഴ്സ് വെച്ചിട്ട് മഴ എന്താ ചെയ്യണത്, മഴ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിംഗേഴ്സ് വെച്ചിട്ട് എന്താണ്, എല്ലാ വീട്ടിലെയും ജനലും എന്താണ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതാണ് പറയണത്. ഓക്കെ, ബാക്കി നോക്കിയാലോ. It is born from the hot air of the atmosphere, but it kills the heat, the one who gave birth to it. അതായത് മഴ എങ്ങനെയാണ് പെയ്യണമെന്നാണ് നമ്മൾ പണ്ടേ മുതൽ പറയണത്, അതല്ല, അതാണ് സത്യം. എന്താണ്, മഴ എങ്ങനെയാണ് പെയ്യണമെന്നാ പറയണേ, എങ്ങനെയാണ് പെയ്യുക, അതായത് ഇങ്ങനെ നീരാവി ചൂട് പിടിച്ച് അങ്ങനെയൊക്കെയല്ലേ മഴ പെയ്യണ അല്ലേ. അപ്പോൾ ഒരു ചൂട് കാരണമാണ് എന്തുണ്ടാവണത്, മഴ ഉണ്ടാവണത്. ചൂട് കാരണമാണ് എന്തുണ്ടാവണത്, മഴ ഉണ്ടാവണത്. പക്ഷേ മഴ എന്താണ്, പെയ്തിറങ്ങണ സമയത്ത് മഴ എന്താ ചെയ്യണത്, ആ ചൂടിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ എന്താ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചൂടാണ് മഴയ്ക്ക് എന്ത് കൊടുക്കണത്, ജീവൻ കൊടുക്കണത്, ജനനം കൊടുക്കണത്. പക്ഷേ മഴ എന്താണ്, പെയ്ത് കഴിയുമ്പോൾ എന്താണ്, ആ ചൂട് അങ്ങോട്ട് ഇല്ലാണ്ടാവും. മനസ്സിലായില്ലേ. ഇനി ബാക്കി നോക്കിയേ, ദി റെയിൻ ഈസ് ദി സൈ ഓഫ് ദി സീ. റെയിൻ എന്ന് പറയുന്നത് എന്താണ്, സീയുടെ, കടലിൻ്റെ ഒരു നെടുവീർപ്പാണ് ഈ റെയിൻ എന്ന് പറയുന്നത്. പിന്നെ ദി പോയം ഈസ് ഡിവൈഡഡ് ഇൻ ടു 3, 4, 5 ലൈൻ സ്റ്റാൻസസ്. അതായത് നമ്മുടെ പോയം എന്താണ്, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കണത്, ചില ലൈൻസിൽ എന്താണ്, ചില സ്റ്റാൻസിൽ എന്താണ് 4 ലൈൻ ആയിരിക്കും, ചില സ്റ്റാൻസിൽ എന്താണ് 5 ലൈൻ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചർ. ഇനി ദേ ഡോണ്ട് ഫോളോ എനി റൈം സ്കീം. ഈ പോയത്തിന് റൈം സ്കീം ഒന്നുമില്ല. ഈ ഒരു പോയത്തിന് റൈം സ്കീം ഒന്നുമില്ല. ഇതിൽ മെയിനായിട്ടുള്ള മെറ്റഫർ ഉണ്ട്. മെറ്റഫർ നോക്കിയാൽ ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്.
തട്സ്. എന്താണ് ഈ മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മെറ്റഫർ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റഫർ വെച്ചാൽ എന്താണ്? ആദിക്കുട്ടൻ കളിയ എന്താണ് എൻ്റെ മെറ്റഫർ. മെറ്റഫർ നോക്കാം. മെറ്റഫർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐ ആം ഡോട്ടഡ് സിൽവർ തഡ്. അതായത് ഇങ്ങനെ എന്താണ് കമ്പയർ ചെയ്യൂലേ? കമ്പയർ ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയുന്നത്? മെറ്റഫർ എന്ന് പറയുന്നത്. സിമിലി എന്താണ്? കമ്പാരിസൺ തന്നെയാണ്. പക്ഷെ സിമിലിൽ എന്ത് യൂസ് ചെയ്യും? ലൈക്ക് അല്ലെങ്കിൽ എസ്. ലൈക്ക് അല്ലെങ്കിൽ എസ് എന്തിൽ യൂസ് ചെയ്യും? സിമിലിയിൽ യൂസ് ചെയ്യും. സിമിലിയിൽ യൂസ് ചെയ്യും. ഇനി വിഷ്വൽ ഇമേജ് വെച്ചാൽ എന്താണ്? നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന പോലത്തുള്ള ഇമേജ് ഇല്ലേ? അതാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഫീൽഡ്സ് ആൻഡ് വാലീസ്. ഓഡിറ്ററി ഇമേജ് എന്താണ്? വെൻ ഐ ക്രൈ ആണ് എന്തിവിടെ ഓഡിറ്ററി ഇമേജ്. പേഴ്സോണിഫിക്കേഷൻ വെച്ചാൽ എന്താണ്? ദി ഹിൽസ് ലാഫ് അല്ലെ? കുന്നുകൾ ചിരിക്കോ? കുന്നുകൾ ചിരിക്കോ? ഇല്ല. അതായത് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ഒരു എന്താണ് വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിന്, വേറെ ഏതെങ്കിലും ഒരു സാധനത്തിന് കൊടുക്കണേ എന്തെന്ന് പറയും? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. അലിട്രേഷൻ നോക്കിയേ. പേൾസ് പ്ലക്ക്ഡ്. ആ പി പി എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് എന്താണ്? റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. പി പി എന്ന് പറയുന്ന സൗണ്ട് എന്താണ്? റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് ഇതിലുള്ള എന്താണ് ഫിഗർ ഓഫ് സ്പീച്ചുകൾ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞേ, ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? ടീച്ചർ ഇന്ന് 10th ഇംഗ്ലീഷ് സിമ്പിൾ ആയിരുന്നു. താങ്ക് യു. ഓക്കെ, എല്ലാവരും സിമ്പിൾ ആയിരുന്നു പറഞ്ഞിരുന്നു. ഓക്കെ, സിമ്പിൾ ആയിരുന്നില്ല, എല്ലാവരും നല്ലോണം എഴുതിയില്ലേ? ഇല്ലേ? അപ്പൊ നാളെ 9ാം ക്ലാസ്സിലേക്ക് സിമ്പിൾ തന്നെ ആയിരിക്കുമല്ലോ എക്സാം. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത നോക്കിയാലോ? ഇത് ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത നോക്കിയാലോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നോക്കാം കേട്ടോ. നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോണത് എങ്ങനെയാണ് ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോണത് ഡയറി ആണ് കേട്ടോ. ഇനി നോക്കാൻ പോണത് എന്താണ്? ഡയറി ആണ്. ഓക്കെ, അപ്പൊ ഡയറിക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹെഡിങ്, ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. ഡയറി എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് കൊടുക്കണം. ഡയറി എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാറില്ലേ? 7/3/2023 എന്നൊക്കെ നിങ്ങൾ ഡേറ്റ് കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കരുത്. എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു മാസം എപ്പോഴും എന്തിൽ തന്നെ എഴുതണം? വേർഡ്സിൽ തന്നെ എഴുതണം. ഇപ്പൊ മാർച്ച് അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? മാർച്ചിന് എഴുതാം. പിന്നെ എന്ത് ചെയ്യുക? മൺഡേ എന്ന് കൊടുക്കുക. നമ്മുടെ ഡേ കൊടുക്കുക. പിന്നെ നോക്കിയേ പിന്നെ എന്താ ചെയ്യേണ്ടത്? നോക്കിയേ, വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ്. നോക്കിയേ, വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ്. അതെന്താണ്? നിങ്ങൾക്ക് ആര് ഡയറി ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാൻ ചാൻസ് ഉള്ള ഡയറികൾ ഞാനൊന്ന് പറയാം. ഒന്ന് നമ്മുടെ തരുണിൻ്റെ ഡയറി വരാം. ഒന്നെന്താണ്? തരുണിൻ്റെ ഡയറി വരാം. പിന്നെ വേറെ വരാൻ ചാൻസ് ഹാപ്പിനെസ് മെഷീനിൽ ചിലപ്പോൾ ലെനയുടെ അല്ലെങ്കിൽ ലിയോ ഓഫ്മാൻ്റെ ഡയറി വരാം. ജൂലിയാനെ കോപ്കയുടെ ഡയറി വരാം. പിന്നെ നമ്മുടെ ആരുടെയാണ്? അങ്ങനെ കുറച്ച് നമുക്ക് ചാപ്റ്റേഴ്സ് പറഞ്ഞിടയ്ക്ക് പറഞ്ഞു പോകാട്ടോ അതൊക്കെ. അപ്പോൾ ഡയറിയാണ്. അപ്പോൾ ഈ ഒരു ലൈൻ എന്താണ്? എല്ലാ ഡയറിയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കിയേ, വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ് എന്നാണ്. എനിക്കിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ്? വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ്. അതിന് ടുഡേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അത് തുടങ്ങണം. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? കോണ്ടന്റ് ആണ് വരുന്നത്. കോണ്ടന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ കോണ്ടന്റ് ആണ് വരുന്നത്. ആ ഒരു കോണ്ടന്റ് എന്ത് ചെയ്യണം? എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ഉണ്ടോ നോക്കിയേ. ഓക്കെ, നോക്കിയേ, ഇവിടെ എന്താണ് പറഞ്ഞത്? കോണ്ടന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്ത് കൊടുക്കണം? ഡയറിന്ന് ഹെഡിങ് കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം? ഡേറ്റ് കൊടുക്കണം. പിന്നെ എന്താണ്? ഡേറ്റ് കൊടുക്കണം, ഡേ കൊടുക്കണം. പിന്നെ ഈ ലൈൻ അങ്ങനെ തന്നെ എഴുതാം. എന്താണ് ലൈൻ? വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ് എന്നാണ്. അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ് എന്ന് കൊടുക്കണം. പിന്നെ ടുഡേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അന്നത്തെ ദിവസം സംഭവിച്ചത് എന്താണോ അത് അങ്ങോട്ട് എഴുതി വെക്കും. ഇവിടെയാണ് എന്ത് കണ്ടന്റ് വരുന്നത്. ഇനി നോക്കിയേ, ഇനി ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ ഡയറിയിലും ഏത് ഡയറിയുടെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് എഴുതാൻ പറ്റും? നോക്കിയേ, I never had such an experience in my life before. നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇനി ടൈം ഈസ് ടു ലേറ്റ്, ഐ ആം നോട്ട് ഫീലിംഗ് അസ്ലീപ്പ്. അപ്പോൾ ഇവിടെ എന്താ പറയണത്? ഭയങ്കരമായിട്ട് സമയം വൈകി, പക്ഷെ എനിക്ക് ഇപ്പോഴും എന്താണ് എനിക്ക് ഉറക്കം വരുന്നില്ല. ലാസ്റ്റ് എന്താണ്? ഹേ ഗോഡ് വാട്ട് വുഡ് ഐ ഡു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഡയറി അവസാനിക്കുകയാണ്. അപ്പോൾ മിക്ക ചാപ്റ്ററിലും ഡയറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് പറഞ്ഞു പോകുമ്പോൾ അതിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുതരാം.
ഓക്കെ, അപ്പോൾ ഇതിന് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഡയറി വരാൻ. ഡയറി എന്താണ്? ഇതാണ് സ്ട്രക്ചർ. ഡയറി സ്ട്രക്ചർ എന്താണ്? ഫസ്റ്റ് ഡയറിന്ന് ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഡേ കൊടുക്കുക, വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേറ്റ് വാസ് എന്ന് കൊടുക്കുക, ടുഡേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കണ്ടന്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു കോണ്ടന്റ് എഴുതുക. ലാസ്റ്റ് എന്ത് ചെയ്യണം? ഐ നെവർ ഹാഡ് സച്ച് ആൻ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് ബിഫോർ, ടൈം ഈസ് ടു ലേറ്റ്, സ്റ്റിൽ ഐ എം നോട്ട് ഫീലിംഗ് എ സ്ലീപ്പ്, ഹേ ഗോഡ് വാട്ട് വുഡ് ഐ ഡു. എന്നിട്ടൊരു ബോക്സ് വരച്ചിട്ട് അത് അവസാനിപ്പിക്കുക. ഒരു ബോക്സ് വരയ്ക്കുക, അത് അവസാനിപ്പിക്കുക. മനസ്സിലായോ? ഒരു ബോക്സ് വരയ്ക്കുക, അത് അങ്ങോട്ട് അവസാനിപ്പിക്കുക. ക്ലിയർ അല്ലേ? ഡയറി എങ്ങനെയാണ്, ഡയറി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ബാക്കി പറഞ്ഞാലോ? ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ചാപ്റ്റർ പറയാം കേട്ടോ. ഇത് കണ്ട് ഏത് ചാപ്റ്റർ ആണെന്ന് മനസ്സിലായ? ഓർമ്മയുണ്ടാ? ഏതാണ് ചാപ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കി. കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഏതാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞോ? ഏതാണ് ചാപ്റ്റർ? പറഞ്ഞോ. ഏതാ? ദ ലാസ്റ്റ് ലീഫ് ആണ്. എന്താണ്? ദ ലാസ്റ്റ് ലീഫ് ആണ്. നമ്മുടെ ചാപ്റ്റർ ഏതാണ്? ദ ലാസ്റ്റ് ലീഫ് ആണ് കേട്ടോ. നമ്മൾ ഇനി പറയാൻ പോണ ചാപ്റ്റർ ഏതാണ്? ദ ലാസ്റ്റ് ലീഫ് ആണ്. ദ ലാസ്റ്റ് ലീഫ് ആണ്. എഴുതിയത് കാണുന്നില്ലേ? ദ ലാസ്റ്റ് ലീഫ് ആണ് നമ്മ ഇനി പറയാൻ പോണത്. ദ ലാസ്റ്റ് ലീഫ് ആണ് പറയാൻ പോണത് അല്ലേ? അപ്പോൾ ഇതിൽ 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒരു ക്യാരക്ടറിന്റെ പേര് ജോൺസി, സ്യൂ, പിന്നെ ആരാണ്? ബർമൻ. ഇത്രയാണ് എന്ത് നമ്മ ഇന്ന് നോക്കാൻ വേണ്ടി പോണത്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഒക്കെ 10ാം ക്ലാസ്സിൽ അതന്നെ ലാസ്റ്റ് ലീഫ് ആണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലീഫ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോണത് എന്താണ്? അതിൻ്റെ ഒരു പെട്ടെന്ന് ഒരു സമ്മറി, ഒരു നരേഷനൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. നോക്കിയാലോ? ഓക്കെ, നോക്കിക്കോട്ടോ. In the Greenwich village, there are 2 young women artists, Sue and Johnsy. അതായത് ഗ്രീൻവിച്ച് വില്ലേജിലെ എന്തുണ്ടായി? എന്തുണ്ടായി? 2 പെൺകുട്ടികൾ ഉണ്ടായി. രണ്ട് യങ് ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകൾ ഉണ്ടായി. അവരുടെ പേരാണ് എന്ത്? സ്യൂ ആൻഡ് ജോൺസി. They met in May 6 months previously. അതായത് അവരെന്താണ്? മെയ് മാസത്തിലാണ് കണ്ടുമുട്ടിയത്. ഓക്കെ, മെയ് മാസത്തിലാണ് കണ്ടുമുട്ടിയത്. അത് മാത്രമല്ല അവരെന്താണ് ഇപ്പൊ ഏകദേശം കണ്ടുമുട്ടി എത്ര നാളായി? ഏകദേശം 6 മാസമായി. 6 മാസത്തിന് മുമ്പാണ് ആര് തമ്മിൽ കണ്ടുമുട്ടിയത്? നമ്മുടെ സ്യൂവും ജോൺസൺ തമ്മിൽ കണ്ടുമുട്ടിയത്. ഓക്കെ, ആൻഡ് ഡിസൈഡ് ടു ഷെയർ എ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. അവരെന്താണ് തീരുമാനിക്കുന്നത്? അവരൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അവരെന്താണ് ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, ഇനി Stalking their artist colony in November is Mr. Pneumonia. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു ആർട്ടിസ്റ്റ്, അതായത് ആ ഒരു സ്ഥലത്ത് ആ ഒരു ഗ്രീൻവിച്ച് വില്ലേജിൽ എന്താണ് ഒരാളിങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം എന്താണ്? നമ്മളിങ്ങനെ അറിയാവുന്ന നമ്മൾ നോക്കല്ലേ, നമ്മളിങ്ങനെ തീക്ഷ്ണമായി നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ല. അങ്ങനെ ഒരാളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ പേരാണെന്ത്? മിസ്റ്റർ നിമോണിയ. നിമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസീസാണ്, ഒരു അസുഖമാണ് അല്ലേ? Okay, the story begins as Johnsy, near death from pneumonia, lies in a bed waiting for the last leaf of an ivy vine on the brick wall. She speaks through her window to fall. അതായത് ഇവിടെ എന്താണ് ഈ കഥയുടെ തുടക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജോൺസി എന്ത് ചെയ്യാണ്? മരണവും കാത്ത്, നിമോണിയ ബാധിച്ച് മരണവും കാത്ത് ആര് കിടക്കുകയാണ്? ജോൺസി കിടക്കുകയാണ്. അപ്പൊ അവൾ എന്താണ് ബെഡിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താണ്? ഒരു ലാസ്റ്റ് ലീഫ്, ഒരു ഐവി വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വള്ളിച്ചെടി പോലത്തെ ഒരു ചെടി, അതുമുള്ള ലാസ്റ്റ് ലീഫിലാണ് ആര് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജോൺസി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൺ ദി ബ്രിക്ക് വാൾ ഷീ സ്പീസ് ത്രൂ ദി വിൻഡോ ടു ഫോൾ. അപ്പോൾ എന്താണ് നമ്മൾ എന്തിലൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു വിൻഡോയിലൂടെ കൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ ആം ടയേർഡ് ഓഫ് തിങ്കിങ് സെഡ് ജോൺസി, ഐ വാണ്ട് ടു ലൂസ് മൈ ഹോൾഡ് ഓൺ എവറിത്തിങ് ആൻഡ് go sailing down just like one of those poor tired leaves. അപ്പോൾ എന്താണ് ഇവള് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയണത്. എനിക്ക് എന്താണ് ഞാൻ ആലോചിച്ച് എനിക്ക് വയ്യാണ്ടായി, എങ്ങനെയെങ്കിലും എന്താണ് ആ ഒരു ഇല വീണിരുന്നെങ്കിൽ എന്താണ് എനിക്കും മരിക്കായിരുന്നു എന്നുള്ള രീതിയിലാണ് ആര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ജോൺസി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
However, an unexpected hero arrives to save John C. ആ ഒരു സമയത്താണ് എന്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹീറോ ആരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്? ജോൺസിനെ രക്ഷിക്കാൻ വേണ്ടി വരണത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ദി ബ്രസ്ക് ഡോക്ടർ. ഇറ്റ് ഈസ് നോട്ട് ദി ബ്രസ്ക് ഡോക്ടർ. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഡോക്ടർ എന്ന് ഉദ്ദേശിച്ചാൽ മതി. It is not the doctor who gives her only the 1 in 10 chance to survive, raising them into 1 in 5 is you can get her to hope for something important like a man, not her true desire to paint the Bay of Naples someday. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ ലെങ്തി ആയിട്ട് പറയാൻ മനസ്സിലാവുണ്ടാവില്ല അല്ലേ? ഒരു കാര്യം ചെയ്യാൻ ഞാൻ പകുതി പകുതിയായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയേ. ഇറ്റ് ഈസ് നോട്ട് ദി ഡോക്ടർ ഹു ഗീവ്സ് ഹെർ ഓൺലി 1 in 10 chances to survive. അതായത് നമ്മുടെ ഡോക്ടർ എത്ര ഇതാണ് കൊടുക്കണത്? ഡോക്ടർ 10% ആകെ 1% എന്ത് ഇവള് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണത്. 10% ആകെ 1% എന്ത് ഇവള് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണത്. പക്ഷേ റേസിംഗ് ദം to 1 in 5 if you can get the hope to for something important like a man, not her true desire to paint the Bay of Bengal someday. അപ്പോൾ എന്താണ് ഇത്? എന്താക്കണം? ആ ഒരു 1% എന്താക്കണം? അതൊരു 5% ആക്കണം. അപ്പോൾ എന്താണ് നമുക്കെല്ലാവർക്കും എന്താണ്? നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലേ, ജീവിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഇല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ജോൺസിയുടെ ആഗ്രഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആഗ്രഹം ഉണ്ടാക്കി എടുക്കണം. ചിലപ്പോൾ വല്ല ആൾക്കാരെ വല്ല ഇഷ്ടമുണ്ടോ എന്നൊക്കെ നോക്കണം. ലൈക്ക് എന്താണ് ഒരു മാനോ ഒരു ആൺകുട്ടീനെ വല്ല ഇഷ്ടമുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് അല്ലെങ്കിൽ അവളുടെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് എന്ത്? ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കണം. എന്തെങ്കിലും ഒരു ദിവസം ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കണം എന്ന് ആരുടെ ആഗ്രഹമാണ്? നമ്മുടെ ജോൺസിയുടെ ആഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുമോ? അതൊക്കെ ഒന്ന് അവളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊടി തട്ടി കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ആര് പറയാണ്? നമ്മുടെ ഡോക്ടർ ആരോടാണ് പറയണത്? സ്യൂനോട് പറയുന്നുണ്ട്. ടീച്ചർ, ഞാൻ ഇന്നലെ SLC ലൈവിലുണ്ടായിരുന്നു. ഓക്കേടാ, എനിക്ക് മനസ്സിലായി നീ ഇന്നലെ ഉണ്ടായിരുന്നെന്ന്. ഓക്കെ, ഇപ്പോൾ 9ാം ക്ലാസ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ബാക്കി നോക്കിയേ എന്താണ്? മിസ്റ്റർ ബർമൻ, an old man who lives in the apartment below Sue and John C, who enjoys ringing work sometimes as an artist model and as yet had made no progress over the past 40 years on painting his own masterpiece, becomes in typical. അപ്പോൾ എന്താ പറയണ? ഈ ഒരു സമയത്ത് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെ നമ്മുടെ സ്യൂവിന്റെയും ജോൺസിന്റെയും അപ്പാർട്ട്മെന്റിന്റെ താഴെ ആരുണ്ടായിരുന്നു? ബർമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ബർമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാൾ എന്താണ്? അയാൾക്ക് ഏകദേശം എന്താണ്? അത്യാവശ്യം വയസ്സുള്ള ഒരാളാണ്. അത് മാത്രമല്ല അയാൾ എന്താണ്? കള്ളൊക്കെ കുടിച്ച് ഡ്രിങ്ക് ചെയ്യും. പിന്നെ അത് മാത്രമല്ല വർക്ക് സംടൈംസ് ആസ് ആൻ ആർട്ടിസ്റ്റ് മോഡൽ. അതായത് ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റിന്റെ മോഡലൊക്കെ ആയിട്ട് ആര് പോയിരിക്കും? നമ്മുടെ ബർമൻ പോയിരിക്കും. അത് മാത്രമല്ല who enjoys drinking works sometimes as the artist model and as yet has made no progress over the past 14 years on painting his own masterpiece. അതായത് അയാൾ എന്താണ്? 40 കൊല്ലമായിട്ട് ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാനായിട്ട് ആരിയ്ക്കാണ്? നമ്മുടെ ബർമൻ ഇരിക്കുകയാണ്. എന്താണ്? 40 കൊല്ലമായിട്ട് ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാനായിട്ട് ആരിയ്ക്കാണ്? നമ്മുടെ ബർമൻ ഇരിക്കുകയാണ്. പക്ഷേ ഇതുവരെ എന്താണ് അയാൾ അതിന് വേണ്ടി ഒരു എഫോർട്ടും ആരെടുത്തിട്ടില്ല? നമ്മുടെ ബർമൻ എടുത്തിട്ടില്ല. ഓക്കെ, ബാക്കി നോക്കിയാലോ. ഹെൻറി ഫാഷൻ ദി ഹീറോ. ഇവിടെ ഹീറോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരാണ്? അപ്പോൾ ബർമനാണ് ഹീറോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബർമനാണ് ആര് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹീറോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നോക്കിയാലോ. ദി എവിഡൻസ് ഓഫ് ഹിസ് ഹീറോയിസ് ആർ ഫൗണ്ട് ദി ഡേ ബിഫോർ ഹി ഡൈസ് ഫ്രം ദി ന്യൂമോണിയ. അതായത് അയാളൊരു ഹീറോ ആണെന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? അയാൾ മരിച്ചതിന് ശേഷമാണ് അയാൾ ഒരു ഹീറോ ആണെന്ന് മനസ്സിലാവുന്നത്. കാരണം ഔട്ട്സൈഡ് ജോൺസീസ് വിൻഡോ ആർ എ ലാഡർ എ ലാന്റേൺ സ്റ്റിൽ ലൈറ്റഡ്. അതായത് ജോൺസിയുടെ വിൻഡോയുടെ എന്ത് കാണാണ്? ഒരു ലാഡർ, ഒരു ഏണി കാണുന്നത്. മാത്രമല്ല എന്താണ് നമ്മ ഇതിൻ്റെ അവിടെ എന്ത് കാണുന്നുണ്ട്? ഒരു ഏണി കാണുന്നുണ്ട്. അത് മാത്രമല്ല വേറെ എന്താണ്? ലാന്റേൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മറ്റേ കാര്യത്തിൽ എന്താ പറയാ?
പണ്ടത്തെ ഒരു വിളക്ക് ഉണ്ടാവില്ലേ, പണ്ടത്തെ ഒരു വിളക്കില്ലേ, ആ ഒരു വിളക്കും അവിടെ കാണുന്നുണ്ട്, ആ ഒരു ലാഡറിന്റെ ആ ഒരു ജോൺസിയുടെ വിൻഡോ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ ലൈറ്റ്, ആ ഒരു ലാന്താണ് ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോൺസിയുടെ വിൻഡോയിൽ കൂടിയാണ് അവൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ലീവ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് കാണാണ്, ആ വിൻഡോയുടെ സൈഡിലായിട്ട് എന്ത് കാണാണ്, ഒരു ഏണി കാണുന്നുണ്ട്. എന്ത് കാണുന്നുണ്ട്, ഒരു ഏണി കാണുന്നുണ്ട്. അത് മാത്രല്ല ഒരു ഏണി കാണുന്നുണ്ട്. അത് മാത്രല്ല വേറെ എന്താ പറയണത്, ഒരു ഏണിയും പിന്നെ ഒരു എന്താണ്, ഇപ്പൊ ഈ കത്തിച്ച് പിടിക്കണം, അതായത് പണ്ടത്തെ കാലത്തെ വിളക്കുണ്ടാവില്ലേ, വിളക്കുണ്ടാവില്ലേ, ആ വിളക്കും. ഓക്കെ, ആ വിളക്കും കാണുന്നുണ്ട്. ഇനി വേറെ നമുക്ക് നോക്കാം, വേറെ എന്താണ്, some scattered brushes and palette with green and yellow colors mist on it. അത് മാത്രമല്ല അവിടെ എന്ത് കിടക്കുന്നുണ്ട്, കുറച്ച് ബ്രഷസ്, അതായത് നമ്മൾ പെയിന്റ് ചെയ്യുന്ന ബ്രഷുകൾ ഉണ്ടാവില്ലേ, മിസ് പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതാൻ പഠിപ്പിച്ചുതരാം കേട്ടോ. പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, ശ്രദ്ധിക്ക്. എന്താണ് അവിടെ കുറച്ച് ബ്രഷസുകൾ, പെയിന്റ് ചെയ്യണ കുറച്ച് ബ്രഷസുകൾ കാണുന്നുണ്ട്. പിന്നെ കാണുന്നതാണ് പാലറ്റ്, അതായത് ഈ പെയിന്റ് മിക്സ് ചെയ്യുന്ന പാലറ്റുകൾ ഉണ്ടാവില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പെയിന്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തെ പാലറ്റുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പാലറ്റുകളും കാണുന്നുണ്ട്. പിന്നെ എന്താണ് അതിലുള്ള കളർ, ആ പാലറ്റിലുള്ള കളർ എന്തായിരുന്നു, ഗ്രീനും യെല്ലോ ആയിരുന്നു അതിലുള്ള കളേഴ്സ്. ഇറ്റ്സ് ബർമൻസ് മാസ്റ്റർ പീസ്. അയാൾ എന്താണ് അന്നൊരു ഈ ചിത്രം വരച്ചു, അതാണ് എന്ത് അയാളുടെ മാസ്റ്റർ പീസ്. അയാൾ എന്താണ് ഒരു ചിത്രം വരച്ചു, അതാണ് എന്ത് അയാളുടെ മാസ്റ്റർ പീസ്. ഇനി അടുത്തത് നോക്കാം, എന്താണ് ഹി പെയിന്റഡ് ഇറ്റ് എ ലീഫ്. അയാൾ എന്താണ് വരച്ചത്, ആ ലാസ്റ്റ് ലീഫ് വരച്ചത് ആരാണ്, നമ്മുടെ ബർമൻ ആണ് ആ ലാസ്റ്റ് ലീഫ് വരച്ചത്. There the night that the last leaf fell, Sue informs Johnsy, there are two interesting things I found in this story in addition to the general theme of the death and dying. അതായത് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ജോൺസി ആ ഒരു എന്തെങ്കിലും നോക്കി കിടക്കായിരുന്നു, വിൻഡോയിലോട്ട് നോക്കി കിടക്കായിരുന്നു അല്ലേ. അതിൽ ആ ഒരു ivy പ്ലാന്റ് ഓരോ വീണുകൊണ്ടിരിക്കുമ്പോഴും, ഓരോ ഇലകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്യും, അവളുടെ ലൈഫ് അവിടെ അവസാനിക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാരറിഞ്ഞു, ബർമൻ 40 കൊല്ലമായിട്ട് ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതറിഞ്ഞതിന് ശേഷം അവൻ എന്ത് വിചാരിക്കുകയാണ്, അവൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കാനായിട്ട് ആര് സ്റ്റാർട്ട് ചെയ്യണം, ബർമൻ സ്റ്റാർട്ട് ചെയ്യണം. വരയ്ക്കണ മാസ്റ്റർ പീസ് എന്താണ്, അതായത് ഒരു കറക്റ്റ് അവിടെ ശരിക്കും ഒരു ഇല ഇരിക്കണ പോലെ ആര് വരയ്ക്കും, ബർമൻ വരയ്ക്കും. ഒരു ക്യാൻവാസിൽ വരച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഈ വിൻഡോയുടെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജോൺസി എന്താണ് വിചാരിക്കണത്, ശരിക്കുള്ള ലീവ്സ് ആണെന്ന് വിചാരിക്കും, ലാസ്റ്റ് ലീഫ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ബാക്കി നോക്കിയാലോ. അവിടം വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി പറയാൻ പോണത് ഇതിലുള്ള 2 തീംസ് ആണ്. ഡൈയിങ്ങും ഡെത്തും ആണെന്ത്, മരിച്ചു കഴിഞ്ഞതും മരണപ്പെടുന്നതും. ഡൈയിങ്ങും ഡെത്തും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്രീസിയേഷൻ ഒന്നുമില്ല, ഒരു അപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞു, ഇനി അപ്രീസിയേഷൻ പറയാം. ഓക്കെ, ഡൈയിങ്ങും ഡെത്തും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടുമാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞൊരു തീം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഫസ്റ്റ് there is an ambiguity surrounding the relationship of the two women. I believe that they may have been lovers, but it was something that the author only felt comfortable hinting that. അതായത് ഇതിന്റെ ഫസ്റ്റിൽ നമ്മുടെ സ്യൂവും ജോൺസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ വിചാരിക്കണം. പക്ഷെ നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. അത് അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു ബോണ്ടിങ് ആണ് അതിൽ കാണിക്കണത്. ഇനി വേറെ ബട്ട് ഇറ്റ് വാസ് സംതിങ് ദാറ്റ് ദി ഓതർ ഓൺലി ഫെൽറ്റ് കംഫർട്ടബിൾ ഹിന്റിങ് ഇറ്റ്. അതായത് ആ ഒരു സംഭവം ആർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, നമ്മുടെ ഓതറിന് മാത്രമേ മനസ്സിലായുള്ളൂ. ഇനി വേറെ നോക്കിയാലോ. Second, I have been fascinated for years about the number of persons, especially among the how cases I have seen on the round who have ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. മെയിനായിട്ട് ചാപ്റ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചാപ്റ്റർ എന്താണ്, ഇതിൽ മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആരൊക്കെയാണുള്ളത്? ഒരു ക്യാരക്ടറിന്റെ പേരെന്താണ്, ഒരു ക്യാരക്ടറിന്റെ പേര് ബർമൻ, വേറൊരു ക്യാരക്ടറിന്റെ പേരെന്താണ് സ്യൂ, വേറൊരു ക്യാരക്ടറിന്റെ പേരെന്താണ് ജോൺസി. അങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് നമുക്കുള്ളത്. ആ ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പം ഇന്നിവിടെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ വേഗം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ
ഇതിൽ പിന്നെ വരുന്ന ക്വസ്റ്റൻ ആണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ചിലപ്പോൾ ഇതിനെ ഈ റൈറ്റ് അപ്പാർഡ് റിലേഷനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ആണെന്ത്, ക്യാരക്ടർ സ്കെച്ച്. 3 ആൾക്കാരും ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പറയുന്നുണ്ട്. 3 ആൾക്കാരും ക്യാരക്ടർ സ്കെച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ജോൺസിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ജോൺസിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ജോൺസിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ഫസ്റ്റ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. നോക്കിയേ, ദി ലാസ്റ്റ് ലീഫ് ഈസ് എ ഷോർട്ട് സ്റ്റോറി. ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് സ്റ്റോറി ആണ്. എഴുതിയേക്കുന്നത് ആരാണ്, ഓ ഹെൻറി ആണ് ഇത് എഴുതിയേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ക്യാരക്ടർ സ്കെച്ച് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷോർട്ട് സ്റ്റോറി ആണ്. ആരാണ് എഴുതിയേക്കുന്നത്, ഓ ഹെൻറി ആണ് എഴുതിയേക്കുന്നത്. ദി മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി ഷോർട്ട് സ്റ്റോറി ആർ സ്യൂ, ജോൺസി, ബർമൻ. അതായത് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, സ്യൂ, ജോൺസി, ബർമൻ. ഇങ്ങനെയുള്ള 3 പേരാണ് എന്ത് ഇതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്രീസിയേഷൻ ഇല്ലേ നെഹ്നൂസ്, മോനെ എന്തായാലും അപ്രീസിയേഷൻ പറയാം, എന്തായാലും അപ്രീസിയേഷൻ പറയാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ദി സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ഗ്രീൻവിച്ച് വില്ലേജ്, ന്യൂയോർക്ക് സിറ്റി. അതായത് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് എവിടെയാണ്, ഗ്രീൻവിച്ച് വില്ലേജ്, ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഗ്രീൻവിച്ച് വില്ലേജിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ജോൺസി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി ദി ലാസ്റ്റ് ലീഫ്. ഈ ലാസ്റ്റ് ലീഫിലെ മെയിൻ ക്യാരക്ടർ പേരാണ് എന്ത്, ജോൺസി. ഇനി ഷീ ഈസ് ജോൺസി ആൻ ആർട്ടിസ്റ്റ്. അതായത് ജോൺസി എന്താണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. ജോൺസി എന്താണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. അത് മാത്രമല്ല സ്യൂ ആൻഡ് ജോൺസി ആർ ക്ലോസ് ഫ്രണ്ട്സ്. സ്യൂവും ജോൺസിയും എന്താണ്, ക്ലോസ് ഫ്രണ്ട്സ് ആണ്. സ്യൂവും ജോൺസി എന്താണ്, ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇനി ജോൺസി റിയൽ നെയിം ഈസ് ജോഅന. ജോൺസിയുടെ ശരിക്കുള്ള പേരാണെന്ത്, ജോഅന. മറക്കണ്ട കേട്ടോ, ജോൺസിയുടെ റിയൽ നെയിം ആണെന്ത്, ജോഅന. ജോൺസി വാസ് അറ്റാക്ക്ഡ് ബൈ നിമോണിയ. ജോൺസിക്ക് എന്താണ്, അറ്റാക്ക്ഡ് ബൈ നിമോണിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവൾക്ക് നിമോണിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഷീ ഈസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. അവൾ എന്താണ്, വയ്യാണ്ടായി, നിമോണിയ വന്നൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്. ഷീ കമ്പയർസ് ഹെർ കണ്ടീഷൻ ടു എ പ്ലാന്റ് ഓഫ് ഐ വി വെയിൻ. അവൾ എന്താണ്, അവളുടെ ആ ഒരു കണ്ടീഷൻ, അവൾക്ക് ആ ഒരു അസുഖം വന്ന ഒരു കണ്ടീഷൻ എന്തിനായിട്ട് കമ്പയർ ചെയ്യാണ്, ഒരു ഐ വി വൈനായിട്ട് കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയണത് എന്താണ്, ഷീ ബിലീവ്സ് ദാറ്റ് വെൻ ദി ലാസ്റ്റ് ലീഫ് ഓൺ ദി പ്ലാന്റ് ഫാൾ ഷീ ആൾസോ വിൽ ഡൈ. അവളൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. എന്താണ് വിശ്വസിക്കണത്, അതായത് എപ്പോഴാണോ ആ ലാസ്റ്റ് ലീഫ് വീഴുന്നത് അപ്പോൾ തന്നെ എന്താണ്, അവൾ മരിച്ചു പോകുന്ന ആര് വിശ്വസിക്കുകയാണ്, ജോൺസി വിശ്വസിക്കുകയാണ്. ദിസ് വെറീസ് ഹെർ ഫ്രണ്ട് സ്യൂ. അപ്പോൾ ഇതാർക്ക് ഭയങ്കര വിഷമാവും, നമ്മുടെ സ്യൂ എന്ന് പറയുന്ന ജോൺസിയുടെ ഫ്രണ്ടിന് ഭയങ്കര വിഷമാവും. ജോൺസി ഡസ് നോട്ട് കെയർസ് ദി മൈൻഡ് ഓഫ് സ്യൂ. പക്ഷെ ജോൺസി എന്താണ്, സ്യൂയുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കണില്ല. സ്യൂയുടെ കാര്യം ആരും ചിന്തിക്കണില്ല, ജോൺസി ചിന്തിക്കണില്ല. ഓക്കെ, ബർമൻ ഡ്രോസ് എ പിക്ചർ ഫോർ ജോൺസി. ദിസ് പിക്ചർ ഓഫ് ദി ലാസ്റ്റ് ലീഫ് ഓഫ് ദാറ്റ് ഓൾഡ് ഐവി വൈൻ ചേഞ്ചസ് ദി മൈൻഡ് ഓഫ് ജോൺസി. അപ്പോൾ എന്താ പറയണത്, ജോൺസി എന്താണ്, ആരെ കാര്യങ്ങളൊന്നും ചിന്തിക്കണില്ല, നമ്മുടെ സ്യൂയുടെ കാര്യമൊന്നും ചിന്തിക്കണില്ല. പക്ഷേ ബർമൻ ഡ്രോസ് എ പിക്ചർ. ബർമൻ എന്താണ്, ആർക്ക് വേണ്ടി ഒരു പിക്ചർ വരയ്ക്കുകയാണ്, ജോൺസിക്ക് വേണ്ടി ഒരു പിക്ചർ വരയ്ക്കുകയാണ്. ഓക്കെ, ദിസ് പിക്ചർ ഓഫ് ലാസ്റ്റ് ലീഫ് ഓഫ് ദാറ്റ് ഓൾഡ് ഐവി വൈൻ ചേഞ്ചസ് ദി മൈൻഡ് ഓഫ് ജോൺസി. അതായത് ആ ഒരു ഐവി വൈൻ്റെ ആ ഒരു ചിത്രം കാണുമ്പോൾ നമ്മുടെ ജോൺസിയുടെ എന്താണ്, ജോൺസിയുടെ മൈൻഡ് മാറാണ്. ജോൺസിയുടെ മൈൻഡ് എന്താണ്, മാറാണ്. ഓക്കെ, അതായിട്ട് എന്താ സംഭവിക്കണത്, ഷീ ബിക്കംസ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഗെറ്റ്സ് വെൽ. അപ്പോൾ എന്താണ്, അവൾക്ക് എന്താണ്, ഒരു ശുഭാപ്തി വിശ്വാസം വരാണ്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ശുഭാപ്തി വിശ്വാസം ആർക്ക് വരാണ്, നമ്മുടെ ജോൺസിക്ക് വരാണ്. അങ്ങനെ അവൾ എന്താണ്, സുഖം പ്രാപിക്കുന്നുണ്ട്. ഷീ ഷോസ് ഹെർ വിഷ് ടു ഡ്രോ ദി പിക്ചർ. അപ്പോൾ എന്താണ്, അവൾക്ക് എന്താണ്, ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, അവൾ വരയ്ക്കാനായിട്ട് വീണ്ടും അങ്ങനെ വരയ്ക്കണം എന്നുള്ള സംഭവം ആർക്കും വരാണ്, വീണ്ടും നമ്മുടെ ജോൺസിക്ക് വരുന്നുണ്ട്. ഇനി ജോൺസി ഈസ് എ മെമ്മറബിൾ ക്യാരക്ടർ. ജോൺസി എന്താണ്, എപ്പോഴും ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഇനി ഷീ അട്രാക്ട്സ് ദി മൈൻഡ് ഓഫ് ദി റീഡർ. അതെന്താ, എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജോൺസി എന്താണ് ആ ഒരു റീഡർ, ആരാണോ ആ ഒരു ബുക്സ് വായിക്കുന്നത് അവരുടെ മൈൻഡ് എന്താണ് എപ്പോഴും അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കുറേ പേര് എന്തൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. മിസ്സിൻ്റെ നെയിം നെഹന. അമൃതരാജ് ഹായ്. പിന്നെ നിങ്ങൾക്ക് ഈ ജോൺസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ ആയില്ലേ, ബാക്കി പറഞ്ഞാലോ പ്രൊഫൈല് പറയാട്ടോ, പ്രൊഫൈല് പറയാം. 2 ക്യാരക്ടറിസ്റ്റിക്സ് കൂടിയും പറയേണ്ടത് കഴിഞ്ഞ് പ്രൊഫൈല് പറയാട്ടോ. പ്രൊഫൈല് പറയാം. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോണ സ്യൂ ആണ്. സ്യൂ അങ്ങനെ ചോദിച്ചു കാണാനുള്ള കുറവാണ്, പക്ഷെ എന്നാലും നമുക്ക് വേഗം ഒന്ന് പറയാം. ഓക്കെ, എന്താണ്, സ്യൂ വാസ് എ യങ് ആർട്ടിസ്റ്റ് ഹു ലീവ്ഡ് വിത്ത് ജോൺസി. സ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു യങ് ആർട്ടിസ്റ്റ് ആണ്. ആരുടെ കൂടെയാണ് ജീവിക്കണത്, ജോൺസിയുടെ കൂടെയാണ് ജീവിക്കണത്. ഷീ ട്രൈസ് ഹെർ ബെസ്റ്റ് ടു കംഫർട്ട് ജോൺസി ആൻഡ്
help her get better from her illness. അതായത് നമ്മുടെ ജോൺസിന് എന്താണ് ജോൺസിക്ക് സുഖം പ്രാപിക്കാനായിട്ട് ആരെന്ത് ചെയ്യുന്നുണ്ട് നോക്കിയേ. ഷീ ട്രൈഡ് ഹെർ ബെസ്റ്റ് ടു കംഫർട്ട് ജോൺസി. അതായത് ജോൺസിനെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്യൂ എന്താണ് അവളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ആൻഡ് ഹെൽപ്പ് ഹെർ ഗെറ്റ് ബെറ്റർ ഫ്രം ഹെർ ഇൽനെസ്. അതായത് അവളുടെ ആ ഒരു ഇൽനെസ് മാറാനായിട്ട് എന്താണ് അവൾ ചെയ്യണത്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. ബട്ട് ദി ജോൺസി വുഡൻറ്റ് ലിസൺ ടു ഹെർ. പക്ഷെ ജോൺസി എന്താണുള്ളത് പറയണതും കേൾക്കണില്ല. ഷീ വാസ് adamant. Sue sought help from the Burman to solve the problem by painting a leaf on the wall. So find this Sue is the true friend of Johnsy. സ്യൂടെ അങ്ങനെ ചോദിച്ച് കാണാറില്ല. അതാണ് ഞാൻ ഇത്ര കുറച്ച് ഷോർട്ടായി തന്നത്. ഇതിൽ ഇനി ചോദിക്കാൻ കുറച്ച് ചാൻസ് ഉള്ളത് ബർമൻ്റെ ആണ്. ഓക്കെ, ബർമൻ്റെ നമുക്ക് നോക്കാം. ബർമൻ്റെ നോക്കിയേ, ഇച്ചിരി ലെങ്തി ആണ് കേട്ടോ ബർമൻ്റെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ബർമൻ്റെത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ബർമൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കിയേ, the painter Burman was 16 years old, lived on the ground floor of the house when Sue and Johnsy lived. അതായത് ഈ ഒരു പെയിന്ററുടെ പേരെന്താണ് ബർമൻ എന്നാണ് പേര്. എത്ര വയസ്സുണ്ട്? ഏകദേശം 60 വയസ്സുണ്ട്. എത്ര വയസ്സുണ്ട്? ഏകദേശം 60 വയസ്സുണ്ട്. ഓക്കെ, അയാൾ എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ഒരു നമ്മുടെ സ്യൂൻ ജോൺസി താമസിക്കുന്ന വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആര് താമസിച്ചിരുന്നത്? നമ്മുടെ ബർമൻ താമസിച്ചിരുന്നത്. ഓക്കെ, ഹി ഹാഡ് എ ലൈഫ് ലോങ് ഡ്രീം ടു പെയിന്റ് സംതിങ് ബ്യൂട്ടിഫുൾ. അയാൾക്ക് എന്താണ് അയാളുടെ ജീവിതകാലം, അതായത് അയാൾക്കൊരു മാസ്റ്റർ പീസ് വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്യൂ ടോൾഡ് ഹിം അബൌട്ട് ജോൺസി. അതായത് ബർമനോട് ജോൺസിനെ പറ്റി ആര് പറയാണ്? സ്യൂ പറയാണ്. ജോൺസി felt she would die once the last leaf fell from the ivy covered creeper outside his window. His അല്ല her window ആണ് കേട്ടോ. her window ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയണത്? സ്യൂ ആരുടെ കാര്യം പറയുന്നുണ്ട്? ജോൺസിയുടെ കാര്യം പറയുന്നുണ്ട്. ജോൺസി മനസ്സിൽ വിചാരിച്ചേക്കാണ് എന്താ അവൾ മരിച്ചു പോകും. എപ്പോഴാണ് മരിച്ചു പോവുക? ആ ലാസ്റ്റ് ലീഫ്, ആ ഒരു ഐവി വൈനുമുള്ള ലാസ്റ്റ് ലീഫ് വീഴുമ്പോൾ അവൾ മരിച്ചു പോകുന്ന ആര് വിചാരിച്ചിട്ടുണ്ട്? നമ്മുടെ ജോൺസി വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ബർമൻ തോട്ട് ഓഫ് പ്ലാൻ ടു സേവ് ഹെർ ലൈഫ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബർമൻ എന്ത് ചെയ്യാണ്? അവൾ എങ്ങനെയും സേവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബർമൻ എങ്ങനെയും അവളെ സേവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ സേവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യണത്? ഹി ലവ് ടു പെയിന്റ് ആൻഡ് സ്പെൻഡ് ഹിസ് ടൈം ഡ്യൂറിങ് evenings paying attention to nature. One night he visited a nearby park near his home and saw a leaf on the ivy. The next day the leaf became entangled on his roof gutters and Johnsy gasped for breath. But Burman didn't die from pneumonia because she was out painting all night on the behalf of another person in place of himself. This would lead him to the achieving one of his life's biggest dreams, to be able to paint a masterpiece. അപ്പോൾ ഇതിലെന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മിസ് പ്രയർ ഇൻ സ്പ്രിങ് പറയുമോ? പറയാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് എനിക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ എന്താണ് നമ്മുടെ ബർമൻ എന്താണ് അവരുടെ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോർ താമസിക്കുന്ന ആളാണ് നമ്മുടെ ബർമൻ എന്ന് പറയുന്നത്. അയാൾക്ക് എന്താണ് അയാളുടെ ഒരു ആഗ്രഹമാണ് എന്ത്? മാസ്റ്റർ പീസ് വരയ്ക്കാന്നുള്ളത്. അപ്പൊ ജോൺസി എന്താണ് ജോൺസിയുടെ കാര്യം ആര് പറയാണ്? സ്യൂ ജോൺസിന്റെ കാര്യം ആരോട് പറയാണ്? ബർമനോട് പറയാണ്. സ്യൂ എന്താണ് ജോൺസിന്റെ കാര്യം ആരോട് പറയാണ്? ബർമനോട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഇത് കേൾക്കുമ്പോൾ അവിടെ ബർമൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ജോൺസിനെ രക്ഷിക്കണം. സ്യൂയുടെ വിഷമം കണ്ടിട്ട് എങ്ങനെയെങ്കിലും ജോൺസിനെ രക്ഷിക്കണം എന്ന് ആര് ഡിസൈഡ് ചെയ്യാണ്? ബർമൻ ഡിസൈഡ് ചെയ്യാണ്. അങ്ങനെ അയാളുടെ മാസ്റ്റർ പീസ് ആര് വരയ്ക്കാണ്? ബർമൻ വരയ്ക്കാണ്. മാസ്റ്റർ പീസ് വരച്ചിട്ട് എന്താ ചെയ്യണേ? മാസ്റ്റർ പീസ് അയാൾ വരയ്ക്കാണ്. മാസ്റ്റർ പീസ് എന്താണ് അയാൾ വരയ്ക്കാണ്. പക്ഷേ ആ മാസ്റ്റർ പീസ് വരച്ചതിന് ശേഷം എന്താണ് അയാൾക്ക് പറ്റുന്നത്? അയാൾ മരിച്ചു പോവാണ്. മാസ്റ്റർ പീസ് വരച്ചതിന് ശേഷം അയാൾക്ക് എന്താണ് പറ്റുന്നത്? അയാൾ മരിച്ചു പോവാണ്. ഓക്കെ, ഇനി വേറെ നമുക്ക് നോക്കിയാലോ. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് പറയാം കേട്ടോ. ഇതാണ് ബർമൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നമ്മൾ ബർമൻ്റെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു, ജോൺസിയുടെ പറഞ്ഞു, സ്യൂടെ പറഞ്ഞു. ബർമൻ്റെ പറഞ്ഞു, ജോൺസിയുടെ പറഞ്ഞു, സ്യൂടെ പറഞ്ഞു കേട്ടോ. 3 ക്യാരക്ടർ സ്കെച്ചുകളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ബാക്കി നോക്കിയാലോ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോണത് പ്രൊഫൈലാണ്. എങ്ങനെയാണ് പ്രൊഫൈൽ ഏതാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, എങ്ങനെയാണ് പ്രൊഫൈൽ ഏതാണെന്ന് നോക്കാൻ പോണത്. ഓക്കെ,
1 മിനിറ്റ് കേട്ടോ. ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, നോക്കിയേ. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കുക. പ്രൊഫൈൽ ഏതാണ് നമ്മൾ നോക്കാൻ പോണത്? പ്രൊഫൈലാണ് നോക്കാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പ്രൊഫൈലാണ് നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ എഴുതുക എന്നുള്ളതാണ് നോക്കാൻ പോണത്. ഓക്കെ, എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതാന്നുള്ളത് നോക്കാൻ പോണത്. നോക്കിയേ, ഫസ്റ്റ് തന്നെ ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരയ്ക്കണം. ഒരു ബോക്സ് വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ പുറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഫൈലിൽ നിന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. ബോക്സിൻ്റെ പുറത്തായിട്ട് എന്ത് ചെയ്യുക? പ്രൊഫൈലിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. കേട്ടോ. ഓക്കെ, പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളെ വേണം അല്ലേ? പ്രൊഫൈൽ എഴുതാനായിട്ട് നമുക്ക് ഓൾറെഡി എന്ത് തരും? കുറച്ച് ഹിൻസ് തരും. ഇപ്പോൾ ആരാണ്? നമ്മുടെ ഖലീൽ ജിബ്രാൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ആളെ പറ്റിയാണോ പ്രൊഫൈൽ എഴുതുന്നത്? എന്ത് ചെയ്യുക? അയാളുടെ പേര് വലുതാക്കി അങ്ങോട്ട് എഴുതാം. ഖലീൽ ജിബ്രാൻ. കണ്ടില്ലേ? അയാളുടെ പേര് വലുതാക്കി അങ്ങോട്ട് എഴുതാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിയേ. ഇനി ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് ഫസ്റ്റ് വന്നേക്കണ ഹിന്റ് എന്തായിരിക്കും? ബർത്ത് ആയിരിക്കും അല്ലേ? ജനിച്ചതായിരിക്കും ഫസ്റ്റ് വന്നേക്കണ ഹിന്റ്. അപ്പോൾ ബർത്തിന് നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് മിസ് പറയാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കിയേ, ഹി വാസ്. ഇവിടെ വാസ് വരാനുള്ള കാരണം ഹി എന്നല്ല ഖലീൽ ജിബ്രാൻ നമ്മൾ തുടങ്ങാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതണത്. ഓക്കെ, എന്താണ് ഹി വാസ് വരാനുള്ള കാരണം എന്താണ്? അത് ഓൾറെഡി നടന്നൊരു കാര്യമല്ലേ? പാസ്റ്റ് ടെൻസ് നടന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരുള്ളൂ? വാസ് വരുള്ളൂ. ഹി വാസ് ബോൺ കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഓൺ കൊടുക്കണം. ഓൺ കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഓൺ കൊടുക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഡേറ്റിന് മുന്നിൽ എപ്പോഴും എന്ത് വെക്കുള്ളൂ? ഓൺ വെക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതാം. ഇപ്പം ഏതൊരു ഡേറ്റ് എന്നാണ്? കൈന്നിട്ട് എഴുതാനാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഏതൊരു ഡേറ്റ് കൈന്നിട്ട് എഴുതാനാണ്. നോക്കിയേ. ഇപ്പോൾ 28 മാർച്ച് 1998 ഒരു ഡേറ്റ് എഴുതി. ഇനി ബാക്കി നോക്കിയാലോ? ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻ എന്നിട്ട് എന്ത് കൊടുക്കുക? സ്ഥലം കൊടുക്കുക. പ്ലേസിന് മുന്നേ എന്ത് വെക്കണം? ഇൻ കൊടുക്കണം. ഇൻ പറഞ്ഞിട്ട് ഏതൊരു സ്ഥലം. ഇപ്പം മിസ് പെട്ടെന്ന് പറയാൻ നിൽക്കുന്ന രീതിയിൽ എഴുതണം കേട്ടോ. ഏതൊരു സ്ഥലം, ലൈക്ക് ഇപ്പം ന്യൂയോർക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പം ന്യൂയോർക്ക് എന്ന് കൊടുക്കുക. ഇൻ ന്യൂയോർക്ക്. മനസ്സിലായോ? ഫസ്റ്റ് ലൈൻ മനസ്സിലായില്ലേ? ഹി എന്ന് പറഞ്ഞ പകരം ഖലീൽ ജിബ്രാൻ എന്ന് കൊടുത്തോടെ നിങ്ങൾ ഖലീൽ ജിബ്രാൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഖലീൽ ജിബ്രാൻ വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വാസ് വരാനുള്ള കാരണം? ഓൾറെഡി നടന്നൊരു കാര്യം ആയതുകൊണ്ട് എന്ത് വരും? വാസ് വരും. അത് കഴിഞ്ഞിട്ട് ബോൺ കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക? ഓൺ കൊടുക്കുക. ഓൺ കൊടുക്കാനുള്ള കാരണം എന്താണ്? ഓൺ കൊടുക്കാനുള്ള കാരണം ഡേറ്റിന് മുന്നേ നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കണം? ഓൺ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ്? പ്ലേസിന് മുന്നേ എപ്പോഴും എന്ത് കൊടുക്കണം? ഇൻ കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്ക്. ഇത്രയും മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി ബാക്കി പറയാ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇത്രയാണ് ഫസ്റ്റ് ബർത്ത്. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ആണെന്ന് വിചാരിക്കാം. എഡ്യൂക്കേഷൻ എങ്ങനെ എഴുതാനാണ് നമുക്ക് നോക്കേണ്ടത്.
എഡ്യൂക്കേഷൻ. നോക്കിയേ, എഡ്യൂക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. അടുത്ത് നോക്കാൻ പോണത് എന്താണ്? എഡ്യൂക്കേഷൻ ആണ് നോക്കാൻ പോണത്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് മിസ് പറയാൻ പോണത്. നോക്കിക്കോട്ടാ. ഹി കംപ്ലീറ്റഡ് his education എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഇൻ കൊടുത്തിട്ട് ഏതാണോ ആ ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ സ്ഥലത്തിൻ്റെയോ പേര് അതങ്ങോട്ട് കൊടുക്കുക. കോളേജിൻ്റെയോ സ്കൂളിൻ്റെയോ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഏതാണോ അതങ്ങോട്ട് കൊടുക്കാം. മനസ്സിലായോ? ഇവിടെ എന്ത് കൊടുക്കണം? അപ്പോൾ പ്ലേസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻ കഴിഞ്ഞാൽ എപ്പോഴും എന്ത് കൊടുക്കണം? പ്ലേസ് കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി ബാക്കി നോക്കാം. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇന്നോട്ട് എന്ത് കൊടുക്കുക? ആ ഒരു പ്ലേസ് കൊടുക്കുക. ബാക്കി നോക്കിയാലോ? അത് കഴിഞ്ഞിട്ട് അപ്പോൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? നമ്മുടെ മേജർ വർക്ക്സ്. അടുത്ത നോക്കണത് എന്താണ്? മേജർ വർക്ക്സ് ആണ് നമ്മൾ നോക്കണത്. മേജർ വർക്ക്സ് ആണ് നോക്കണത്. മേജർ വർക്ക്സ് നോക്കിയേ ഇങ്ങനെ എഴുതാ. ഹിസ് മേജർ വർക്ക്സ്. മേജർ എന്നല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്നല്ലെങ്കിൽ നോട്ടബിൾ എന്ന് എഴുതാം കേട്ടോ. ഹിസ് മേജർ വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക? എന്തൊക്കെയാണോ മേജർ വർക്ക്സ് തന്നേക്കണത് ആ മേജർ വർക്ക്സ് അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായോ? എന്തൊക്കെയാണോ മേജർ വർക്ക്സ് തന്നേക്കണത് ആ മേജർ വർക്ക്സ് അങ്ങോട്ട് കൊടുക്കുക. ട്രയോ ചാപ്റ്റർ ട്രയോ പറയാം കേട്ടോ. ഇത് പറഞ്ഞിട്ട് ട്രയോ പറയാം. ഓക്കെ. എന്തൊക്കെയാണോ മേജർ വർക്ക്സ് തന്നേക്കണത് ആ മേജർ വർക്ക്സ് അങ്ങോട്ട് കൊടുക്കുക. എന്തൊക്കെയാണോ മേജർ വർക്ക്സ് തന്നേക്കണത് ആ മേജർ വർക്ക്സ് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെ പറഞ്ഞു? ബോൺ പറഞ്ഞു, എഡ്യൂക്കേഷൻ പറഞ്ഞു, പിന്നെന്താണ്? ബോൺ പറഞ്ഞു, എഡ്യൂക്കേഷൻ പറഞ്ഞു, പിന്നെന്താ? ടീച്ചർ എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കാണ്ടാവും അങ്ങനെയൊക്കെ തോന്നും. പറയണത് ഈ പ്രൊഫൈലിനെ പറ്റിയാണ് പറയണത്. ശ്രദ്ധിച്ചിരിക്കട്ടാ. ഓക്കെ. എഡ്യൂക്കേഷൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? മേജർ വർക്ക്സ് പറഞ്ഞു, ബോൺ പറഞ്ഞു. ഇനി പറയാൻ പോണ എന്താണ്? നോക്കിയേ, എന്തായിരിക്കും? അവാർഡ്സ് ആണ് പറയാൻ പോണത്. അവാർഡ്സ് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. അവാർഡ്സ് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് രണ്ട് രീതിയിൽ അവാർഡ്സ് പറയാൻ പറ്റും. ഒരു രീതി മിസ് പറഞ്ഞുതരാം. ഒരു രീതി അവാർഡ്സ് പറയാനുള്ള ഒരു രീതിയാണ് എന്ത്? അവാർഡ്സ്. ഒരു രീതിയാണ് എന്ത്? ഹി വാസ് അവാർഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? എന്തൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടോ അവാർഡ്സ് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇവിടെ ഇപ്പം എന്താണ് കൊടുക്കേണ്ടത്? അവാർഡ്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? അവാർഡ്സ് ആണ് കൊടുക്കേണ്ടത്. പിന്നെന്താണ്? പിന്നെ ഒരു കാര്യം, പിന്നെ ഈ അവാർഡ്സ് എഴുതാൻ വേണ്ടി വേറൊരു മെത്തേഡ് ഉണ്ട്. നോക്കിക്കോ. ഹി ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഏതൊക്കെയാണോ അവാർഡ്സ് അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ അവാർഡ്സിന് നമുക്ക് എങ്ങനെയാണ് രണ്ട് രീതിയിൽ എഴുതാനായിട്ട് പറ്റും. അവാർഡ്സ് എങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് രീതിയിലായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഒരു രീതി എന്താണ്? ഹി വാസ് അവാർഡഡ് ബൈ. അതാണ് എന്ത്? ഒരു രീതി. രണ്ടാമത്തെ രീതി എന്താണ്? നോക്കിയേ. ഹി ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക്. മനസ്സിലായോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളും ചോദിക്കാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തത്, ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് അൽമ മാറ്റർ എന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ അതെന്തായിരിക്കും? അൽമ മാറ്റർ. നോക്കിയേ. അൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇടക്കിട്ട് തരാറുണ്ട് പ്രൊഫൈലിൽ. അതെന്തായിരിക്കും? അത് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷനാണ്. അൽമ മാറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷനാണ്. ഓക്കെ. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോണത് ഡെത്ത് ആണ്. ഡെത്ത് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത എന്താണ് പറയാൻ പോണത്? ഡെത്ത് ആണ്. ലാസ്റ്റത്തെ നമ്മുടെ സെക്ഷൻ ആണ് കേട്ടോ ഡെത്ത് എന്ന് പറയുന്നത്. പ്രൊഫൈലിൽ ലാസ്റ്റ് ഭാഗമാണ് എന്ത്? ഡെത്ത്. അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോണത് എന്താണ്? ഡെത്ത് ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഡെത്ത് നോക്കിയേ. ഡെത്ത് പറയണ എങ്ങനെയാണ്? ഹി വാസ് passed away എന്നിട്ട് എന്ത് ചെയ്യുക? ഓൺ എന്നിട്ട് എന്ത് കൊടുക്കുക? ഓൺ കഴിഞ്ഞാൽ എന്തായിരിക്കും കൊടുക്കുക? ഡേറ്റ് അല്ലേ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡേറ്റ് കൊടുക്കുക. ഹി വാസ് പാസ്ഡ് അവേ ഓൺ എന്നിട്ട് എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക. ഏതെങ്കിലും ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ 25th January 2025.
അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി സംഭവമൊക്കെ എന്തെല്ലാം തന്നിട്ടുണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും. അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു ഡേറ്റ് എഴുതുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്നോട്ട് എന്ത് കൊടുക്കണം? സ്ഥലത്തിൻ്റെ പേര് കൊടുക്കണം. ഏതൊരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ കൊടുങ്ങല്ലൂർ ആണെങ്കിൽ എന്ത് കൊടുക്കുക? കൊടുങ്ങല്ലൂർ എന്ന് കൊടുക്കുക. കൊടുങ്ങല്ലൂർ, ഇൻ കൊടുങ്ങല്ലൂർ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് ചില ഇതിൽ എന്ത് തരും? ഇത് തരും. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, ഏജ് ഉണ്ടാവില്ലേ, മരിക്കുമ്പോൾ ആ ഒരു വയസ്സ്, അയാൾ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായി തരൂലേ, അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ് ദ ഏജ് ഓഫ് 65. അപ്പം ഞാനൊരു ഏജ് വെറുതെ എഴുതിയേക്കണതാണ്. അറ്റ് ദ ഏജ് ഓഫ് 65. മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്നുകൂടിയും പറയണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുകൂടിയും പറയാം. ജനനാണെങ്കിൽ എന്ത് എഴുതണം? ഹി വാസ് ബോൺ ഓൺ. ഓക്കെ, അങ്ങനെ തുടങ്ങാം. പിന്നെ എന്താണ്? എഡ്യൂക്കേഷൻ എന്ത് ചെയ്യും? ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാം. പിന്നെ വേറെ എന്താ പറയണത്? അവാർഡ്സ് ആണെങ്കിൽ എന്താണ്? ഹി ഗോട്ട് മെനി അവാർഡ്സ് അല്ലെങ്കിൽ ഹി വാസ് അവാർഡഡ് ബൈ. ഓക്കെ, പിന്നെ വേറെ എന്താണ്? മേജർ വർക്ക്സ് എന്താണ്? ഹിസ് ഓർ ഹെർ. മേജർ വർക്ക്സ് ആർ, അതായത് പെണ്ണാണെങ്കിൽ ഹെർ എന്ന് എഴുതാം, ആണാണെങ്കിൽ ഹിസ് എന്ന് എഴുതാം. ഓക്കെ, ഹിസ് ഓർ ഹെർ മേജർ വർക്ക്സ് ആർ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇത്രയും കാര്യമാണ്. പിന്നെ ഡെത്ത് നോക്കിയ ഡെത്ത് എന്താണ്? ഹി വാസ് പാസ്ഡ് അവേ ഓൺ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക? ആ ഒരു ഡേറ്റ് കൊടുക്കുക, ഇന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കുക, പിന്നെ ഒരു വയസ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. വയസ്സ് എന്താണ്? ഇപ്പോൾ അയാൾ മരിക്കുമ്പോഴുള്ള എത്ര വയസ്സിന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതാണെങ്കിൽ എത്രയാണോ വയസ്സ് നയിക്കണത് അറ്റ് ദ ഏജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏജ് കൊടുക്കുക. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പ്രൊഫൈൽ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾ അവിടെ മെസ്സേജ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി ബാക്കി നോക്കിയാലോ? അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കഴിഞ്ഞു. പ്രൊഫൈൽ കഴിഞ്ഞല്ലേ? പ്രൊഫൈൽ കഴിഞ്ഞു, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ഡയറി കഴിഞ്ഞു അല്ലേ? ഡയറി കഴിഞ്ഞു. നമുക്കിനി ഒരു ചാപ്റ്റർ നോക്കാം. ഇതേതായിരിക്കും ചാപ്റ്റർ? നോക്കിയേ, ഇതേതായിരിക്കും ചാപ്റ്റർ? ഒന്ന് നോക്കിയാടാ, ഏതായിരിക്കും ചാപ്റ്റർ? ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ചാപ്റ്റർ ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ഏതായിരിക്കും ചാപ്റ്റർ? ഇത് ഒന്ന് ആലോചിച്ചും കിട്ടും. ഏതാണ്? ദ ജംഗിൾ എയർ ക്രാഷ്. ആരുടെ ചാപ്റ്റർ ആണിത്? ദ ജംഗിൾ എയർ ക്രാഷ്. ജൂലിയാനെ കോഫ്കയുടെ ചാപ്റ്റർ ആണിത് നമ്മൾ ഇനി പറയാൻ പോണത്. ദ ജംഗിൾ എയർ ക്രാഷ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണിത് നമ്മളൊന്ന് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ഓക്കെ, നോക്കാം. നോക്കിയാലോ? നോക്കാം. എന്താണ്? The jungle air crash is a chilling experience of a plane crash on the slopes of the Andes in South America, narrated by Julian Koepke, the famous German biologist and writer. അപ്പോൾ ദി ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്നത് ശരിക്കും നടന്നൊരു സംഭവമാണ്. ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നടന്ന ഒരു സംഭവമാണ്. നമ്മുടെ ജൂലിയാനോ കോപ്കയുടെ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിയാണെന്ത്? ഈ ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്ന ഒരു ചില്ലിങ് എക്സ്പീരിയൻസ് ആരുടെ? ഒരു പ്ലെയിൻ ക്രാഷ് എക്സ്പീരിയൻസ് ആരുടെയാണ്? ജൂലിയാനോ കോപ്കയുടെ ഒരു പ്ലെയിൻ ക്രാഷ് എക്സ്പീരിയൻസ് ആണ് എന്ത്? ഈ ദി ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജൂലിയാൻ കോപ്കെ ആരാണ്? ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ജർമ്മൻ ബയോളജിസ്റ്റും റൈറ്ററും കൂടിയാണ് ആര്? നമ്മുടെ ജൂലിയാൻ കോപ്കെ. അത് ഓർത്ത് വെക്കാട്ടോ. അറിയപ്പെടുന്ന ഒരു ജർമ്മൻ ബയോളജിസ്റ്റും റൈറ്ററും കൂടിയാണ് ആര്? നമ്മുടെ ജൂലിയാൻ കോപ്കെ. 30 minutes after take off, rain and lightning grew ടർബുലൻറ്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഏകദേശം എന്താണ്? ആ ഒരു ടേക്ക് ഓഫ് കഴിയണ സമയത്ത് എന്താണ്? ടേക്ക് ഓഫ് കഴിയണ സമയത്ത് എന്താണ്? ടേക്ക് ഓഫ് കഴിഞ്ഞ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ്? ടേക്ക് ഓഫ് കഴിഞ്ഞ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ്? പെട്ടെന്നൊരു ലൈറ്റ്നിങ് വരാണ്. ദി പ്ലെയിൻ ക്രാഷ്ഡ്. ആ ഒരു സമയത്ത് എന്താണ്? പ്ലെയിൻ എന്താണ്? ക്രാഷ്ഡ് ആയി. പ്ലെയിൻ എന്താണ്? ക്രാഷ് ആയി. ഓക്കെ, ജൂലിയാനെ വാസ് ത്രോൺ ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ജൂലിയാനെ എന്താണ്? ആ ഒരു പ്ലെയിനിൽ നിന്ന് തെറിച്ച് എങ്ങോട്ട് പോയി? പുറത്തോട്ട് പോയി. അവിടെ എവിടെയാണ് പോയി വീണത്? ഒരു ഫോറസ്റ്റിലാണ് പോയി വീണത്. ഓക്കെ,
her mother and all other passengers died. അവളുടെ അമ്മയും ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സും എന്താണ് മരിച്ചു. അവളുടെ അമ്മയും എന്താണ് ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സും മരിച്ചു. അവളൊഴികെ അവളുടെ അമ്മയും ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സും ആണ് മരിച്ചുപോയി. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ജൂലിയാനെ ഫെൽ ഇൻ എ ജംഗിൾ. ജൂലിയൻ എന്താണ് ഒരു ജംഗിൾ, ഒരു കാട്ടിലോട്ടാണ് വീണത്. ജൂലിയൻ എന്താണ് ഒരു കാട്ടിലോട്ടാണ് വീണത്. There were many wounds on her body. അവളുടെ ബോഡിയിൽ എന്താണ് കുറേ അധികം എന്തുണ്ടായിരുന്നു, വൂൺസുകൾ ഉണ്ടായിരുന്നു, കുറേ അധികം എന്തുണ്ടായിരുന്നു, മുറിവുകൾ ഉണ്ടായിരുന്നു. She knew that the snake and the insects were more dangerous than the wild animals. അവൾക്ക് എന്തറിയായിരുന്നു, സ്നേക്സും ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എഴജീവികളൊക്കെ ഇല്ലേ, ആ എഴജീവികളും സ്നേക്സും ഒക്കെയാണ് എന്ത് വൈൽഡ് അനിമൽസിൽ, അതായത് കാട്ടിലുള്ള കാട്ടുമൃഗങ്ങളിൽ കുറച്ചുകൂടി ഡേഞ്ചറസ് അങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് അവൾക്കറിയായിരുന്നു. ഓക്കെ, maggots were hatching her wounds. അതായത് ഈ മറ്റേ പുഴുക്കളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി അവളുടെ എന്താണ് വൂൺസുകളൊക്കെ എന്താണ് ഈറ്റ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. ഓക്കെ, പ്രാണികളും പുഴുക്കളൊക്കെ അവളുടെ വൂൺസ് ഒക്കെ ഈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ വിത്ത് ലക്ക് ഷീ സർവൈവ്ഡ് ഓൾ ഡേഞ്ചേഴ്സ്. അപ്പോൾ എന്താണ് എന്തോ ഒരു ലക്ക് കൊണ്ട് എല്ലാ ഡേഞ്ചേഴ്സും എന്താണ് സർവൈവ് ആയി. ഓക്കെ, ഷീ ഫോളോഡ് ദി കോഴ്സ് ഓഫ് ബ്രൂക്ക്. lack of food and 45 degrees of heat made her very weak. അതായത് lack of food എന്ന് വെച്ചാൽ എന്താണ്, ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടും അത് മാത്രമല്ല 45 ഡിഗ്രി ആയിരുന്നു ചൂട്, അതുകൊണ്ട് എന്താണ് ഭയങ്കരമായിട്ട് വീക്കായി പോയി. On the 10th day 3 American Indian hunters found the helpless girl. അപ്പോൾ 10ാമത്തെ ദിവസം ആ ഒരു കാട്ടിൽ അവൾ സർവൈവ് ചെയ്യണ 10ാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത്, ഒരു 3 അമേരിക്കൻ ഇന്ത്യൻ ഹണ്ടേഴ്സ് ആരെ കണ്ടെത്തി, ആ ഒരു നമ്മുടെ ജൂലിയാന കോപ്കേറെ കണ്ടു. അവരാണെന്ത് അവളെ സർവൈവ് ചെയ്യണത്. ഓക്കെ, അവളാണെന്ത് അവരെ രക്ഷിക്കണത്. ഓക്കെ, ഇനി they took out the worms from her wounds. അവരെന്താണ് അവളുടെ വൂൺസ് എന്താ ഉദ്ദേശിക്കുന്നത്, അവളുടെ മുറിമീൻ എന്തിനൊക്കെ എടുത്തു കളഞ്ഞു, ഓരോ പുഴുക്കളൊക്കെ എടുത്തു കളഞ്ഞു. She looked like a living nightmare. അവളെ കാണാൻ എങ്ങനെയായിരുന്നു, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു നൈറ്റ് മെയർ പോലെയാണെന്ന് അവളെ കാണാതിരുന്നത്. കാരണം എന്താണ്, അത്രയും നാൾ ഫുഡ് കഴിച്ചിട്ടില്ല. അത് മാത്രമല്ല എന്താണ് കുറേ അധികം പുഴുക്കളൊക്കെ അവളുടെ മേത്തിന് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്, അവളുടെ മേത്ത് മൊത്തം മുറിവൊന്നും വെച്ച് കെട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ മുറിവൊന്നും വെച്ച് കെട്ടാതുകൊണ്ട് എന്താണ് പുഴുക്കളൊക്കെ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേത്ത് മൊത്തം. ഓക്കെ, 11 days after the crash, Juliane boarded a plane and reached the US mission base near Pucallpa. Her father joined her, thus the terrible ordeal was over. അപ്പോൾ എന്താ പറയണത്, ആ ഒരു ക്രാഷിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ്, 11 ദിവസം കഴിഞ്ഞിട്ട് ഇവളെ എവിടെ എത്താണ്, US മിഷൻ ബേസിലൂടെ എത്താണ് പൊക്കാൽപ്പയിലുള്ള. അവിടേക്ക് ആര് വരാണ്, ഇവളുടെ ഫാദർ വരാണ്. അപ്പോൾ എന്താണ് ആ ഒരു ദിവസത്തോടു കൂടി എന്താണ് അവളുടെ ആ ഒരു ടെറിബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കഴിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കുറേ അധികം ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ ഭയങ്കര ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്, കാരണം നമുക്ക് പറഞ്ഞു തീരണം. കുറേ ചാപ്റ്റേഴ്സ് ഇനി പറയാനുണ്ട്, അപ്പോൾ ഭയങ്കര ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത് അല്ലേ. ഭയങ്കര ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് ഒന്ന് വേഗം ഇരുന്ന് വായിച്ചു നോക്കാം. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ സംഭവം ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഡൗട്ട് ഉണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലെങ്കിലും പറ. നിങ്ങൾ വേറെ പല കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണത്. കമൻറ്റ് ബോക്സിലെങ്കിലും പറയാം. ഓക്കെ, ഒന്നുകൂടി പറയണോ? ഇതൊന്നുകൂടി പറയണോ? ശിവ പറയടാ, ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ബാക്കി നോക്കിയാലോ. ഇനി അടുത്ത ചാപ്റ്റർ ആണെന്ത്, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് എ ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട്. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ? ഇയാൾ ആരാണ്? കണ്ടിട്ടുണ്ടാവൂലേ? ആരാണ്? ലിയനാർഡോ ഡികാപ്രിയോ ആണെന്ത് ഇയാള്. അപ്പം ഞങ്ങൾക്ക് ചിലർക്ക് ഇത് ആരാണെന്ന് അറിയാൻ പറ്റില്ലായിരിക്കും, ചിലർക്ക് എന്താണ് ഇത് ആരാണെന്ന് അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇയാൾ ആരാണ്? നിങ്ങൾ ടൈറ്റാനിക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അതിലെ നടനാര്? നമ്മുടെ ലിയനാർഡോ ഡികാപ്രിയോ. അപ്പോൾ അയാളുടെ ക്ലൈമറ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു സ്പീച്ച്. ആ ഒരു സ്പീച്ചിൻ്റെ കുറച്ച് സമ്മറി പോലെയാണ് നമ്മളിവിടെ പറയാൻ പോണത്. ആ ഒരു സ്പീച്ചിൻ്റെ ഒരു സമ്മറിയാണത് നമ്മളിവിടെ പറയാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ,
Leonardo DiCaprio calls himself as a concerned citizen who wants to solve the climate crisis. അപ്പോൾ ലിയനാർഡോ ഡിക്കാപ്രിയോ എന്താണ് സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താ പറയണത് അയാൾ ഒരു കൺസേൺഡ് ആയിട്ടുള്ള സിറ്റിസൺ ആണ് ആര് നമ്മുടെ ലിയനാർഡോ ഡിക്കാപ്രിയോ. എന്തിനെ പറ്റിയിട്ട് കൺസേൺ ആയിട്ടുള്ളതാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി കൺസേൺഡ് ആയിട്ടുള്ള സിറ്റിസൺ ആണ് ആര് നമ്മുടെ ലിയനാർഡോ ഡിക്കാപ്രിയോ. പിന്നെ നോക്കിയേ, മാൻകൈൻഡ് ഹാസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് ഇഫ് ഇറ്റ് വെർ എ ഫിക്ഷൻ. അതായത് മനുഷ്യന്മാർ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരു ഫിക്ഷൻ പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിക്ഷൻ വെച്ചാൽ എന്താണ്, സാങ്കല്പികമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ഇല്ല, വെറുതെ പറഞ്ഞാണെന്നാണ് ആര് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മനുഷ്യന്മാർ ക്ലൈമറ്റ് ചേഞ്ചിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ന്യൂ ആൻഡ് അൺഡിനേബിൾ ക്ലൈമറ്റ് ഇവന്റ്സ് ആർ എവിഡൻസ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ചസ് ഹിയർ. അതായത് നമ്മുടെ നാട്ടിൽ എന്താണ് പുതിയ ക്ലൈമറ്റ്സുകളും ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഈ അടുത്ത് എന്താണ് നമ്മുടെ ഡിസംബറിനൊക്കെ ഭയങ്കര തണവായിരുന്ന അല്ലല്ലോ ചൂടുണ്ടായിരുന്നില്ല, ഡിസംബറിനൊക്കെ ചൂടുണ്ടായില്ലേ. അപ്പൊ അതൊക്കെ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നം കാരണമാണ് അതൊക്കെ ഉണ്ടാവുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നം കാരണമാണത് അതൊക്കെ ഉണ്ടാവുന്നത്. എക്സ്ട്രീം വെതർ ഇവന്റ്സ്, increased temperatures and the West Antarctic and Greenland ice sheet melting at the unprecedented rates decades ahead of the scientific projections. അപ്പോൾ എന്തൊക്കെയാണ് പറയണത് ഫസ്റ്റ് വൺ നോക്കിയേ, ന്യൂ എക്സ്ട്രീം വെതർ ഇവന്റ്സ്, അതായത് ഭയങ്കരമായിട്ടുള്ള വെതർ ഇവന്റ്സ്, കാലാവസ്ഥയിലുള്ള ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ ഇൻക്രീസ് ടെമ്പറേച്ചർ, എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആണത്. പിന്നെന്താണ് and the West Antarctic and the Greenland ice sheet melting at the unprecedented rates. അതായത് വെസ്റ്റ് അന്റാർട്ടിക്കിലുള്ളതും ഗ്രീൻലാൻഡിലുള്ള ഐസിന്റെ ഷീറ്റുകൾ ഉണ്ടാവില്ലേ, ആ ഐസിന്റെ ഷീറ്റുകൾ എന്താണ് ഉരുകണത്. അതായത് ഈ എന്താണ് അൺപ്രസിഡന്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണ ഇത്രേ ഉള്ളൂ എന്താണ്, നമുക്ക് ഓരോ കണക്കുകൂട്ടൽ ഉണ്ടാവും. ആ കണക്കുകൂട്ടലിന് അതീതമായിട്ട് എന്താണ് ഒരു ഐസ് ഷീറ്റ് ഉരുകണേനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി നോക്കിയാലോ. Climate change is the single greatest security threat. Urges the head of the nation to create history or they will be vilified by it. അതായത് ഒന്നിലും നമ്മൾ എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള എന്തെങ്കിലും ഒരു കൊണ്ടുവരണം. അത് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഭയം നമുക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തലമുറ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുള്ള രീതിയിലാണ് ആര് പറയണത്, നമ്മുടെ ഡിക്കാപ്രിയോ പറയണത്. ഇനി അടുത്ത നോക്കിയേ, ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെന്റ്സ് അറൗണ്ട് ദി വേൾഡ് മസ്റ്റ് ടേക്ക് decisive large scale action. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രീസും ഗവൺമെന്റും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രീസും ഗവൺമെന്റും ഈ ഭയങ്കരമായിട്ട് ഈ പുക പുറത്തുവിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പുക പുറത്തുവിടുന്ന ഫാക്ടറീസ്, പിന്നെ വെഹിക്കിൾസ്, അതിനൊക്കെ എന്തെങ്കിലും ഒരു പിഴ ഈടാക്കണം എന്നുള്ള രീതിയിലാണ് പറയണത്. എന്തെങ്കിലും ഒരു പിഴ ഈടാക്കണം എന്നാണ് പറയണത്. ഓക്കെ, അത് മാത്രമല്ല നോക്കിയേ, ഇവിടെ തന്നെ പറയുന്നുണ്ട്, പ്രൈസ് ടാഗ് ഷുഡ് ബി പുട്ട് ഓൺ കാർബൺ എമിഷൻസ്. അതായത് കാർബൺ എമിഷൻസ് ഉണ്ടാവുമ്പോൾ എന്താണ് എമിഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രൈസ് ടാഗ് ഏർപ്പെടുത്തണം, എന്തെങ്കിലും ഒരു പൈസ ഏർപ്പെടുത്തണം. അത് മാത്രമല്ല, ആൻഡ് ഗവൺമെന്റ് സബ്സിഡീസ് ഫോർ കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനി ഷുഡ് ബി എലിമിനേറ്റഡ്. അതായത് ഗവൺമെന്റിന്റെ സബ്സിഡീസ് ഉണ്ട്, എന്തിന്, കോളിനും ഗ്യാസിനും ഓയിൽ കമ്പനീസിനൊക്കെ എന്തുണ്ട്, ഗവൺമെന്റിന്റെ സബ്സിഡീസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അതൊക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്യണം, അതൊക്കെ കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് ഡോണ്ട് ഡിസേർവ് ദി ടാക്സ് ബട്ട് ദെയർ ആക്ഷൻസ് നീഡ് ടു ബി സ്ക്രൂട്ടനൈസ്ഡ്. അതായത് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് എന്ത് ചെയ്യണില്ല, അവർ ടാക്സ് ഡിസേർവ് ചെയ്യണില്ല. പക്ഷേ ആക്ഷൻസ് നീഡ് ടു ബി സ്ക്രൂട്ടനൈസ്ഡ്. പക്ഷെ അവരുടെ ആക്ഷൻസ് ഒക്കെ എന്താണെന്നാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി എക്കോണമി വിൽ ഡൈ ഇഫ് യുവർ എക്കോസിസ്റ്റം കൊളാപ്സ്. അതായത് എക്കോണമി എപ്പോഴാണ് ഇല്ലാതാവുന്നത്, എക്കോസിസ്റ്റം ഇല്ലാതാവുമ്പോഴാണ് ഇല്ലാണ്ടാവുന്നത്, എക്കോണമി ഇല്ലാതാവുന്നത്. ഇനി ക്ലീൻ എയർ ആൻഡ് വാട്ടർ ആൻഡ് ദി ലിവബിൾ ക്ലൈമറ്റ് ആർ ദി ഇൻഎലിയനബിൾ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യന്മാരുടെ റൈറ്റ്സ് എന്താണ്, ക്ലീൻ എയർ അല്ലേ. മനുഷ്യന്മാരുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധമായ വായു, പിന്നെന്താണ് ശുദ്ധമായ വെള്ളം, അതൊക്കെയാണത് മനുഷ്യന്മാരുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ കൈൻഡ് മസ്റ്റ് ബിക്കം അക്കൗണ്ടബിൾ ഫോർ ദി വാണ്ടഡ് ഡിസ്ട്രക്ഷൻ ഓഫ് അവർ കളക്റ്റീവ് ഹോം. അതായത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് എന്ത്, ഈ ഒരു ഹോം, നമ്മുടെ ഹോം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഭൂമിയല്ലേ. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഈ പറയുന്ന സംഭവങ്ങൾ എന്താണ്, ശുദ്ധമായിട്ടുള്ള നമ്മുടെ എയർ, ക്ലീൻ ആയിട്ടുള്ള എയർ, വാട്ടർ, ഇതൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്, മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ മനുഷ്യന്മാർ തന്നെ എന്ത് ചെയ്യണം, അതിൽ കുറച്ച് എന്ത് ചെയ്യണം, അതിൽ കുറച്ചൊന്ന് പിടിക്കണം.
ശ്രദ്ധിക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, അതൊന്ന് കൺട്രോൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് കൺട്രോൾ ചെയ്യണം, എന്നാലേ എന്താവുള്ളൂ ആ ഒരു നമ്മുടെ എന്താണ് ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ക്ലീൻ ആയിട്ടുള്ള എയർ, ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊക്കെ കിട്ടുള്ളൂ. ഇനി ലീഡേഴ്സ് മസ്റ്റ് ബി ഫേസ് ദി ഇഷ്യൂ വിത്ത് ദി കറേജ് ആൻഡ് ഹോണസ്റ്റി. ലീഡേഴ്സ് എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്തും എന്തുണ്ട്, ഓരോ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ലീഡേഴ്സും എന്ത് ചെയ്യണമെന്നാണ് പറയണത്, ഓരോ ലീഡേഴ്സ് എന്ത് ചെയ്യണമെന്നാണ് പറയണത്, അവരുടെ കറേജും ഹോണസ്റ്റിയും അവരുടെ കറേജും ഹോണസ്റ്റിയും വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങളും ഫേസ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കും അറിയാം ഈ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഈ ചാപ്റ്റർ കുറച്ചെന്നാണ് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലും എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ചാപ്റ്റർ കിട്ടുള്ളൂ. ഇതിൽ മെയിനായിട്ട് പറഞ്ഞത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയാണ്. ചില വാചകങ്ങളും ചില വേർഡ്സും സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചു വെക്കണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ആൻഡ് ദി വെസ്റ്റ് അന്റാർട്ടിക് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് മെൽറ്റിംഗ് ഇൻ അൺപ്രസിഡന്റഡ് റേറ്റ്സ് ഡിക്കേഡ്സ് അഹെഡ് ഓഫ് ദി സയന്റിഫിക് പ്രൊജക്ഷൻസ്. ഇതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണിത്, ഈ ഒരു ചാപ്റ്റർ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ നല്ലോണം വായിച്ചു പോവുക. ഇതൊന്ന് വായിച്ചു വെക്കുക, പിന്നെ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് നല്ലോണം വായിച്ചു പോവുക. ഓക്കെ, നമുക്ക് അടുത്ത നോക്കിയാലോ. അടുത്ത നമ്മൾ നോക്കാൻ പോണത് നൗൺ ഫ്രേസ് ആണ്. എങ്ങനെയാണ് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടുപിടിക്കുക? നൗൺ ഫ്രേസ് ആണ് ചോദിക്കുക. ഏത് ചാപ്റ്റർ എന്നാ? ഇത് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റിലുള്ളൊരു ചാപ്റ്ററാണ്. ഫസ്റ്റ് ടെക്സ്റ്റിലുള്ള ചാപ്റ്ററാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്, ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കിയേ, നൗൺ ഫ്രേസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കുക, അവിടെ നൗൺ ഫ്രേസ് ആണ് നോക്കാൻ പോണത്. നോക്കിയേ, നൗൺ ഫ്രേസിൽ എന്തെങ്കിലും നമുക്ക് നോക്കിയാലോ. നൗൺ ഫ്രേസിലുള്ള എന്തെങ്കിലും നോക്കിയാലോ. നൗൺ ഫ്രേസ് ഫസ്റ്റ് നോക്കിക്കോ. ദി ചൈൽഡ് വാസ് കണ്ടംൻഡ് ടു ഡൈ ഓഫ് ഹങ്കർ. എങ്ങനെയാണ് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നൗൺ ഫ്രേസ് എന്താണ്? നൗൺ എന്താണ്? വെർബ് എന്താണ്? നൗൺ എന്താണ്? വെർബ് എന്താണെന്നാണ് നോക്കാൻ പോണത്. നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു നെയിമിംഗ് വേർഡിനാണ് എന്തെന്ന് പറയാം, നൗൺ എന്ന് പറയാം. നെയിമിംഗ് വേർഡിനാണ് എന്തെന്ന് പറയാ, നൗൺ എന്ന് പറയാ. നെയിമിംഗ് വേർഡിനാണ് എന്തെന്ന് പറയാ, നൗൺ എന്ന് പറയാ. എന്ന് പറയാൻ നൗൺ എന്ന് പറയാം. വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ഷൻ വേർഡിനെയാണ് വെർബ് എന്ന് പറയാ. ഇതിന് എക്സാമ്പിള് സ്റ്റുഡൻറ്, ടീച്ചർ. ആക്ഷൻ വേർഡിന് എക്സാമ്പിൾ നോക്കിക്കോ. വാക്ക്, ജംപ്, ഡാൻസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ വെർബിന് എക്സാമ്പിളാണ്. നൗണിനുള്ള എക്സാമ്പിളും വെർബിനുള്ള എക്സാമ്പിളാണ് പറയാൻ പോണത്. നൗണിനുള്ള എക്സാമ്പിളാണ് പറയാൻ പോണത്, പിന്നെ വെർബിനുള്ള എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ നൗണിന് എന്ത് എക്സാമ്പിൾ പറഞ്ഞു? നെയിമിംഗ് വേർഡ് ആണ് നൗൺ എന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ സാധാ ഇങ്ങനെ പറയില്ലേ, എന്താണ് പറയാ? അതെന്താ പറയാ? ഇപ്പോൾ ഓരോ നെയിമിംഗ് വേർഡ്സ് ഉണ്ടാവില്ലേ, ലൈക്ക് പേരുകൾ. ഇപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേരായാലും എന്തിന്റെ പേരിൽ നമ്മൾ എന്തെന്ന് പറയും? നൗൺ എന്ന് പറയും. വെർബ് ആണെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യമില്ലേ, ക്രിയനെയാണ് എന്തെന്ന് പറയാ, നൗൺ എന്ന് പറയാം. വെർബ് എന്ന് പറയാം. ക്രിയനാണ് എന്തെന്ന് പറയാ, വെർബ് എന്ന് പറയാ. അതായത് ഇപ്പൊ എന്താണ് നമ്മുടെ ഒരു ക്രിയ, ലൈക്ക് എന്താണ്, ഓടുക, ചാടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനൊക്കെയാണ് നമ്മൾ ഇതെന്ന് പറയാ, വെർബ് എന്ന് പറയാ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, വെർബ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ നമ്മ ഇതിന്ന് എങ്ങനെയാണ് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാന്നാണ് നോക്കാൻ പോണത്. നോക്കിയേ, ദി ചൈൽഡ് വാസ് കണ്ടംൻഡ് ടു ഡൈ ഓഫ് ഹങ്കർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം മനസ്സിലാവണം. എന്തെങ്കിലും ഒരു സാധനം മനസ്സിലാവണം. അതായത് എന്താണ് നൗൺ, ഏതാണ് വെർബ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണം. ഏതെങ്കിലും ഒരു സാധനം മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നോക്കിയേ, ദി ചൈൽഡ് വാസ് കണ്ടംൻഡ് ടു ഡൈ ഓഫ് ഹങ്കർ. അതാണ് ഫസ്റ്റ് അല്ലേ? അതാണ് എന്ത് ഫസ്റ്റ്. അപ്പൊ നോക്കിയേ, ഈ ചൈൽഡ് എന്ന് പറയുന്നതാണ് എന്ത്? നൗണ്. എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം? നിങ്ങൊന്ന് നോക്കിയേ, ദി ചൈൽഡ് വാസ് കണ്ടംൻഡ് ടു ഡൈ ഓഫ് ഹങ്കർ. ഇവിടെ നോക്കിയേ, ദി ചൈൽഡ് എന്ന് പറയുന്നത് എന്തല്ല?
എന്തല്ല, ഒരു വെർബ് അല്ല. ചൈൽഡ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു വെർബ് അല്ല. ഇനി വാസ് കണ്ടം ടു ഡൈ ഓഫ് ഹങ്കർ. നോക്കിയേ, കണ്ടം ടു ഡൈ ഓഫ് ഹങ്കർ. കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെർബ് അല്ലേ, വെർബ് അല്ലേ. അപ്പൊ ഈ വാസ് എന്തിന്റെ കൂടെ വരുന്നതാണ്, കണ്ടമിന്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പൊ അവിടെ എന്ത് പറയും, എന്തെന്ന് പറയും, എന്തെന്ന് പറയും? ഇതെന്താണ്, ഇതാണ് എന്ത് ഇതിലെ വെർബ്, ഇതാണ് എന്ത് ഇതിലെ വെർബ്, ഇതാണ് എന്ത് നൗണ്, ഇതാണെന്ത് നൗണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഏതാണ് വെർബ് ഏതാണ് നൗൺ എന്ന് നിങ്ങൊന്ന് പറഞ്ഞേ, നിങ്ങൊന്ന് കമന്റിൽ പറഞ്ഞേ ഏതാണ് വെർബ് ഏതാണ് നൗൺ എന്നൊന്ന് പറഞ്ഞേ, വേഗം ഒന്ന് കമന്റിൽ പറഞ്ഞേടാ. എന്തായിരിക്കും, എന്തായിരിക്കും? ദ ലിറ്റിൽ ചൈൽഡ് ആയിരിക്കും എന്ത് ഇതിലുള്ള നൗണ്. ഇതാണെന്ത് ഇതിലുള്ള നൗണ്, ഇതിലുള്ള നൗൺ എന്താണ്, ലിറ്റിൽ ചൈൽഡ് ആയിരിക്കും. വാസ് ക്രൈയിങ് ഫോർ മിൽക്ക്, വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് ആയിരിക്കും എന്ത്, വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് ആയിരിക്കും എന്ത് ഇതിലുള്ള വെർബ്, വെർബ്. അതേപോലെ തന്നെ ദി വുമൺ ആയിരിക്കും എന്ത് നൗണ്, ദി വുമൺ ആയിരിക്കും എന്ത് നൗണ്. gave went to the various cries of horror, ഇതായിരിക്കും എന്ത് വെർബ്. ഇനി എ കൈൻഡ് ചൈനീസ് വുമൺ, വുമൺ വരെ എന്തായിരിക്കും അല്ലെ, വുമൺ വരെ എന്താണ് എ കൈൻഡ്, കൈൻഡ് എന്തല്ല ഒരു വെർബല്ല. ചൈനീസ് എന്തല്ല വെർബല്ല, വുമൺ എന്തല്ല വെർബല്ല. ഫെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീഡ് ചെയ്യാനുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പൊ അതെന്താണ്, അതൊരു വെർബാണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, വെർബ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് മൊത്തം എന്തായിരിക്കും, നൗൺ ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോ? ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഓക്കെ. ബാക്കി പറഞ്ഞാലോ, ബാക്കി നോക്കാം. അടുത്ത നമ്മൾ പറയാൻ പോണത് ഏതാണ് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന പോയത്തിന്റെ അപ്രിസിയേഷൻ ആണ്. ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന പോയത്തിന്റെ അപ്രിസിയേഷൻ ആണ് അടുത്തത് പറയാൻ പോണത്. ഓക്കെ, നോക്കിയാലോ. ഓൺ കില്ലിങ് എ ട്രീ, എ പോയം ബൈ ഗീവ് പട്ടേൽ. അതായത് ഗീവ് പട്ടേൽ എഴുതിയ ഒരു പോയാണെന്ത് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്നത്. ഗീവ് പട്ടേൽ എഴുതിയ ഒരു പോയാണെന്ത് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ദി പോയം ഓപ്പൺസ് വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കില്ലിങ് എ ട്രീ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അതായത് ഈ ഒരു പോയം തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്, ഒരു ട്രീനെ കൊല്ലാനായിട്ട്, ട്രീനെ കൊല്ലാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ട്രീനെ വെട്ട. ഓക്കെ, അപ്പൊ ട്രീനെ കൊല്ലാനായിട്ട് എന്താണ് കുറേ അധികം സമയം എടുക്കും എന്ന് പറയുന്നുണ്ട്. പറയുന്നതിന്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് cannot be done merely by a stab of knife because the tree grows up to be very strong over a period of time. അതായത് ഒരു ചെറിയൊരു കത്തി കൊണ്ട് പോയി ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീ ഇങ്ങനെ മുറിഞ്ഞു പോരോ, ട്രീ മുഴുവനായിട്ട് വെട്ടിപ്പോരോ? ഇല്ല. കാരണം എന്താണ്, അത് കുറേ നാളെടുത്തിട്ടാണ് വളർന്ന് അത്രയും വലുതായി നിൽക്കുന്നത് അല്ലേ. ബാക്കി നോക്കിയാലോ. gradually drawing nourishment from the earth, the sun, the air and the water. അതെങ്ങനെയാണ് വളരുന്നത്, അത് പയ്യെ അതെന്താണ് ചെറുപ്പം മുതലേ ചെറുതായി ഒരു കുഞ്ഞി എന്താണ് തയ്യായിരിക്കണം മുതലേ തന്നെ എന്താണ് പയ്യെ എന്ത് ചെയ്യും, ഓരോ സംഭവങ്ങൾ എന്ത് ചെയ്യും, എർത്തിന്ന് വലിച്ചെടുക്കുക. എന്തൊക്കെയാണ് എർത്തിന്ന് വലിച്ചെടുക്കുന്നത്, സൺലൈറ്റ്, എയർ, വാട്ടർ ഒക്കെ എന്ത് ചെയ്യും, എർത്തിന്ന് വലിച്ചെടുക്കും. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇറ്റ്സ് bark looks dull and discolored, yet fresh leaves keep emerging from its tree cannot be destroyed with a few cuts and blows. അപ്പോൾ ഇവിടെ എന്താ പറയുക, അതിന്റെ ബാർക്ക് എന്താണ് ഡള്ളും ഡിസ്കളർ ആയിട്ട് തോന്നും. അതിന്റെ ബാർക്ക് എന്താണ്, അതിന്റെ തടി എന്താണ് ഡള്ളും ഡിസ്കളർ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്താണ്, yet fresh leaves keep emerging from it. പക്ഷേ ഡള്ളും ഡിസ്കളർ ആണെങ്കിലും, അതിന്റെ തടി എന്താണ് ഡള്ളും ഡിസ്കളർ ആണെങ്കിലും അതിന്റെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓരോ പുതിയ ഇലകൾ വരുന്നത്. ഓരോ പുതിയ ഇലകൾ വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല, കീപ് എമർജിങ് ഫ്രം ഇറ്റ്, എ ട്രീ കനോട്ട് ബി ഡിസ്ട്രോയിഡ് വിത്ത് എ ഫ്യൂ കട്ട്സ് ആൻഡ് ബ്ലോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നന്നായിട്ട് വളർന്നൊരു ട്രീന് എന്താണ് ചെറിയൊരു കട്ടോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലാതാക്കാനായിട്ട് പറ്റൂല. ദി പെയിൻ കോസ്ഡ് ബൈ ദി ഹാക്കിംഗ് ആൻഡ് ചോപ്പിംഗ് ഈസ് നോട്ട് ഇനഫ് ടു കിൽ ഇറ്റ്. അതായത് ദി പെയിൻ കോസ്ഡ് ബൈ ഹാക്കിംഗ് ആൻഡ് ചോപ്പിംഗ് നോട്ട് ഇനഫ് ടു കിൽ ഇറ്റ്. അതായത് വെറുതെ ഒന്നെന്താണ് കട്ട് ചെയ്താലൊന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റൂല, എന്ത് ചെയ്യാനായിട്ട് പറ്റൂല, ഒരു മരത്തിനെ
മുറിക്കാനായിട്ട് പറ്റൂല. ഇറ്റ്സ് ഇൻജേർഡ് ആൻഡ് മ്യൂട്ടിലേറ്റഡ് ബാർക്ക് വുഡ് റിപ്പയർ ആഫ്റ്റർ സം ടൈം ആൻഡ് ടെൻഡർ ഗ്രീൻ ട്വിഗ്സ് വിൽ റൈസ് അപ്പ് ഫ്രം ഇറ്റ്സ് ഹാക്കഡ് ബേസ്. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് ഇൻജേർഡ് ആൻഡ് മ്യൂട്ടിലേറ്റഡ് ബാർക്ക് വുഡ് റിപ്പയർ ആഫ്റ്റർ സം ടൈംസ് ആൻഡ് ടെൻഡർ. അതായത് ഇപ്പം അതിന് വല്ല എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് സംഭവിക്കുക? കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുറിവൊക്കെ അങ്ങോട്ട് മാറും അല്ലേ? ഇപ്പൊ ട്രീ മുറിഞ്ഞിങ്ങനെ അഴിമതിൽ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താവും? അതൊക്കെ അങ്ങോട്ട് മാറും. ഓക്കെ, if the small boughs are not cut, they will soon attain the original size of the tree. അതായത് ഇവിടെ എന്താ പറയുന്നത്? ബോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ ചില്ലകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ചില്ലകളൊക്കെ എവിടെ വളരുന്നുണ്ടാവും? ആ ഒരു ട്രീ മുറിച്ച് കളഞ്ഞിട്ട് അടിയിൽ എന്തുണ്ടാവും? ചെറിയ ചെറിയ ചില്ലകളൊക്കെ വളർന്നു വരുന്നുണ്ടാവും. അവിടെ നിന്ന് വളർന്നു വരുന്നുണ്ടാവും. അതിനെ നമ്മൾ ഇല്ലാതാക്കില്ല. എന്താണ് ഇന്നിപ്പോൾ ഈ ട്രീ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ അങ്ങനെ തന്നെ ആ ഒരു ട്രീ വലുതായി നിൽക്കും എന്നാണ് പറയണത്. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്കി നോക്കിയാലോ. ബാക്കി എന്താണ്? അക്കോർഡിംഗ് ടു ദി പോയറ്റ് ദി ആക്ച്വൽ പ്രോസസ് ദാറ്റ് ക്യാൻ കിൽ എ ട്രീ ഇൻവോൾവ് ക്രൂവാലിറ്റി. അതായത് പോയിന്റിനെ സംബന്ധിച്ച് എന്താണ് ഒരു ട്രീനെ മുറിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോയിന്റിനെ സംബന്ധിച്ച് എന്താണ്? ഒരു ട്രീനെ മുറിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദി റൂട്ട് ഓഫ് ദി ട്രീ ഈസ് ടു ബി പുൾഡ് ഔട്ട് ഫ്രം ഈച്ച് ഫോഴ്സ്ഫുള്ളി. അതായത് ഒരു ട്രീയുടെ റൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രീയുടെ വേര് എന്ത് ചെയ്യണം? ഒരു ട്രീനെ മുഴുവനായിട്ട് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയണത്? എന്ത് ചെയ്യണം എന്നാണ് പറയണത്? അതിന്റെ റൂട്ട് മൊത്തം എന്ത് ചെയ്യണം? ആ മരത്തിന്റെ ആ ഒരു മണിയിനുള്ളിൽ നിന്ന് പിഴുതെടുക്കണം എന്നാണ് പറയണത്. ഓക്കെ, ദി റൂട്ട് ഈസ് ദി ട്രൂ സ്ട്രെങ്ത് ഓഫ് ദി ട്രീ. അതായത് റൂട്ടാണ് എന്ത്? ഒരു ട്രീയുടെ ട്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഹീറ്റ് ആൻഡ് ലൈറ്റ് ആസ് റിമെയിൻസ് കൺസീൽഡ് അണ്ടർ ദി സർഫേസ് ഓഫ് ദി എർത്ത് for years when left exposed to sun and hardens. അതായത് ആ റൂട്ട് ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുമ്പോൾ ആദ്യം എന്തായിരിക്കും? ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ആ ഒരു ചൂടും പൊടിയൊക്കെ തട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഭയങ്കര ഹാർഡായിട്ട് മാറും. ഓക്കെ, ലൈഫ് ഡ്രൈൻസ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദി ട്രീ ഈസ് ഫൈനലി കിൽഡ്. അതായത് ലാസ്റ്റത്തെ ആ ഒരു മണ്ണിന്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യും? ആ വേര് പിഴുതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കുക? ആ ട്രീ നമുക്ക് മരിച്ചെന്ന് പറയാം. അങ്ങനെയാണ് ഒരു ട്രീനെ കൊല്ല. ദി പോയം കൺസിസ്റ്റ് ഓഫ് 4 stanzas. ഈ പോയത്തിൽ എന്തുണ്ട്? 4 stanzas ആണുള്ളത്. We can see a lot of poetic devices in the poem like visual image, alliteration, etc. The style of the poem is simple. അപ്പോൾ on killing a tree എന്ന് പറയുന്ന ഒരു എന്താണ്? പോയറ്റിൻ്റെ അപ്രിസിയേഷൻ ആണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയാണ് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രീനെ കൊല്ലാന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. വെറുതെ ഒരു വെട്ടോണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു ട്രീനെ ഇല്ലാതാക്കാനായിട്ട് പറ്റൂല. ഒരു ട്രീ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ വേരിനെ തന്നെ നമ്മൾ പറിച്ചെടുക്കണം. ഓക്കെ, അതൊക്കെയാണ് എന്തിൽ പറയണത്? ഈ ഒരു ചാപ്റ്ററിൽ പറയണത്. ഓക്കെ, അതാണ് ഓൺ കില്ലിങ് എ ട്രീയിൽ പറയണത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോണ ചാപ്റ്റർ ട്രയോ ആണ്. എന്താണ് ഈ ട്രയോ എന്ന് പറഞ്ഞാൽ? 3 ആൾക്കാർ കൂടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രയോ എന്ന് പറയുന്നത്. 3 ആൾക്കാർ കൂടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രയോ എന്ന് പറയുന്നത്. ഓക്കെ, 3 ആൾക്കാർ കൂടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രയോ എന്ന് പറയുന്നത്. ഓക്കെ, 3 ഫ്രണ്ട്സിനാണ് എന്തെന്ന് പറയാ? ട്രയോ എന്ന് പറയാ. ഓക്കെ, അപ്പോൾ ട്രയോ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് നോക്കിയാലോ. ട്രയോ എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ R.K. നാരായൺ. ട്രയോ എന്ന് പറയുന്ന സ്റ്റോറി ചെയ്തത് ആരാണ്? R.K. നാരായൺ ആണ് ട്രയോ എന്ന് പറഞ്ഞ സ്റ്റോറി ചെയ്തത്. റിവോൾവ്സ് അറൗണ്ട് 3 ഫസ്റ്റ് ഗ്രേഡ് സ്റ്റുഡൻറ്. അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കണ 3 കുട്ടികളെ കുറിച്ചാണ് എന്ത് ഈ ഒരു ഇതിൽ പറയണത്, ഈ ഒരു ചാപ്റ്ററിൽ പറയണത്. മണി, സ്വാമിനാഥൻ ആൻഡ് രാജം. 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുടെ പേരെന്താണ്? മണി, സ്വാമിനാഥൻ ആൻഡ് രാജം. ഓക്കെ, ഇനി ദി തീം ഓഫ് ദി സ്റ്റോറി ഈസ് ദി ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദം. അതായത് ഈ ഒരു സ്റ്റോറിയിലെ തീം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് തീം എന്ന് പറയുന്നത്? അതായത് ഇവരുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ തീം എന്ന് പറയുന്നത്. മണി ആൻഡ് സ്വാമി ആർ ക്ലോസ് ഫ്രണ്ട്സ്. മണി, സ്വാമിനാഥൻ എന്താണ്? ഓൾറെഡി ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, രാജം ഈസ് എ ന്യൂ സ്റ്റുഡൻറ് ടു ദെയർ ക്ലാസ്സസ്. രാജം എന്താണ്? അവരുടെ ക്ലാസ്സിലോട്ട് വന്ന ന്യൂ ആയിട്ടുള്ള ഒരു പുതിയൊരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഹി സ്റ്റഡീഡ് ഇൻ എ റെപ്യൂട്ടഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇൻ മദ്രാസ്. അപ്പോൾ രാജം എവിടെയാണ് പഠിച്ചത്? റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. എവിടെയുള്ള? മദ്രാസിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ആര് പഠിച്ചിരുന്നത്? നമ്മുടെ രാജം പഠിച്ചിരുന്നത്. ഇന്ന്
ഹി സ്പീക്സ് ഇംഗ്ലീഷ് ലൈക്ക് എ യൂറോപ്യൻ. അതായത് നമ്മുടെ രാജം ഇംഗ്ലീഷ് സംസാരിക്കണം എങ്ങനെയാണ്, ഒരു യൂറോപ്യൻ സംസാരിക്കണ പോലെയാണ് ആര് ഇംഗ്ലീഷ് സംസാരിക്കണത്, രാജം ഇംഗ്ലീഷ് സംസാരിക്കണത്. ഓക്കെ, ഹി ഈസ് ഗുഡ് ഇൻ അക്കാഡമിക്സ് ടു സെക്കൻഡ് ഓൺലി ടു ശങ്കർ ദി ടോപ്പർ ഓഫ് ദി ക്ലാസ്. അതായത് അവനെന്താണ് അക്കാഡമിക്സിൽ എന്താണ് പഠിക്കണേലും ആര് ഭയങ്കര ഹൈ പഠിക്കണേലും ആര് ടോപ്പറാണ്, നമ്മുടെ രാജം ടോപ്പറാണ്. അത് മാത്രമല്ല അവനാണ് എന്ത്, അവിടുത്തെ ക്ലാസ് ഫസ്റ്റ് ശങ്കർ ആണെങ്കിലും സെക്കൻഡ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്, നമ്മുടെ രാജമാണ്. ഓക്കെ, although Mani is a hero of the class, Rajam assumed a nonchalant attitude to him. Mani did not like him. അപ്പോൾ എന്താണ് മണി എന്താണ് ആ ഒരു ക്ലാസ്സിലെ ഹീറോ പോലെ നിന്നിരുന്നതാണ്, മണി എന്താണ് ആ ഒരു ക്ലാസ്സിലെ ഹീറോ പോലെ നിന്നിരുന്നതാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, രാജം വന്നതിന് ശേഷം എന്താണ് മണിക്ക് ആ ഒരു ഹീറോയിസം കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി മണി സ്റ്റാർട്ടഡ് ഹേർട്ടിങ് രാജം ഫിസിക്കലി വിച്ച് ഹി റിട്ടേൺഡ്. അതായത് മണി എന്ത് ചെയ്യും രാജത്തിന് എന്ത് ചെയ്യും, ഫിസിക്കലി എന്ത് ചെയ്യും, ഹേർട്ട് ചെയ്യും. പക്ഷേ ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, മണി അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യില്ല, തിരിച്ചൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മുടെ രാജം എന്ത് ചെയ്യും, അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഫൈനലി മണി ചലഞ്ചഡ് രാജം ടു കം ടു ദി ബാങ്ക്സ് ഓഫ് റിവർ സരയു ആൻഡ് ഫൈറ്റ് വിത്ത് ദം ടു സീ ഹൂ ഈസ് സ്ട്രോങ്ങർ. അപ്പോൾ ലാസ്റ്റ് എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മണി എന്ത് ചെയ്യാണ്, ആരെ ചലഞ്ച് ചെയ്യാണ്, രാജനെ ചലഞ്ച് ചെയ്തിട്ട് എന്താ പറയണത്, നീ ഒരു കാര്യം ചെയ്യുക, റിവർ സരയുവിൻ്റെ അടുത്തോട്ട് വായോ, നമുക്ക് അവിടെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാം, ഫൈറ്റ് ചെയ്തിട്ട് ആരാണ് ജയിക്കണേ നോക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് മണീസ് പ്ലാൻ വാസ് ടു ബ്രേക്ക് രാജംസ് ഹെഡ് വിത്ത് എ ക്ലബ് ആൻഡ് ത്രോ ഹിസ് ബോഡി ഇൻ ദി റിവർ. അപ്പോൾ രാജം എന്താണെന്ന് സമ്മതിച്ചു. അപ്പോൾ മണിയുടെ ഉദ്ദേശം എന്തായിരുന്നു, രാജാവിന് തലക്കടിച്ചിട്ട് ആ റിവറിലോട്ട് വലിച്ചെറിയാന്നാണ് ആരുടെ ഉദ്ദേശം, മണിയുടെ ഉദ്ദേശം. നടന്നോ നോക്കാം. എന്താണ് മണി ബ്രോട്ട് എ stout club to the river bank as he had planned. അപ്പോൾ മണി എന്താണ് ഒരു ക്ലബും പിടിച്ച് നിൽക്കുകയാണ്. ക്ലബ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു വടിയും പിടിച്ച് നിൽക്കുകയാണ്. ഹി ഓൾസോ ടുക്ക് സ്വാമി വിത്ത് ഹിം. അപ്പോൾ സ്വാമിനാഥൻ ആരുടെ കൂടെ ഉണ്ട്, മണിയുടെ കൂടെ സ്വാമിനാഥനും ഉണ്ട്. ഓക്കെ, ബട്ട് രാജം കെയിം വിത്ത് ആൻ എയർ ഗൺ. പക്ഷെ രാജം വന്നത് എങ്ങനെയാണ്, ഒരു എയർ ഗണ്ണും പിടിച്ചാണ് ആര് വന്നത്, രാജം വന്നത്. ഓക്കെ, ഹി ഷോട്ട് ഹിസ് ഗൺ ഇൻ ടു ദി എയർ ആൻഡ് സെറ്റ് ടു ദി മണി ദി നെക്സ്റ്റ് വൺ would be at his body if he had been keen upon a fight. അതായത് he shot his gun to the air. അതായത് നമ്മുടെ രാജം എന്താണ് ചെയ്യണത്, അവൻ്റെ ആ ഒരു എയർ ഗൺ വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ വെടിവെക്കും. എയർ ഗൺ വെച്ചിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് വെടിവെക്കും. ആൻഡ് സെറ്റ് ടു മണി the next one would be at his body if he was keen upon a fight. അതായത് നിനക്കിപ്പോൾ ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ്, അടുത്ത വെടിയുണ്ട നിന്റെ നെഞ്ചത്തോട്ടായിരിക്കും കയറണമെന്ന് ആര് പറയാണ്, നമ്മുടെ രാജം പറയാണ്. ടെറിഫൈഡ് മണി ഡ്രോപ്പ്ഡ് ഹിസ് ക്ലബ് ഡൗൺ ആൻഡ് told രാജം it was unfair at it was a hand to hand fight. അപ്പോൾ എന്താ പറയണം, മണി പേടിച്ചിട്ട് എന്ത് ചെയ്യും, അവൻ്റെ കയ്യിലുള്ള ആ ഒരു ക്ലബ്ബ് അടിയിലോട്ട് ഇങ്ങനെ ഇടും. മണി പേടിച്ചിട്ട് എന്ത് ചെയ്യും, അവൻ്റെ കയ്യിലുള്ള ക്ലബ്ബ് എന്ത് ചെയ്യും, അടിയിലോട്ട് അങ്ങനെ ഇടും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കണത്, രാജൻ പറയാണെന്ത്, നമ്മളെന്താണ് ഒരു ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുള്ള എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഒരു കാര്യമുണ്ട്, എന്താണ് A plus which Rajam would retorted that it was also unfair to bring a club because it was not mentioned before. Rajam said he did not mind being friends, to which Mani agreed. Mani was also happy and he started admiring Rajam. Finally they buried the hatchet and the trio enjoyed eating biscuit. അപ്പോൾ അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രാജം എന്ത് പറയും, രാജം മണിനോട് എന്ത് പറയും, എനിക്ക് നിന്നോട് തല്ലുപിടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ നീ എന്നോട് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നിരുന്നത്. ഇന്ന് നമുക്കിതോടെ വെച്ച് നിർത്തുകയാണെങ്കിൽ നമുക്കിത് നിർത്താം, നമുക്കിനി എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയും. ലാസ്റ്റിലൂടെ എന്താണ് സംഭവിക്കുന്നത്, ഇവർ മൂന്ന് പേരും കൂടി എന്ത് ചെയ്യാണ്, ഭയങ്കര ഒത്തൊരുമിച്ച് അവർ എന്താണ് മൂന്ന് പേരും ഭയങ്കര ഫ്രണ്ട്സ് ആവാനായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു റിവർ സൈഡിൽ നിന്നിട്ട് ബിസ്ക്കറ്റ് കഴിച്ചിരിക്കുകയാണ്. അതാണ് എന്ത് ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 3 ക്യാരക്ടേഴ്സും ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. 3 ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, നോക്കിയാലോ. ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ പേരാണെന്ത്, സ്വാമിനാഥൻ. ഓക്കെ, സ്വാമി അപ്പിയേഴ്സ് ടു ബി എ മേജർ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. അതായത് സ്വാമി എന്താണ് ഈ ഒരു ചാപ്റ്ററിലെ മേജർ ആയിട്ടുള്ള ക്യാരക്ടറാണ് ആര്, നമ്മുടെ സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്വാമിനാഥൻ ഈസ് എ ട്രൂ ഫ്രണ്ട് ഓഫ് മണി. സ്വാമിനാഥൻ എന്താണ്, മണിയുടെ ഒരു ട്രൂ ഫ്രണ്ടാണ്. ഹി ഈസ് ടിമിഡ് ആൻഡ് simply by nature. He forbids his friends to engage in criminal act. Swaminathan is a most pleasing when he expresses his delights at the happy reunion Rajam and Mani. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണി എന്താണ് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉള്ള ആളാണെങ്കിലും നമ്മുടെ
സ്വാമിനാഥൻ എന്താണ് കുറച്ച് പാവമാണ്. സ്വാമിനാഥൻ എന്താണ് കുറച്ച് പാവമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണത്, നമ്മൾ ലാസ്റ്റ് ഉള്ള ആ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള റീയൂണിയനിലൊക്കെ ആര് സന്തോഷിക്കുന്നുണ്ട്, നമ്മുടെ ആര് സന്തോഷിക്കുന്നുണ്ട്, നമ്മുടെ സ്വാമിനാഥൻ സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ, 1 മിനിറ്റ്, ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പിന്നെ അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്, മണിയാണ് അടുത്ത ക്യാരക്ടർ. അടുത്ത ക്യാരക്ടർ ആരാണ്, മണിയാണ് അടുത്ത ക്യാരക്ടർ. ഓക്കെ, ഹി ഈസ് വൺ ഓഫ് ദി ബാക്ക് ബെഞ്ചേഴ്സ് ഇൻ ദി ക്ലാസ് ഫസ്റ്റ് ഇയർ. അതായത് ആ ഒരു 1ാം ക്ലാസ്, അവരുടെ ക്ലാസ്സില ക്ലാസ് ഫസ്റ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു കുട്ടിയാണ് ആര്, നമ്മുടെ മണി എന്ന് പറയുന്നത്. ഹി ഈസ് ഇറഗുലർ ഇൻ അറ്റൻഡൻസ്. അതായത് അങ്ങനെ എപ്പോഴും ക്ലാസ്സിൽ വരുന്ന ടൈപ്പ് ഒന്നല്ല, പക്ഷേ ബട്ട് ഹീ ഈസ് ഫൗണ്ട് ഓഫ് എ ഡോമിനേറ്റിംഗ് ദി ഹോൾ ക്ലാസ് വിത്ത് ഹിസ് മസ്കുലർ പവർ. അതായത് അവൻ്റെ ആ ഒരു മസ്കുലർ പവർ വെച്ചിട്ട് മസ്കുലർ പവർ വെച്ചിട്ട് എന്താണ്, അവൻ എന്താണ് ക്ലാസ്സിലുള്ള വലിയൊരാളാണ്. ഓക്കെ, ക്ലാസ്സിലുള്ള വലിയൊരാളാണ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും എന്ത്, വലിയ പഠിക്കണ കുട്ടിയൊന്നും ആയിരിക്കില്ല, പക്ഷെ എല്ലാവർക്കും അവനെ ഭയങ്കര പേടിയായിരിക്കും, എല്ലാവർക്കും അറിയുന്നൊരു കുട്ടിയായിരിക്കും. ഓക്കെ, ഇനി ഹി അപ്പിയേഴ്സ് ടു ബി ദി ഹീറോ ഓഫ് ദി ക്ലാസ്. അപ്പോൾ മണി എന്താണ്, ഒരു ഹീറോ ആയിട്ട്, ആ ക്ലാസ്സിലുള്ള ഒരു ഹീറോ ആയിട്ടാണ് ആര് നിൽക്കുന്നത്, മണി നിൽക്കുന്നത്. ഓക്കെ, മണി കൺസിഡർ രാജമസ് എനിമി. അപ്പോൾ മണി എന്താണ്, രാജമിനെ എന്തായിട്ടാണ് കണ്ടിരുന്നത്, ഒരു എനിമി ആയിട്ടാണ് കണ്ടിരുന്നത്. മണി ഈസ് സൂപ്പർസ്റ്റിഷ്യൻസ്, ഹി ഈസ് അഫ്രേഡ് ഓഫ് ഗോസ്റ്റ്. അപ്പോൾ മണി എന്താണ്, എന്തിനെ പേടിച്ചിരുന്നു, ഈ ഒരു ഗോസ്റ്റ് ഇല്ലേ, ഗോസ്റ്റ്, പ്രയത്തിനൊക്കെ അത് പേടിച്ചിരുന്നു, മണി പേടിച്ചിരുന്നു. ഫൈനലി ഹി ഷോസ് ഇന്റലിജൻസ് ടു അറ്റംപ്റ്റ് രാജം ഫ്രണ്ട്ഷിപ്പ്. ലാസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, രാജമിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആര് അക്സെപ്റ്റ് ചെയ്യാണ്, മണി അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം അങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് എന്തിൽ വരുന്നത്, ഒരു ക്യാരക്ടർ കൊണ്ട് രാജം കൂടി പറയാനുണ്ടല്ലേ. രാജം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, രാജം എന്താണ്, രാജം ഈസ് ദി മോർ സ്മാർട്ട് ആൻഡ് മെച്യൂർ ദാൻ മണി. രാജം എന്താണ്, മണിനേലും കുറച്ചുകൂടി സ്മാർട്ടും ആണ്, മെച്ചോർഡാണ്. ഹി പൊസസ് ചാമിങ് പേഴ്സണാലിറ്റി. അവൻ എന്താണ്, നല്ലൊരു പേഴ്സണാലിറ്റിയുടെ കുട്ടിയാണ് ആര്, നമ്മുടെ രാജം എന്ന് പറയുന്നത്. ഹി ഹാസ് സെൽഫ് റെസ്പെക്ട്. അവനക്ക് എന്താണ്, നല്ലൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. എന്തുണ്ട്, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. രാജം ഈസ് അക്കാദമിക്കലി സിൻസിയർ യെറ്റ് ഹി നെവർ സ്പെയർസ് മണി ടെൻഡൻസി ഓഫ് ഡോമിനേഷൻ. Rajam has nobility also to give money an opportunity to see this settle with him. He justices everything with reason. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, രാജം എന്താണ്, നല്ലൊരു കുട്ടിയാണ്. അത് മാത്രമല്ല അക്കാദമിക്കലി നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അക്കാദമിക്കലി നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആര്, നമ്മുടെ രാജം എന്ന് പറയുന്നത്. യെറ്റ് ഹി നെവർ സ്പെയർസ് മണീസ് ടെൻഡൻസി ഓഫ് ഡോമിനേഷൻ. അത് മാത്രമല്ല നമ്മുടെ മണിയുടെ പോലെ എന്താണ്, ഒരു തല്ലുടിക്കാനുള്ള ടെൻഡൻസി ഒന്നും ആർക്കുണ്ടായിരുന്നില്ല, നമ്മുടെ രാജമിനുണ്ടായിരുന്നില്ല. രാജം ഹാസ് nobility also to give money an opportunity to settle with him. He justifies everything with reasons. അതായത് രാജം എന്താണ്, കുറച്ചും കൂടി നൊബിലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആര്, നമ്മുടെ രാജം എന്ന് പറയുന്നത്. നൊബിലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആര്, നമ്മുടെ രാജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജമിൻ്റെ വേറെ കുറച്ച് ക്വാളിറ്റീസും കൂടി ഉണ്ട്. അവൻ ഇന്ന സ്കൂളിൽ നിന്നാണ് വന്നത്, അതൊക്കെ എന്തുണ്ട്, നമ്മുടെ ചാപ്റ്ററിലുണ്ട്. അതിലൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇന്ന ഇത് നമ്മൾ ആര് വന്നത്, നമ്മുടെ രാജം വന്നത്. അതൊക്കെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തത് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എന്തുണ്ട്, ഫ്രേസൽ വെർബ്സ് നോക്കാം. ഫ്രേസൽ വെർബ്സ് നോക്കാം. ഓക്കെ, അടുത്ത എന്താണ്, ഫ്രേസൽ വെർബ്സ്. ഓക്കെ, കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിരിക്കാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ട ഫ്രേസൽ വെർബ്സ് ആണ്. ഫ്രേസൽ വെർബ്സ് ഓക്കെ, എന്താണ്, ഫസ്റ്റ് വൺ പുട്ട് ഓണിൻ്റെ എന്താണ് മീനിങ്, എന്താണ്, ഇത്രയും ഫ്രേസൽ വെർബ്സ് എങ്കിലും നിങ്ങൾ മാക്സിമം പഠിച്ചിട്ട് പോവാം കേട്ടോ. നമുക്ക് മൊത്തം 23 ഫ്രേസൽ വെർബ്സ് ഉണ്ട്. 23 ഫ്രേസൽ വെർബ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, പുട്ട് ഓണിൻ്റെ അർത്ഥം എന്താണ്, ടു വെയർ. ടേക്ക് ഓഫ് എന്നാണ് ടു റിമൂവ്. പുട്ട് ഓഫ് എന്നാണ് ടു പോസ്റ്റ്പോൺ. പുട്ട് ഫോർവേഡ് എന്നാണ് ടു സജസ്റ്റ് ആൻ ഐഡിയ. പുട്ട് അക്രോസ് എന്നാണ് ടു കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അപ്പ് വിത്ത് എന്നാണ് ടോളറേറ്റ്. സെറ്റ് ഓഫ് ഓർ സെറ്റ് ഓൺ വെച്ചാൽ എന്താണ്, ടു സ്റ്റാർട്ട് ജേർണി. കം അക്രോസ് വെച്ചാൽ എന്താണ്,
മീറ്റ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അക്സെപ്റ്റ് ഡിഫീറ്റ് ഓർ അബാൻഡൻ, അതായത് ഉപേക്ഷിക്കുക. കോൾ എന്ന് വെച്ചാൽ എന്താണ്? ടു വിസിറ്റ് എ പേഴ്സൺ, അതായത് ഒരാളെ പോയി കാണാം എന്നുള്ളത്. ഓക്കെ. പിന്നെ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വിസിറ്റ് എ പ്ലേസ്, അതായത് ഒരു പ്ലേസ് പോയി നമ്മൾ കാണാന്നൊക്കെ പറയില്ല, ഒരു പ്ലേസ് കാണാം. ഓക്കെ. ഇനി വേറെ നോക്കിയേ. ഗോ ഓൺ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂ ചെയ്യുക. ഗോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ ചെയ്യുക. വെൻഡ് ഓൺ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂഡ്. വെൻഡ് ഓൺ വെച്ചാൽ ഗോ ഓണിൻ്റെ എന്താണ്? ഈ V2 ഫോം ആണ് എന്ത്? വെൻറ്റ് ഓൺ എന്ന് പറയുന്നത് കേട്ടോ. ഗോ ഓണിൻ്റെ V2 ഫോം ആണ് എന്ത്? വെൻറ്റ് ഓൺ എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാണ്. എന്താണ്? ഗോ ഓണിൻ്റെ V2 ഫോം ആണ് എന്തെന്ന് പറയുന്നത്? വെൻറ്റ് ഓൺ എന്ന് പറയുന്നത്. ഗോ ഓണിൻ്റെ V2 ഫോം ആണ് എന്ത്? വെൻറ്റ് ഓൺ. ഓക്കെ. ഇനി ഒരു കുറച്ചും കൂടെ ഉണ്ട്. മേക്കപ്പ് സമ്മൺസ് മൈൻഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡിസൈഡ്. ഇനി മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ്. ടേൺ അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടു അപ്പിയർ ടു അറൈവ്. ടേൺ ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? റിജക്റ്റഡ്. ടേക്കൺ ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഷോക്ക്ഡ്. ഗോ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഗോ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? അറ്റാക്ക്. ഗോ ഫോർ എന്ന് വെച്ചാൽ എന്താണ്? ഗോ ഫോർ എന്ന് വെച്ചാൽ എന്താണ്? ടു മൂവ് ടുവേർഡ്സ് സംതിങ്. ഇനി ഗെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു ബി ഫ്രണ്ട്ലി. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? ടു പ്രൊട്ടക്ട്. സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു ബിൽഡ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് നോക്കിയാലോ. ഇനി ഇതിൽ പറയാൻ പോണത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. നോക്കിയാലോ. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ. എന്താണ്? രാമണ്ണ കുഡ് നോട്ട് ടോളറേറ്റ്. ഇവിടെ ടോളറേറ്റ് ആണ് കേട്ടോ. ഒന്ന് ടോളറേറ്റ് ആണ്. ദി ഐഡിയ ഓഫ് ബിൽഡിംഗ് എ 5-star ഹോട്ടൽ ഇൻ ഹിസ് കാം ആൻഡ് ക്വൈറ്റ് വില്ലേജ്. ഹി ഡിസൈഡഡ്. രണ്ടാമത്തെ എന്താണ്? ഡിസൈഡഡ് ആണ്. ഡിസൈഡ് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി സെയിം. ഹി കൺവേഡ് ആണ് സി. കൺവേഡ് ഹിസ് concerns to the Narayan, the school headmaster, and the sought his help. Both of them decided to end. ഇത്രയും സാധനങ്ങൾ 4 നമുക്ക് ചെയ്യാനുള്ളത്. 4 ചെയ്യാനുള്ളത്. ഈ 4 എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? പുട്ട് അക്രോസ് ഉണ്ട്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ഉണ്ട്, ഗിവ് അപ്പ് ഉണ്ട്, പുട്ട് അപ്പ് വിത്ത് ഉണ്ട്, സെറ്റ് ഔട്ട് ഉണ്ട്. എന്തൊക്കെയുണ്ട്? പുട്ട് അക്രോസ് ഉണ്ട്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ഉണ്ട്, ഗിവ് അപ്പ് ഉണ്ട്, പുട്ട് അപ്പ് വിത്ത് ഉണ്ട്, സെറ്റ് ഔട്ട് ഉണ്ട്. ഓക്കെ. ടോളറേറ്റ്. എന്താണ് ടോളറേറ്റിന്റെ അർത്ഥം? അതാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ടോളറേറ്റിന്റെ അർത്ഥം എന്നാണ് നോക്കേണ്ടത്. എന്താണ് ടോളറേറ്റിന്റെ ഇത് നിങ്ങൾക്കറിയോ? ടോളറേറ്റ് എന്താണെന്ന് അറിയോ? ടോളറേറ്റ് എന്താണെന്ന് പറഞ്ഞേ. എന്താണ്? പറ. ടോളറേറ്റ് എന്തായിരിക്കും? ടോളറേറ്റിന്റെ മീനിങ് പറഞ്ഞ ഫ്രേസൽ വെർബ്സ് ഏതാണ് ഇതിലുള്ള? ഏതാണ്? കറക്റ്റ്. ഏതാണ്? പുട്ടപ്പ് വിത്ത് ആണ്. പുട്ടപ്പ് ആണ് ഇവിടെ വരുന്ന ആൻസർ. പിന്നെ നെക്സ്റ്റ് നോക്കിയേ. ഡിസൈഡർ ഏതായിരിക്കും? ഡിസൈഡർ സിമ്പിൾ അല്ലേ? ഡിസൈഡർ ഏതായിരിക്കും? സിമ്പിൾ അല്ലേ? ഡിസൈഡർ ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ ആണ്. ഏതായിരിക്കും? മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഡിസൈഡർ ഏതായിരിക്കും? മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഇനി കൺവേഡ് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൺവേഡ് ഏതായിരിക്കും? എൻ്റെ ഏതായിരിക്കും? എൻ്റെ കിട്ടുമായിരിക്കും. എൻ്റെ ഏതായിരിക്കും? ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലോ എൻ്റെ ഏതാണെന്ന്. എൻ്റെ ഏതായിരിക്കും? നിങ്ങൾ ഗസ് ചെയ്തെങ്കിലും പറ. എൻ്റെ ഏതായിരിക്കും? എൻ്റെ ഏതായിരിക്കും? ആലോചിച്ച് നോക്കിയേ. ഗിവ് അപ്പ് ആണ് എൻഡ്. കൺവേഡ് ഏതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൺവേഡ് ഏതായിരിക്കും? കറക്റ്റ്. എന്താണ് കൺവേഡ്? ഏതാണ്? സെറ്റ് ഔട്ട്. മനസ്സിലായില്ലേ? ഫ്രേസൽ വെർബ്സ് എങ്ങനെ വരുമെന്ന് മനസ്സിലായില്ലേ? ഫ്രേസൽ വെർബ്സ് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഫ്രേസൽ വെർബ്സ് കുറച്ച് പഠിച്ചു വെക്കാം. കുറച്ച് പഠിച്ചു വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം? കുറച്ച് ഫ്രേസൽ വെർബ്സിൻ്റെ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. എന്താണ്? കുറച്ച് ഫ്രേസൽ വെർബ്സ് തരും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അങ്ങനെയാണ് എന്ത് ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായില്ലേ? ഇതാണ് എന്ത് ഫ്രേസൽ വെർബ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഫ്രേസൽ വെർബ്സ് എഴുതു. ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് ഫോർമാറ്റുകൾ നോക്കാം കേട്ടോ. നോട്ടീസ് എങ്ങനെയാണ് എഴുതണേ നോക്കാം. നോക്കിയേ. നോട്ടീസ് ആണിത്. നോട്ടീസിന് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടീസിന് ഒരു ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ABC സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു സ്കൂൾ ABC സ്കൂൾ എന്ന് പറഞ്ഞ എഴുതിയതാണ്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം നെയിം. ഇപ്പം എന്താണ്? ഒരു ആനുവൽ ഡേ ആണെങ്കിൽ എന്ത് കൊടുക്കുക? ആനുവൽ ഡേ എന്ന് കൊടുക്കുക. ആനുവൽ ഡേ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? സല്യൂട്ടേഷൻ കൊടുക്കുക. സല്യൂട്ടേഷൻ എന്താണ് ഇവിടെ? ഡിയർ ടീച്ചേഴ്സ് ആൻഡ്
സ്റ്റുഡൻസ്, ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്നാണ് എന്തിവിടെ സല്യൂട്ടേഷൻ. ഇവിടെ എന്താണ് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നാണ് എന്തിവിടെ സല്യൂട്ടേഷൻ. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു സെൻറ്റൻസിങ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ദി ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്നുകൊണ്ട് എന്താണ് ഇവിടെ പ്രോഗ്രാമിൻ്റെ നെയിമാണ്. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്നിട്ട് എന്ത് ചെയ്യുക എന്താണോ പ്രോഗ്രാം. ഇപ്പം ആനുവൽ ഡേ അല്ലേ അപ്പം ആനുവൽ ഡേ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഡേറ്റിന് മുന്നിൽ എന്ത് കൊടുക്കണം ഡേറ്റിന് മുന്നിൽ ഓൺ കൊടുക്കണം. ഓക്കെ, ഓൺ മാർച്ച് 2023 ഫ്രം 10 AM to 2 PM ഫ്രം 10 AM to 2 PM എന്നാണ് 10 AM to 2 PM 10 AM to 2 PM എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 2 സമയം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുത്താൽ മതി എങ്ങനെ കൊടുത്താൽ മതി നോക്കിയേ at 10 AM എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഒരു സമയം മാത്രമാണ് കൊടുക്കണമെങ്കിൽ എന്ത് കൊടുക്കുക അറ്റ് യൂസ് ചെയ്യുക. 2 സമയം ഉണ്ടെങ്കിൽ ഫ്രം 10 AM to 2 PM എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇനി അടുത്ത നോക്കിയേ അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. ഇവിടെ അറ്റ് അല്ല വരാം. ഇവിടെ അറ്റ് ഇപ്പോൾ വേറെ അറ്റൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അവിടെ അറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ഓൾറെഡി ടൈമിൽ അറ്റ് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ എന്ത് യൂസ് ചെയ്യണം ഇവിടെ ഇന്ന് യൂസ് ചെയ്യണം. ഇവിടെ എന്ത് യൂസ് ചെയ്യണം ഇന്ന് യൂസ് ചെയ്യണം. മനസ്സിലായോ ശിവ? മനസ്സിലായില്ലേ? ഓക്കെ, ബാക്കിയുള്ളത് നോക്കിയേ. ദി പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ. അതായത് ഈ ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്തത് ആരാണ്? ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പിണറായി വിജയൻ സാറാണ്. അപ്പോൾ എന്താണ് ആ ഒരു ഇനാഗ്രേറ്റർക്ക് എഴുതേണ്ടതാണ് എന്ത് ദി പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ എഴുതാം. എന്താണ് ദി പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം? ആരാണോ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അവരുടെ പേരങ്ങനെ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ഫോർ ദി ഫംഗ്ഷൻ. എന്താണ് എല്ലാവർക്കും ഈ ഒരു ഫംഗ്ഷനിലോട്ട് സ്വാഗതം എന്നുള്ള രീതിയിൽ എന്ത് എഴുതിയേക്കാണ് ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ഫോർ ദി ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ടൈം വെന്യൂ. അടുത്ത എന്താണ് ഡേറ്റ് ടൈം വെന്യൂ. ഈ സംഭവമാണ് ഡേറ്റ് ടൈം വെന്യൂ. അപ്പോൾ ഡേറ്റ് എന്താണ് 7th March 2023 ഡേറ്റ് എഴുതി. പിന്നെ എന്താണ് ടൈം ഓൾറെഡി ഇതിൽ തന്നേക്കുന്ന ഡേറ്റ് ആണ് കേട്ടോ എഴുതേണ്ടത്. അതുകൊണ്ട് ടൈം എന്താണ് 10 AM to 2 PM വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. അടുത്ത എന്താണ് പ്രോഗ്രാം ചാർട്ട്. എന്താണ് പ്രയർ ആരാണ് പറഞ്ഞത്? സ്കൂൾ കൊയർ. വെൽക്കം സ്പീച്ച് ആരാണ്? സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. അടുത്ത എന്താണ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ്. ഓക്കെ, ടീച്ചർ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചോ? കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഡൗട്ട് എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് പ്രയർ, സെക്കൻഡ് വൺ എന്താണ് വെൽക്കം സ്പീച്ച്, തേർഡ് എന്താണ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഫോർത്ത് എന്താണ് ഇനാഗുറേഷൻ അഡ്രസ്സ്, സ്പീച്ച്, വോട്ട് ഓഫ് താങ്ക്സ്, നാഷണൽ ആന്തം. ഓക്കെ, സ്പീച്ച്, വോട്ട് ഓഫ് താങ്ക്സ്, നാഷണൽ ആന്തം. ഓക്കെ, മനസ്സിലായോ? അതായത് ഒന്നുമില്ല, നോട്ടീസ് അതിന് മുമ്പ് എന്ത് എഴുതുക? നോട്ടീസ് ഒരു ഹെഡിങ് കൊടുക്കുക, സ്കൂളിൻ്റെ പേര് കൊടുക്കുക, പ്രോഗ്രാം നെയിം കൊടുക്കുക, സല്യൂട്ടേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെ എഴുതുക. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആ ഒരു പ്രോഗ്രാം നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കണം. ഡേറ്റിന് മുന്നിൽ എന്ത് കൊടുക്കണം? ഓൺ കൊടുക്കണം. ഡേറ്റിന് മുന്നിൽ എന്ത് കൊടുക്കണം? ഓൺ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ടൈമിന് മുന്നിൽ എന്ത് കൊടുക്കണം? ഫ്രം. അത് 2 സമയം കൊടുക്കാനുണ്ടെങ്കിൽ ഫ്രം കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സമയം കൊടുത്താൽ മതി. അങ്ങനെ എന്ത് കൊടുത്താൽ മതി? അറ്റ് 10 AM എഴുതിയിട്ട് ഇൻ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ കേരള ശ്രീ പിണറായി വിജയൻ എന്ന് എഴുതി കൊടുക്കാം. അതായത് ആരാണോ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് അവരുടെ പേര് എന്ത് എഴുതണം? ദി പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണ പോലെ ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ഫോർ ദി ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് ടൈം വെന്യൂ എന്ത് ചെയ്യും അതുകൊണ്ട് എടുത്തെഴുതുക. കാരണം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ ഡേറ്റ് ടൈം വെന്യൂ എഴുതാനായിട്ട് പറയണം. എന്നിട്ട് പ്രോഗ്രാം ചാർട്ട് കൊടുക്കുക. പ്രോഗ്രാം ചാർട്ടിൽ ഫസ്റ്റ് നടക്കുന്ന പരിപാടി എന്തായിരിക്കും? പ്രയർ ആയിരിക്കും. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? വെൽക്കം സ്പീച്ച് ആണ്. പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇനാഗുറൽ അഡ്രസ്സ്, സ്പീച്ച്, വോട്ട് ഓഫ് താങ്ക്സ്, നാഷണൽ ആന്തം. ഇതോടുകൂടി കഴിഞ്ഞാൽ മോനെ ക്വസ്റ്റ്യൻ ചോദിക്കേ. സുബി ജോസഫ് ക്വസ്റ്റ്യൻ ചോദിച്ചോ? ഡൗട്ട് എന്താണെന്നുള്ളത് ചോദിക്കുക, എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എത്രയാണ് എന്ത് നോട്ടീസ്. ഇനി നെക്സ്റ്റ് നോക്കി ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. നെക്സ്റ്റ് എന്താ പറയാൻ പോകുന്നത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു ഹെഡ്ലൈൻ കൊടുക്കണം. ഒരു ഹെഡ്ലൈൻ കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ജൂലിയാനയുടെ സർവൈവൽ വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിയേ, ഫ്രം ആഷസ് ടു ലൈഫ് എന്നാണ് നമ്മൾ കുറച്ച് ക്യാച്ചി ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ കൊടുക്കുക.
അല്ലേ? കുറച്ച് ക്യാച്ച് ആയിട്ടുള്ള എന്ത് കൊടുക്കണം? ഒരു ഹെഡ്ലൈൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡേറ്റും ഡേറ്റും സ്ഥലവും എഴുതാം. ഡേറ്റും സ്ഥലവും എഴുതാം. ഡേറ്റും സ്ഥലവും എഴുതാം. ഇവിടെ എന്ത് ചെയ്താൽ നമ്മൾ സ്ഥലം എഴുതി, അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതി? ഡേറ്റ് എഴുതി. ഓക്കെ, ഇത്രയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ അടിയിൽ വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതെന്താണ്? സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ്. സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ്. എല്ലാവർക്കും എഴുതണം നിർബന്ധമില്ല. ചില ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും എഴുതണമെന്ന്. ചില സ്കൂൾ അങ്ങനെ എഴുതണമെന്ന് പറയും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റാഫ് റിപ്പോർട്ടർ എന്നും കൂടി എഴുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ വന്നേക്കണത് അത് അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണോ ക്വസ്റ്റ്യനിൽ വന്നേക്കണത് അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണോ ക്വസ്റ്റ്യനിൽ വന്നേക്കണത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ഫ്രം ആഷസ് ലൈഫ്, അതായത് ജൂലിയാനയുടെ സർവൈവലിനെ പറ്റിയിട്ട് എന്ത് എഴുതാനാണ് പറഞ്ഞേക്കണത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. എന്ത് ചെയ്യുക? ഒരു ഹെഡിങ് കൊടുക്കുക. ഒരു ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഏതാണോ സ്ഥലം, ഏതാണോ ഡേറ്റ്, ആ ഡേറ്റും സ്ഥലവും കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, ഹെഡ്ലൈൻ കൊടുക്കുക. ബൈലൈൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഡേറ്റും പിന്നെന്താണ് ഈ മറ്റേ സ്റ്റാഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമില്ലേ, സ്റ്റാഫ് റിപ്പോർട്ടൊന്നും ഡേറ്റും കൂടി ഒരുമിച്ച് എഴുതില്ല. അതാണ് ഈ ബൈലൈൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പ്ലേസ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ സംഭവം നടന്നേക്കണം ആ ഒരു പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. എവിടെയാണോ സംഭവം നടന്നേക്കുന്നത് ആ ഒരു പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദി ലീഡ് മെയിൻ പോയിന്റ്സ്, അതായത് എന്താണോ വാർത്ത അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ദി ബോഡി ന്യൂസ് ഡീറ്റെയിൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് കറക്റ്റായിട്ട് ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ ന്യൂസ് എന്താണ് കറക്റ്റായിട്ട് എഴുതൂലേ, അതാണ് ഉദ്ദേശിക്കണം. ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് വായിച്ചു തരാം. ദി ലാൻസ എയർലൈൻ ഷെഡ്യൂൾഡ് ഫ്രം ലിമ ടു പൊക്കാൽപ വാസ് crashed to pieces in an air crash 30 minutes after the take off. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ആ ഒരു എയർ ക്രാഷ് ഉണ്ടായതെന്നുള്ളത്, ആ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായതെന്നുള്ളത് എന്താണ് കറക്റ്റായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സ്പീച്ച് ആണ് നോക്കാൻ പോണത്. അടുത്ത് നോക്കാൻ പോണതാണ് സ്പീച്ച് ആണ്. ഓക്കെ, സ്പീച്ച് നോക്കാം. സ്പീച്ചിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എല്ലാ സ്പീച്ചിലും എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് പറയാൻ പോണത് കേട്ടോ. ഏതൊരു സ്പീച്ച് വന്നാലും അതിനെ ഫസ്റ്റും ലാസ്റ്റും എഴുതാൻ പറ്റാണ് പറയാൻ പോണത്. ഏതൊരു സ്പീച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പറയാനായിട്ട് പറ്റും. ഓക്കെ, മൈ ഹംബിൾ സല്യൂട്ടേഷൻസ് ടു ദി റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഹിയർ. അപ്പോൾ എന്താണ് ഫസ്റ്റ് പറഞ്ഞ എന്താണ്? അതായത് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ആ ഒരു സല്യൂട്ടേഷൻസ്, അതായത് മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് ആ ഒരു രീതിയിൽ. ഓക്കെ, ഇനി ഐ ആം സോ ഹാപ്പി ടു ബി ഹിയർ വിത്ത് യു. പറയണത് എന്താണ്? ഞാൻ എന്താണ് ഇന്നിവിടെ നിൽക്കണേൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നൈസ് ടു ടോക്ക് യു ഓൺ എ വെരി റെലവൻറ്റ് ടോപ്പിക്. അതായത് ഇത്ര പ്രസക്തമായൊരു ടോപ്പിക്ക് സംസാരിക്കാൻ എനിക്ക് എന്താണ് ഭയങ്കരധികം ഇറ്റ് ഈസ് നൈസ് ടു ടോക്ക് ഓൺ എ വെരി റെലവൻറ്റ് ടോപ്പിക്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള പ്രശസ്തമായ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് എന്താണ് എനിക്ക് വളരെയധികം ഇഷ്ടമായി, അതായത് ആ ഒരു ടോപ്പിക്ക് ഇഷ്ടമായി എന്നുള്ള രീതിയിൽ. ഓക്കെ, I congratulate those behind this function for choosing this topic. അവർ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതേണ്ടത് എന്താണ്? കോണ്ടന്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. കോണ്ടന്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ നോക്കിയേ, ലെറ്റ് us act together. I conclude my speech. Thank you for your patient listening. അതായത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവം എഴുതി കൊടുക്കുക. ഏതൊരു സ്പീച്ച് വന്നാലും ഇത് ഫസ്റ്റ് തന്നെ ബിഗിനിങ്ങിൽ ഇത് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻഡിങ്ങിൽ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സാധനം എഴുതി കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യണം? കണ്ടന്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? സ്പീച്ചിൽ ബിഗിനിങ്ങിൽ ഈ പറഞ്ഞ സംഭവം കൊടുക്കുക, കണ്ടന്റ് കൊടുക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യുക? എൻഡിങ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സ്പീച്ച് കഴിഞ്ഞിട്ട് പിന്നുള്ളതാണ് എന്ത്? ലെറ്റർ. സ്പീച്ച് കഴിഞ്ഞിട്ട് പിന്നുള്ളതാണ് എന്ത്? ലെറ്റർ. ഓക്കെ, ലെറ്റർ നോക്കാം. ലെറ്റർ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത് ഇൻഫോർമൽ ലെറ്റർ ആണ്. ഫസ്റ്റ് നോക്കാൻ പോണത് എന്താണ്? ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിൽ എന്ത് മാത്രം മതി? ഫ്രം അഡ്രസ്സ് മാത്രം മതി. പക്ഷെ നിങ്ങൾ പണ്ട് ഫ്രം അഡ്രസ്സ് എഴുതണ പോലെ എന്താണ് പേരൊന്നും എഴുതേണ്ട കാര്യമില്ല. പണ്ട് ഫ്രം അഡ്രസ്സ് എഴുതണ പോലെ പേരൊന്നും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഫ്രം അഡ്രസ്സ് കൊടുക്കുക. പക്ഷെ എന്താണ് ആ ഒരു സ്ഥലം മാത്രം മതി, വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്ഥലം മാത്രം മതി. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക? ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കണം. കാരണം ഒരിക്കലും എന്ത് ചെയ്യരുത്? ആ ഒരു മാസം
മാസമല്ലേ, ആ ഒരു മാസം ഒരിക്കലും ഇങ്ങനെ എന്താണ് അതല്ല, മാസം ഒരിക്കലും നമ്പേഴ്സിൽ എഴുതരുത്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ എന്ത് എഴുതാം, ആ ഒരു വേർഡ്സിൽ തന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡിയർ അമൽ സല്യൂട്ടേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എഴുതേക്കണ സംഭവം നോക്കിയേ, നിങ്ങൾ മിക്കപ്പോഴും എഴുതാറ് എന്താണ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ആയ സംഭവമൊക്കെയാണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. നോക്കിയേ, ഇറ്റ്സ് ബീൻ സോ ലോങ് സിൻസ് യുവർ ലാസ്റ്റ് വിസിറ്റ്, സോ ഐ തോട്ട് ഐ ഷുഡ് റൈറ്റ് ടു യു to see how are you doing, hope you have started your revisions for the exam, I am writing this letter to you about എന്നിട്ട് ഇവിടെ എന്താണ് വീണ്ടും കണ്ടന്റ് ആണ് വരുന്നത്. ഇവിടെ വീണ്ടും എന്താണ് വരുന്നത്, കണ്ടന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഇതെന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് പഠിക്കാം. എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം പഠിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. ഓക്കെ, ലാസ്റ്റ് നോക്കിയേ, മൈ പാരൻസ് ഹാവ് കൺവേഡ് ദർ അഫെക്ഷൻ ഫോർ യു, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു, convey my regards to your parents, hoping for your reply letter, your loving friend name. ഓക്കെ, ഇത്രയാണ് എന്താണ്, പാരൻസ് ഹാവ് കൺവേഡ് ദർ അഫെക്ഷൻ ഫോർ യു, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു, കൺവേ മൈ റിഗാർഡ്സ് യുവർ, അതായത് അച്ഛനെ അമ്മനൊക്കെ അന്വേഷിച്ച് എന്ന് പറയുമ്പോൾ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛനെ അമ്മനൊക്കെ അന്വേഷിച്ച് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, അതാണ് എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതാനാണ് എന്ത് ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിൽ എന്ത് കൊടുക്കണം, ഫ്രം അഡ്രസ്സ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കുക, സല്യൂട്ടേഷൻ കൊടുക്കുക. പിന്നെന്താണ്, പിന്നെ ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞ സംഭവമില്ലേ, ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇതെന്താ ചെയ്യുക, അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. പിന്നെ പറഞ്ഞ എന്താണ്, ആ ഒരു കണ്ടന്റ് എഴുതുക. എന്തിനാ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, കണ്ടന്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട്, ആ ഒരു കണ്ടന്റ് ഏതാണോ ആ ഒരു കണ്ടന്റ് അങ്ങോട്ട് എഴുതുക. അതുകഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയാൽ മൈ പാരൻസ് ഹാവ് കൺവേഡ് ദർ അഫെക്ഷൻ ഫോർ യു, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പാരൻസ്, ഹോപ്പിംഗ് ഫോർ യുവർ റിപ്ലൈ ലെറ്റർ. അതുകഴിഞ്ഞിട്ട് യുവർ ലവിങ് ഫ്രണ്ട് പറഞ്ഞിട്ട് നെയിം എഴുതുക, ST. ഇത്രയാണെന്ത് നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ടീച്ചർ, ഒരു ബിഗ് ഡൗട്ട്, നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കുക, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവും എന്താണ് ഡൗട്ട് എന്നുള്ളത്. ഡൗട്ട് എന്താണെന്ന് ചോദിക്കട്ടോ, അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഇനി പറയാൻ പോണത്, ഫോർമൽ ലെറ്ററോ ഒഫീഷ്യൽ ലെറ്ററാണ് പറയാൻ പോണത്. ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ ആണ് പറയാൻ പോണത്. ശ്രദ്ധിക്കുക, ഫോർമൽ ലെറ്ററിൽ എന്ത് വേണം, ഫ്രം അഡ്രസ്സും വേണം, ടു അഡ്രസ്സും വേണം. ഫ്രം അഡ്രസ്സും വേണം, ടു അഡ്രസ്സും വേണം. പിന്നെ എന്താണ്, ഡേറ്റ് വേണം. പിന്നെ വേണ്ടതാണ് എന്ത്, സബ്ജക്റ്റ്. ഓക്കെ, ഫ്രം അഡ്രസ്സ് വേണം, ടു അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം, സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഇപ്പം നമ്മൾ ഒരു മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതുന്നത് വിചാരിക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ലെറ്റർ എഴുതുന്നത്, എന്ത് വേണം, അതിൽ വേണം. എന്തിനു വേണ്ടിയിട്ടാണോ ലെറ്റർ എഴുതണത്, ബാഡ് ഓഫ് ഫാദർ ഇല്ലിക്കണം, അതൊക്കെ 10ാം ക്ലാസ്സിലല്ലേ, അതൊക്കെ എക്സാമിന് വന്നു. ഓക്കെ, അപ്പോൾ നോക്കിയാൽ എന്താണ് സബ്ജക്റ്റ്, എന്താണ് കൊടുക്കേണ്ടത്, ഓക്കെ, ഫ്രം അഡ്രസ്സ് കൊടുക്കുക, ടു അഡ്രസ്സ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഫ്രം അഡ്രസ്സ് കൊടുക്കുക, ടു അഡ്രസ്സ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, സബ്ജക്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ ക്വസ്റ്റിനിൽ സബ്ജക്റ്റ് തന്നേക്കണം, നിങ്ങൾ ഇൻഫോർമൽ ലെറ്റർ ആണോ ഫോർമൽ ലെറ്റർ ആണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ഫ്രണ്ടാണ് ലെറ്റർ എഴുതാൻ പറഞ്ഞേക്കുന്നത്, എന്തായിരിക്കും, ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും. ഇനി ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ ആണെങ്കിൽ അത് എന്തായിരിക്കും, ഫോർമൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എഴുതാം, റെസ്പെക്റ്റഡ് സാർ എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് ഐ എം എ റെസ്പോൺസിബിൾ സ്റ്റുഡൻറ്റ് ഇൻ എ റെപ്യൂട്ടഡ് സ്കൂൾ ഓഫ് ദി സിറ്റി. അതായത് ഈ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് ഇത്രയും വലിയ സിറ്റിയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളിൽ ഒരു സ്റ്റുഡൻ്റ് ആയാലും എന്താണ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഈ സ്കൂളിൽ എന്താണ് സ്റ്റുഡൻറ്റ് കൗൺസിലർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്ക് ഈ ഒരു ലെറ്റർ, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് ലെറ്റർ എഴുതണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയേ, മിസ് ഇനി സിമ്പിൾ ഉള്ളത് പറഞ്ഞു തരുമോ, സിമ്പിളുള്ള ഫോർമാറ്റുകളാണ് ഈ പറയണത്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഫോർമാറ്റുകളാണ് പറയണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ആ ഒരു ഫസ്റ്റ് പറയുന്ന സംഭവം, അതായത് ഏതൊരു എന്ത് തുടങ്ങുമ്പോഴും ഫോർമൽ ലെറ്റർ എഴുതുമ്പോഴും നിങ്ങൾക്ക് എന്തിൻ്റെ ഫോർമൽ ലെറ്റർ വന്നാലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, I am very happy to say that I am a responsible student in a reputed school of the city. As a student counselor of this school, I would like to draw your kind attention on the topic. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇനി വരുന്നത് എന്താണ്, ഇവിടെ വരുന്നത് എന്താണ്, കോണ്ടന്റ് ആണ്. ഇവിടെ വരുന്നത് എന്താണ്,
കണ്ടന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു, ഐ ആം റൈറ്റിംഗ് ഫോർ ദി പോസിറ്റീവ് റിപ്ലൈ സൂൺ, ഫെയ്ത്ത്ഫുള്ളി നെയിം ST. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹായ് ഹലോ ഹവാറി എന്നുള്ള സംഭവം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാനായിട്ട് പാടില്ല. എന്ത് ചെയ്യാൻ പാടില്ല, ഹായ് ഹലോ ഹവാറി ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആകെ പറഞ്ഞ എന്താണ്, ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് ഐ എം എ റെസ്പോൺസിബിൾ സ്റ്റുഡൻറ്റ് ഇൻ എ റെപ്യൂട്ടഡ് സ്കൂൾ ഓഫ് ദി സിറ്റി. അത് കഴിഞ്ഞിട്ട് എന്താണ്, ആസ് എ സ്റ്റുഡൻറ്റ് കൗൺസിലർ, ഞാനെന്താണ് ഈ സ്കൂളിലെ സ്റ്റുഡൻറ്റ് കൗൺസിലർ ആണ്, അതുകൊണ്ടാണ് എന്ത് ഞാൻ ലെറ്റർ അയക്കുന്നത്. ഒരു ടോപ്പിക്ക് പറയാണ്, ടോപ്പിക്ക് പറഞ്ഞ് ഐ ആം റൈറ്റിംഗ് ഫോർ ദി ആരംഭിക്കരുത്, എന്നിട്ട് ഫെയ്ത്ത്ഫുള്ളി എഴുതാം, നെയിം എഴുതാം, ST എഴുതാം. ഇതാണെന്ത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഇതാണെന്ത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫോർമൽ ലെറ്റർ പറഞ്ഞു, ഇൻഫോർമൽ ലെറ്റർ പറഞ്ഞു, നോട്ടീസ് പറഞ്ഞു, പ്രൊഫൈൽ പറഞ്ഞു, ഡയറി പറഞ്ഞു, പിന്നെന്താ സ്പീച്ച് പറഞ്ഞു, ന്യൂസ് റിപ്പോർട്ട് പറഞ്ഞു അല്ലേ. ഇനി നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് പറഞ്ഞില്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത് പറയാൻ പോണത് റേസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അടുത്ത പറയാൻ പോണത് റേസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. റേസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കിയാലോ, റേസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കിയേ. ദി റേസ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ നിഷ പഞ്ചാബി. റേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷോർട്ട് സ്റ്റോറി ആണ് എഴുതിയേക്കുന്നത്. ആരാണ്, നിഷ പഞ്ചാബിയാണ് ഇത് എഴുതിയേക്കുന്നത്. തരുൺ ഈസ് എ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി. തരുണാണ് എന്ത് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. മെയിൻ ക്യാരക്ടർ. പിന്നെ ഹി വാസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ഇയാൾ എന്താണ്, നമ്മുടെ തരുൺ എന്താണ്, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ആര്, നമ്മുടെ തരുൺ. ഹിസ് പാരൻസ് ബ്ലെയിംഡ് ഹിം ഫോർ എ ലോ ഗ്രേഡ്സ്. അതായത് അവൻ എന്താണ് വലിയ മാർക്കൊന്നും മേടിക്കാത്തതുകൊണ്ട് തന്നെ പാരൻസ് ഒക്കെ എന്താണ് എപ്പോഴും അവന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഹി വാസ് നോട്ട് ഗുഡ് അറ്റ് മെനി അതർ തിങ്സ് ടു ലുക്ക് ലൈക്ക് ഡാൻസിങ്, പെയിൻറ്റിങ്, സിംഗിങ് ഓർ ആക്ടിങ്. അപ്പോൾ ഇവനക്ക് എന്താണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതായത് ഈ ഡാൻസിങ്, പെയിൻറ്റിങ്, സിംഗിങ് അതിലൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ തരുണിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. He considered himself as the black sheep of the family. അതായത് തരുൺ അവനെ കാണുന്നത് എന്താണ്, അവൻ്റെ ഫാമിലിയിൽ ഒരു ബ്ലാക്ക് ഷീപ്പ് ആയിട്ടാണ് അവൻ ആരെ കാണുന്നത്, തരുൺ അവനെ തന്നെ കാണുന്നത്. ഓക്കെ, ബട്ട് ഹി വാസ് എ ഗിഫ്റ്റഡ് റണ്ണർ വിത്ത് ഹിസ് ഇന്റൻസ് ഡിസൈർ വാസ് ടു ബിക്കം ദി ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദി വേൾഡ്. പക്ഷെ അവൻ എന്താണ്, ഒരു റണ്ണറാണ്. പിന്നെ അവൻ്റെ അതിയായ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അറിയപ്പെടുന്ന ഒരു റണ്ണർ ആവുന്നതാണ് എന്താ അവൻ്റെ അതിയായ ആഗ്രഹം. വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻ ഹിസ് ഫ്രണ്ട്സ് ടീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഫാദർ got angry with him. അതായത് തരുൺ എന്താണ് അവൻ്റെ എക്സാമിനേഷനിൽ, ആനുവൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിൽ തോറ്റപ്പോൾ എന്താണ് ചെയ്യുക, നമ്മുടെ കുട്ടികൾ എന്തായും അവനെ കളിയാക്കും. അച്ഛൻ എന്ത് ചെയ്യും, അവനെ ചീത്ത പറയും. ഇൻ ഓർഡർ ടു റിലീസ് ഹിസ് ഡിപ്രസിങ് ഇമോഷൻ ആൻഡ് ഫീലിംഗ് ഹി സ്റ്റാർട്ടഡ് റണ്ണിങ് ഇൻ ദി പാർക്ക്. അതായത് അവൻക്കായൊരു ഡിപ്രഷൻ എന്നാണ് മാറ്റി വെക്കാനുണ്ട്. ആ ഡിപ്രഷനൊക്കെ ഒന്ന് പോകാനായിട്ട് ഇവൻ എന്ത് ചെയ്യും, പാർക്കിലൂടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഓടും. രാം നാരായൺ ആൻഡ് ഓൾഡ് ഒളിമ്പിക് ഹാപ്പൻ ടു വാച്ച് ഹിസ് അൺഇൻറ്ററപ്റ്റഡ് റണ്ണിങ്. അപ്പോൾ ആ ഒരു സമയത്ത് രാംനാരായൺ എന്ന് പറയുന്ന ഒരു ഒളിമ്പിക് റണ്ണർ, അതായത് ഒരു ഒളിമ്പ്യൻ എന്ത് കാണാണ് ഇവൻ്റെ ഈ ഒരു റണ്ണിങ് കാണാണ്, ഈ ഒരു ഓട്ടം കാണാണ്. ഈ ഓട്ടം കാണുമ്പോൾ രാംനാരായൺ പ്രൈസ്ഡ് ഹിസ് ടാലന്റ് ഓഫ് റണ്ണിങ് ആൻഡ് offered his free training on the condition that he had to win the race to be held on the Children's Day at Nehru Stadium. അപ്പോൾ ഇത് കാണുമ്പോൾ രാംനാരായൺ എന്ത് ചെയ്യും, ഇവന് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കും. അത് മാത്രമല്ല ഇവന് ഇവനക്ക് ഓടാനായിട്ടൊരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനൊക്കെ ഒരു കാര്യം ഓഫർ ചെയ്യാണ്. എന്താണ് ഓഫർ ചെയ്യണത്, രാംനാരായൺ എന്ത് ചെയ്യുക, ഇവനെ ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യുക. ഇവൻ എന്ത് ചെയ്യണം ചിൽഡ്രൻസ് ഡേയുടെ അവിടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഒരു റേസ് ഉണ്ട്. അതിൽ ഇവൻ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യാമെന്ന് പറയാണ്. തരുൺ വാസ് ഹാപ്പി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആർക്കും ഭയങ്കര സന്തോഷമാവും, തരുണിന് ഭയങ്കര സന്തോഷമാവും. Tarun practiced zealously one day of the race. Narayan and Tarun's mother were in the stands to cheer him. One day അല്ല, on the data. ഓക്കെ, അപ്പോൾ തരുൺ രാവും പകലില്ലാണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് റേസിൻ്റെ അന്ന് രാംനാരായണും തരുണിൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യാനെത്തി, ഇവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അങ്ങോട്ട് എത്തി. ഓക്കെ, പ്രോത്സാഹിപ്പിക്കാനായിട്ട് അങ്ങോട്ട് എത്തി.
അങ്ങോട്ട് എത്തി. വെൻ ദി റേസ് ബിഗെയിൻ തരുൺ വാസ് ഇൻ ലീഡ്. അപ്പോൾ എന്താണ്, ആ ഒരു റേസ് തുടങ്ങിയപ്പോൾ, ഓട്ടമത്സരം തുടങ്ങിയപ്പോൾ മുന്നിൽ നിന്നത് ആരാണ്? തരുണാണ് മുന്നിൽ നിന്നിരുന്നത്. പക്ഷേ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഫെൽ ട്വൈസ് അല്ല ട്രൈസ് ഓൺ ദി ട്രാക്ക്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവൻ 3 പ്രാവശ്യം അവിടെ വീഴാണ്, ആ ഒരു ട്രാക്കിൽ വീഴാണ്. ഓക്കെ, രാംനാരായൺ ആൻഡ് ഹിസ് മദർ ചിയർഡ് ഫോർ ഹിം. പക്ഷെ അപ്പോഴും എന്താണ്, രാംനാരായണം അവൻ്റെ അമ്മ എന്താണ് അവനക്ക് വേണ്ടി അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഈച്ച് ടൈം ഹി ഫെൽ ഹി സ്റ്റാർട്ടഡ് എ ഫ്രഷ് ആൻഡ് റാൻ ഫാസ്റ്റ്. അതായത് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അവൻ എന്താണ് ചെയ്തിരുന്നത്, എണീക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എണീക്കും, വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഓടിത്തുടങ്ങും. ഓക്കെ, ഓൾ ദോ തരുൺ ഫിനിഷ് ദി ലാസ്റ്റ് ഷീ ഗോട്ട് ലൗഡർ അപ്ലോസ് then Pawan, the winner of the race. അതായത് വിന്നർ ഓഫ് ദി റേസ്, അതായത് പവൻ എന്ന് പറയുന്ന കുട്ടിയാണ് എന്ത് ഇതിൽ ജയിക്കണത്. പവൻ എന്ന് പറയുന്ന കുട്ടിയാണ് എന്ത് ഇതിൽ ജയിക്കണത്. അപ്പോൾ അവനക്ക് കിട്ടുന്നതിലും കൂടുതൽ എന്താണ് അപ്ലോസ്, കൈയുടെയൊക്കെ ആർക്ക് കിട്ടും, നമ്മുടെ തരുണിന് കിട്ടും. കാരണം എന്താണ്, കുറേ പ്രാവശ്യം വീണിട്ടും തരുൺ എന്താണ് തരുൺ എന്താണ് ഗിവ് അപ്പ് ചെയ്യാണ്ട് അത് വേണ്ടാന്ന് വെക്കാണ്ട് എന്ത് ചെയ്യും, വീണ്ടും എണീറ്റ് ഓടാൻ തുടങ്ങിയാണ്. അപ്പോൾ അത് കാണുമ്പോൾ എന്താണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് തരുണിനെ ഇഷ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എന്താ പറയണത്, ദിസ് ഇംപ്രസ്ഡ് രാം നാരായൺ ആൻഡ് ഹി അഷ്യൂർഡ് ഹിം ഹിസ് ഫ്രീ ട്രെയിനിങ്. Thus Tarun proved everyone that he is not actually the black sheep of the family but a gifted runner. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആരെയും ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യിപ്പിക്കും, രാംനാരായൺ ഇംപ്രസ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ രാംനാരായൺ എന്ത് പറയും, എന്താ പറയണത്, രാംനാരായൺ പറയുകയാണെന്ത്, ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എന്താ നോക്കണേ, എന്തെന്നാ നോക്കിയേ, ദിസ് തരുൺ പ്രൂവ്ഡ് എവറി വൺ ദാറ്റ് ഹി ഈസ് നോട്ട് ആക്ച്വലി ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി ബട്ട് എ ഗിഫ്റ്റഡ് റണ്ണർ. തരുൺ എന്ത് ചെയ്യാണ്, തരുൺ ഒരു കാര്യം പ്രൂവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എന്താണ് ശരിക്കും എന്താണ് ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള റണ്ണറാണ്. അവൻ എന്തല്ല ആ ഒരു ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പ് അല്ല എന്ന് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിലുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആണ് തരുണിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. തരുണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് ഈ മെയിനുള്ള ക്വസ്റ്റ്യൻ. ക്യാരക്ടർ സ്കെച്ചും ഇപ്പം പറഞ്ഞ ഒരു നരേഷനും മെയിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാരക്ടർ സ്കെച്ചും നരേഷനും മെയിൻ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, തരുൺ ഈസ് എ യങ് ആൻഡ് സെൻസിറ്റീവ് ചൈൽഡ് ഹൂ ഈസ് ഇൻ ഗുഡ് അറ്റ് സ്റ്റഡീസ് ഓർ എ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ് തരുൺ എന്താണ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചൈൽഡാണ് ആര്, നമ്മുടെ തരുൺ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല അവൻ എന്താണ് വല്ലാണ്ട് പഠിക്കുന്ന കൂട്ടത്തിലൊന്നല്ല, തരുൺ എന്താണ് വല്ലാണ്ട് പഠിക്കുന്ന കൂട്ടത്തിലൊന്നല്ല. അത് മാത്രമല്ല വേറെ ആക്ടിവിറ്റീസിലും ആര് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നില്ല, തരുൺ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ് ഉദ്ദേശിക്കണം, however തരുൺ ഈസ് എ റിയലി ഗുഡ് റണ്ണർ ബട്ട് സിൻസ് ഹിസ് ഫാമിലി ഡിസപ്രൂവ്സ് ഓഫ് ഹിസ് റണ്ണിങ് തരുൺ ഡസ് നോട്ട് തിങ്ക് ഓഫ് റണ്ണിങ് ആസ് എ ടാലൻറ്റ്. അപ്പോൾ എന്താണ് ഇവനെന്താണ് നല്ലോണം ഓടും, അവനെന്താണ് നല്ലൊരു എക്സലന്റ് റണ്ണറാണ്. പക്ഷേ എക്സലന്റ് റണ്ണർ ആണെങ്കിലും അവൻ്റെ ഫാമിലി എന്താണ് അതിന് ആ ഒരു ഇവനക്ക് ഓടി വലിയ ഒരു ചാമ്പ്യൻ ആണോ എന്ന രീതിയിലൊന്നും ആരും സമ്മതിച്ചു കൊടുത്തിരുന്നില്ല, അവൻ്റെ ഫാമിലി സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. അത് മാത്രമല്ല തരുൺ ഡസ് നോട്ട് തിങ്ക് ഓഫ് റണ്ണിങ് ആസ് എ ടാലന്റ്. തരുൺ എന്താണ് ഈ ഓടുന്നത് ഒരു ടാലൻ്റ് ആയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. തരുൺ എന്താണ് ഓടുന്നത് ഒരു ടാലൻ്റ് ആയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, ദിസ് മേക്സ് തരുൺ കൺസിഡർ ഹിംസെൽഫ് ടു ബി ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ് തരുൺ എന്താണ് അവൻ്റെ ഫാമിലി ഒരു ബ്ലാക്ക് ഷീപ്പ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തരുൺ അവൻ്റെ ഫാമിലി ഒരു ബ്ലാക്ക് ഷീപ്പ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഓക്കെ, ഡിസ്പൈറ്റ് ദി ഓഡ്സ് തരുൺ ഈസ് എ ഡിറ്റർമിൻഡ് ആൻഡ് diligent. When Ramnarayan presents Tarun with a condition before he accepts Tarun as a student, Tarun readily accepts the challenge of winning the children's day race being held in Nehru Stadium. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നേരത്തെ നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയാൽ we can see Tarun's determination to win the race when during the race despite slipping twice തരുൺ ഫിനിഷസ് ദി റൈസ്. അപ്പോൾ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുണിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ, ഈ ചാപ്റ്ററിലുള്ള തരുണിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിറ്റർമിനേഷൻ എന്താണ്, കുറേ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വീണ് പോകുമ്പോഴും എന്താ സംഭവിക്കണത്, അവൻ എന്താ സംഭവിക്കണത്, അവൻ വീണ്ടും എണീറ്റ് വീണ്ടും ഓടി തുടങ്ങിയാണ്, പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുൺ എന്താണ് എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്. അവൻ എന്താണ് എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് ആര്, നമ്മുടെ തരുൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തരുണിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നിങ്ങളൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇതെന്തായാലും കമ്മ്യൂണിറ്റി ചാനലിൽ ഇതിൻ്റെ ലിങ്ക് വരും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക്
അടുത്തത് മെറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തത് നോക്കാൻ പോണേതാണ് മെറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അടുത്തത് നോക്കാൻ പോണേതാണ് മെറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ the lesson maternity is written by the famous Greek novelist and journalist, short story writer ലില്ലിക നാക്കോസ്. അപ്പോൾ ലില്ലിക നാക്കോസ് ആണ് എന്ത് എഴുതിയേക്കുന്നത്, നമ്മുടെ മെറ്റേണിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ദി സ്റ്റോറി comprises the three main settings: a camp of American refugees, a camp of Anatolian refugees and the Chinese family. അതായത് ഈ ഒരു സ്റ്റോറിയിൽ 3 സെറ്റിങ്സ് ആണുള്ളത്, 3 സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ഒരു സ്ഥലമാണ് എന്ത്, ദി ക്യാമ്പ് ഓഫ് അമേരിക്കൻ റെഫ്യൂജീസ്, ക്യാമ്പ് ഓഫ് അനറ്റോളിയൻ റെഫ്യൂജീസ് ആൻഡ് ചൈനീസ് ഫാമിലി. ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ദി സ്റ്റോറി ഡീൽസ് വിത്ത് ദി അൺസർട്ടനിറ്റീസ് ഒക്കേർഡ് ഇൻ ദി ലൈഫ് ഓഫ് എ 14-year-old ബോയ് മിക്കാലി ആൻഡ് ഹിസ് ന്യൂ ബോൺ ബ്രദർ ഇൻ എ റെഫ്യൂജി ക്യാമ്പ് ഇൻ അർമേനിയ. അപ്പോൾ ഇവിടെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോറിയിൽ മെയിനായിട്ട് പറയണത് 14 വയസ്സ് പ്രായമുള്ള ആരാണ്, നമ്മുടെ ഒരു ബോയ്, അവൻ്റെ പേരാണെന്ത്, മിക്കാലി. അത് മാത്രമല്ല അവൻ്റെ ഒരു ന്യൂ ബോൺ ബ്രദർ ഉണ്ട്. ആ ഒരു ന്യൂ ബോൺ ബ്രദർ അവരോടാണ് ജനിച്ചത്, റെഫ്യൂജി ക്യാമ്പ് ഇൻ അർമേനിയയിലുള്ള ഒരു റെഫ്യൂജി ക്യാമ്പിലാണ് ആര് ജനിച്ചത്, ഈ നമ്മുടെ ഈ ഒരു ന്യൂ ബോൺ ബേബി ജനിച്ചത്. സിറ്റുവേറ്റഡ് ഓൺ ദി ഔട്ട്സ്കേർട്സ് ഓഫ് ദി ടൗൺ. മിക്കാലി ദി പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി. മിക്കാലിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. Was in need of a nursing mother to feed his starving little brother as he lost his mother after she gave birth to his younger brother. അതായത് മിക്കാലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവൻ്റെ ബ്രദറിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ സംഭവിക്കണത്, അപ്പോൾ പിന്നെ അമ്മയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അവൻ്റെ അമ്മ എന്താണ്, ഇവൻ്റെ ബ്രദറിന് ആ ഒരു ഉണ്ണിക്ക് എന്താണ് ജനനം കൊടുത്തതിന് ശേഷം അമ്മ എന്താണ് മരിച്ചു പോവാണ്, പ്രസവത്തോടെ ആര് മരിച്ചു പോവാണ്, അമ്മ മരിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രദർ, ആ മിക്കാലി എന്ന് പറയണ ആ ഒരു കുട്ടിയില്ലേ, ആ 14 വയസ്സുള്ള കുട്ടി എന്നാണ് ഈ ബ്രദറിന് പാൽ കൊടുക്കാനായിട്ട് ഒരു അമ്മനെ അന്വേഷണം നടക്കുകയാണ്. ഇനി അടുത്തത് നോക്കാം. എന്താ പറയണേ, Since there is no one to help Mikali, he has sought a shelter in refugee camp. അപ്പോൾ ആരും ഇവനെ സഹായിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അവരെവിടെയാണ് നിൽക്കുന്നത്, ഒരു റെഫ്യൂജി ക്യാമ്പിലാണ് നിൽക്കുന്നത്. റെഫ്യൂജി ക്യാമ്പ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന അഭയാർത്ഥി ക്യാമ്പ് കേട്ടോ. The Turkish massacres in the native country have created thousands of refugees. അപ്പോൾ അവിടെ കുറേയധികം റെഫ്യൂജീസ് ഉണ്ട്. Majority needy people live under a carpets hung by 4 corners with sticks, and most of them in camp are forced to take some jobs of their survival. അപ്പോൾ കൂടുതൽ പേരും താമസിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 സ്റ്റിക്സിൽ എന്താണ് വല്ല ഷീറ്റ് ഇങ്ങനെ കെട്ടിയിട്ട് എന്താണ് ഒരു ടെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അവർ താമസിക്കുന്നത്. ഓക്കെ, ടെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് കുറേ പേര് താമസിക്കുന്നത്. പിന്നെന്താണ് അവിടെ കുറച്ച് പേര് ജോലി എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണം, എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണമെന്ന രീതിക്ക് എന്താണ് അവിടെ കുറച്ച് ജോലികളൊക്കെ കുറച്ച് പേര് എടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, not able to go for any work, Mikali has to eat this stale bread available in the camp, and most of the time he and his brother had no malnourishment, and lack of proper food at the shelter is the most important them highlighted in the story. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് കഴിക്കാൻ ഫുഡില്ല. ആർക്ക്, നമ്മുടെ ബ്രദറിനായാലും മിക്കാലിക്കായാലും എന്താണ് കഴിക്കാനായിട്ട് ഫുഡില്ല. അപ്പോൾ മിക്കാലി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവൻ്റെ ബ്രദറിനെ എങ്ങനെയും ഫീഡ് ചെയ്യിക്കണം എന്നാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഈ മറ്റേ സീത്താവാറായ മറ്റേ ബ്രെഡൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ബ്രെഡൊക്കെയാണ് ആര് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മിക്കാലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ എന്താണ് ഇവർ രണ്ടുപേരും, ഈ ഒരു ന്യൂ ബോൺ ബ്രദറും ഇവനും എന്താണ് ഒട്ടും ഫുഡ് കഴിക്കാണ്ട് പട്ടിണിയാണ് ചില ദിവസങ്ങളിൽ കിടക്കാറ്. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളൊന്നും ആർക്ക് കിട്ടാനില്ല, മിക്കാലിക്കും കിട്ടണില്ല, നമ്മുടെ ബ്രദറിനും കിട്ടണില്ല. ഓക്കെ, basic human need amenities are denied in the major characters of the story who are marginalized the countries but out of before him in arid wasteland covered with refuse. Describes the lack of concern of the people to the refugees. The people in the camp are unwilling to help Mikali, are irritated with the screams of baby. അപ്പോൾ എന്താണ് എവിടെയുള്ള ആ ഒരു റെഫ്യൂജി ക്യാമ്പിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ കൂട്ടാക്കണില്ല, നമ്മുടെ മിക്കാലിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂട്ടാക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേബി എപ്പോഴും വിശന്നോടെന്നാണ് കരഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ചെറിയ കുട്ടികൾ എന്താണ് വിശക്കുമ്പോൾ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വിശക്കുമ്പോൾ കരയണത് ആർക്ക് ഇഷ്ടപ്പെടില്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ബാക്കിയുള്ളവർക്ക് ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നും എന്ത് ഇഷ്ടപ്പെടണില്ല, ഈ കുട്ടി കരയണത് ഇഷ്ടപ്പെടണില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയണേ,
Even the women refused to hear Michaelis in the camp. അതായത് അമ്മമാർക്ക് എന്ത് മനസ്സിലാവും, അമ്മമാർക്ക് എന്ത് മനസ്സിലാവും, ഓ അമ്മയല്ലേ അമ്മയല്ലേ എന്ത് മനസ്സിലാവും, ഒരു കുട്ടിയുടെ വിഷമം, ഒരു പാലിട്ടാണ് നമ്മൾ വിഷമമൊക്കെ മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഇവിടുത്തെ വിമൻസൊക്കെ എന്താണ്, ഇവനെപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ആ കൊച്ചെപ്പോഴും കരയണം എന്ന് പറഞ്ഞിട്ട് ആര് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, മിഖാലിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി എന്താ പറയണേ നോക്കിയേ, വേറെ നോക്കാം. They are horrified to see the baby as it looked like pale and undernourished. അതായത് ആ ഒരു ബേബി എങ്ങനെയാണ് കാണാൻ, ബേബി ഭയങ്കര പെയിലായിട്ടിരിക്കുകയാണ്. അതായത് ഒരു കുട്ടി എന്താണ് പാല് കുടിക്കാണ്ടിരിക്കുകയാണ്, ന്യൂ ബോൺ ആയിട്ട് ഒരു കുട്ടി പാല് കുടിക്കാണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ കൊച്ചെങ്ങനെ ഇരിക്കും, ഭയങ്കരമായിട്ട് ശോഷിച്ചല്ലേ ഇരിക്കുള്ളൂ, അങ്ങനെ ശോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിനെ കാണുന്നത് തന്നെ അവിടെയുള്ള വിമൻസിന് പേടിയാണ്. ആ കൊച്ചിനെ കാണാൻ ആർക്ക് പേടിയാണുള്ള, വിമൻസിന് പേടിയാണ്. ഓക്കെ, മിഖാലി ഗോസ് ടു ദി അതർ സൈഡ് ഓഫ് ദി ക്യാമ്പ് വേർ ഹി സീസ് ദി അനറ്റോളിയൻ റെഫ്യൂജീസ് ഹു ഹാവ് ഫ്ലഡ് ഫ്രം ടർക്കിഷ് മാസക്രേഴ്സ്. അതായത് എന്താണ്, മിഖാലി വേറെ ക്യാമ്പിലോട്ട് പോകുന്നത്. എന്തിനാണ് വേറെ ക്യാമ്പിലോട്ട് പോകുന്നത്, ഏതെങ്കിലും ഒരു അമ്മ സഹായിക്കുമല്ലോ എന്ന് വെച്ചിട്ട് വേറെ ക്യാമ്പിലോട്ട് മിഖാലി പോകുന്നുണ്ട്. പക്ഷേ ദി പീപ്പിൾ ടേൺ എ ബ്ലൈൻഡ് ഐ ടു മിഖാലിസ് റിക്വസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് മിൽക്ക് ടു ദി ഇൻഫാന്റ്. അപ്പം എന്താണ്, പക്ഷേ ആ ഒരു കുട്ടിക്ക് പാൽ കൊടുക്കാനായിട്ട് ആരും റെഡി ആവണില്ല, ആ ഒരു കുട്ടിക്ക് പാൽ കൊടുക്കാനായിട്ട് ഒരു അമ്മയും എന്താവണില്ല, തയ്യാറാവണില്ല. നെക്സ്റ്റ് എന്താ പറയണേ, as a woman in the Anatolian camp saw the baby's face, she screamed in horror as the baby was swallowed. അപ്പോൾ എന്താണ്, ഒരു വിമൺ, ആ ഒരു ക്യാമ്പിലുള്ള ഒരു വുമൺ എന്താണ്, ആരെ കാണാണ്, ഈ ഒരു ബേബിനെ കാണുന്ന സമയത്ത് എന്താ സംഭവിക്കണത്, ആ വുമൺ കിടന്ന് ഒച്ചെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒച്ചെടുക്കണത്, ലൈക്ക് ഇങ്ങനത്തെ ഒരു ബേബിനെ അത് ഇവരെ കണ്ടിട്ടുണ്ടോ, ഇപ്പം ഞാൻ കാണാറുണ്ടോ, നിങ്ങൾ കാണുന്ന കുട്ടികളൊക്കെ ചെറിയ മക്കളൊക്കെ എന്താണ് നല്ല രസമായിരിക്കുള്ളൂ, കാണാൻ നല്ല ക്യൂട്ടായിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബേബി എങ്ങനെ ഇരിക്കുകയാണ്, പാലൊന്നും കുടിക്കാണ്ടായി എന്താണ്, ഭയങ്കര ശോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ്, അവർക്ക് പേടിയാവാണ്. ഓക്കെ, towards the end of the story, a Chinaman comes to rescue of Mikhali. അപ്പോൾ എന്താണ് ഈ സ്റ്റോറിയുടെ എൻഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ചൈനീസ് മാൻ എന്ത് ചെയ്യാണ്, മിഖാലിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരികയാണ്. ദി ചൈനാമാൻ യൂഷ്വലി വിസിറ്റ് ദി ക്യാമ്പ് ടു സെൽ പേപ്പർ കിക്ക് ആൻഡ് നിക്ക് ആൻഡ് ക്നാക്സ് ആൻഡ് ചാംസ്. അപ്പോൾ എന്താണ്, ഈ ഒരു ചൈനാമാൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു റെഫ്യൂജി ക്യാമ്പിൽ വന്ന് പോവാറുണ്ട്. ഓക്കെ, ഹി അഡ്രസ്സസ് ദി 14-year-old ബോയ്സ് പ്രോബ്ലംസ് വിത്ത് കെയർ ആൻഡ് കൺസിഡറേഷൻ ആസ് ഹി കുഡ് നോട്ട് ബെയർ അറ്റ് ദി സ്ട്രഗിൾ ഓഫ് ദി യങ് ബോയ്. അപ്പോൾ ഈ ഒരു നമ്മുടെ യങ് ബോയുടെ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, അയാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണത്, ദി ചൈനാമാൻ ടേക്സ് മിഖാലി ടു ഹിസ് ഹോം ആൻഡ് ഹിസ് വൈഫ് ഫീഡ്സ് ബേബി. അപ്പോൾ ഈ ചൈനാമാൻ എന്ത് ചെയ്യാണ്, ഇയാളുടെ വീട്ടിലോട്ട് ആരെ കൊണ്ടുപോവാണ്, മിഖാലിനെ കൊണ്ടുപോവാണിട്ട് എന്താണ്, അയാളുടെ ഭാര്യനെ കൊണ്ട് എന്ത് ചെയ്യൊക്കെയാണ്, ആ ഒരു കുട്ടീനെ ഫീഡ് ചെയ്യിക്കുകയാണ്. അതോടുകൂടി എന്ത് കഴിയാണ്, നമ്മുടെ സ്റ്റോറി കഴിയാണ്. പിന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ്, മിഖാലിയാണ്. അപ്പോൾ മിഖാലിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മിഖാലി ഈസ് ദി ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി മെറ്റേണിറ്റി റിട്ടൺ ബൈ ദി ലിലിഗ നാക്കോസ്, ദി ഫേമസ് ഗ്രീക്ക് നോവലിസ്റ്റ്. അപ്പോൾ മിഖാലി എന്ന് പറയുന്നത് ലിലിഗ നാക്കോസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന് മെറ്റേണിറ്റി എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് ആര്, നമ്മുടെ മിഖാലി. ഓക്കെ, ദി സ്റ്റോറി ബിഗിൻസ് വിത്ത് എ മിസ്റ്ററി ആൻഡ് സഫറിങ്സ് ഓഫ് ആൻ അമേരിക്കൻ റെഫ്യൂജീസ്. അതായത് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അമേരിക്കൻ റെഫ്യൂജീസിൻ്റെ സഫറിങ്സിലൂടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യണത്, ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, മിഖാലി എ ടീനേജ് ബോയ് ഈസ് ദി മെയിൻ ക്യാരക്ടർ. മിഖാലി വാസ് വൺ ഓഫ് ദി റെഫ്യൂജീസ് ഇൻ ദി ക്യാമ്പ് ഓഫ് മാർസിലീസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മിഖാലി എന്താണ്, ഒരു ടീനേജ് ബോയ് ആണ്, അതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. അവനാണ് എന്ത്, റെഫ്യൂജി ക്യാമ്പിൽ ഒരു അംഗമാണ് എന്ത്, നമ്മുടെ മിഖാലി എന്ന് പറയുന്നത്. ഹി ലെഫ്റ്റ് ഹിസ് ഓൺ കൺട്രി അർമേനിയ ആൻഡ് സോട്ട് ഷെൽട്ടർ ഇൻ ദി ക്യാമ്പ്. അതായത് അവനെന്താണ്, അവനത് അർമേനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ്റെ ശരിക്കുള്ള വീട്. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് ഇവൻ പോരുന്നത്. അവിടെ നിന്ന് പോന്നിട്ട് എന്താണ്, ഒരു ക്യാമ്പിൽ അഭയം തേടാണ് ആര്, നമ്മുടെ മിഖാലി. ഓക്കെ, ഓൾ എക്സെപ്റ്റ് മിഖാലി മാനേജ് ടു ഫൈൻഡ് എ ജോബ്. മിഖാലി ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ന്യൂ ബോൺ ബേബി ബ്രദർ. അതായത് അവൻ എന്താണ്, അവൻ ഒരു ജോലിക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ദർ വാസ് നോ വൺ ടു ഹൂം ഹി കുഡ് ഹാൻഡ് ഓവർ ഹിസ് ബേബി ബ്രദർ. പക്ഷേ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ എന്താണ്, അവൻ്റെ ബേബി ബ്രദറിനെ നോക്കാനായിട്ട് അവനക്ക് ആരുമില്ല. ഓക്കെ, പിന്നെന്താ പറയണത്, വൈ ഹി വെന്റ് ടു വർക്ക്, അത് പറഞ്ഞല്ലേ, മിഖാലി ലോസ്റ്റ് ഹിസ് മദർ വെൻ ദി ബേബി വാസ് ബോൺ. അതായത് മിഖാലിക്ക് എന്താണ്, അവൻ്റെ അനിയൻ ജനിച്ചതിന് ശേഷം ആര് മരിക്കുകയാണ്, അവൻ്റെ അമ്മ മരിക്കുകയാണ്. അപ്പോൾ അനിയൻ്റെ ജനനത്തിന് ശേഷം ആരാണ് മരിക്കുന്നത്, അമ്മ മരിച്ചു പോവാണ്. ഓക്കെ, അമ്മ മരിച്ചു പോവാണ്. ഇനി നെക്സ്റ്റ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ,
Mikhali lost his നമ്മൾ പറഞ്ഞല്ലേ he ate the bread that his neighbors offered him when the baby cries for milk Mikhali couldn't find any help. അതായത് അവൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അവനക്ക് സ്വന്തമായിട്ട് എന്താണ് ഏൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്ബേഴ്സ് കൊടുക്കുന്ന ബ്രെഡൊക്കെയാണ് ആര് കഴിക്കുന്നത്, മിഖാലി കഴിക്കുന്നത്. പക്ഷേ അവൻ്റെ എന്താണ് അനിയൻ എന്താണ് ഫുഡിന് വേണ്ടി കരയുന്ന സമയത്ത് അവനക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റാനുള്ള, അതായത് മിൽക്കിന് വേണ്ടി പാലിന് വേണ്ടി കരയുന്ന സമയത്ത് അവനക്ക് ആ മിൽക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അടുത്തത് നോക്കി, അടുത്തത് എന്താണ് നോക്കിയേ. He sought the help of many breastfeeding mothers in the camp. അതായത് അവരെന്താണ് കുറേ അധികം ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ഈ മുലപ്പാൽ കൊടുക്കണ അമ്മമാരുണ്ടാവില്ലേ, അപ്പം അമ്മമാരുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെല്ലുന്നുണ്ട്. പക്ഷെ ആരും എന്ത് ചെയ്യണില്ല, അവനെ സഹായിക്കണില്ല. ബട്ട് വെൻ ദേ സോ ദി ബേബി ദേ വുഡ് റൺ അവേ ഇൻ ഹൊറർ. അതായത് ആരെങ്കിലും ആ ഒരു കുട്ടീനെ കാണുമ്പോൾ അവർ പേടിച്ചങ്ങോട്ട് ഓടിപ്പോവാണ്. ദി ബേബി വാസ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ സ്കെൽറ്റൺ ഡു ലാക്ക് ഓഫ് ഫുഡ്. അപ്പോൾ ആ ബേബി എന്താണ്, സ്കെൽറ്റൺ പോലെയാണ്, ഒരു എല്ലുംതോൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു എല്ല് പോലെയാണ് ആരിക്കണത്, നമ്മുടെ ബേബി ഇരിക്കണത്. കാരണം എന്താണ്, ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇരിക്കണത്. ഓക്കെ, ഇനി മിഖാലി tried a lot to get some milk for his brother but in vain. പക്ഷെ മിഖാലി എന്താണ് കുറേ അധികം എന്തിനു വേണ്ടി ട്രൈ ചെയ്യും, നമ്മുടെ ആർക്കാണ്, നമ്മുടെ ബ്രദറിന് കുറച്ച് മിൽക്ക് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവനെ കൊണ്ട് അത് സാധിക്കാനായിട്ട് പറ്റണില്ല. ലാസ്റ്റ് സാധിക്കൂട്ടാ, അത് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് സോങ് ഓഫ് ദി ഡ്രീം. അടുത്ത നമ്മുടെ ഒരു പോയം അപ്രീസിയേഷൻ, മെയിൻ ആയിട്ടുള്ള അപ്രീസിയേഷൻ ആണത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രീസിയേഷൻ ആണത് സോങ് ഓഫ് ദി ഡ്രീം. എഴുതിയേക്കുന്നത് ആരാണ്, സരോജിനി നായിഡു ആണ് സോങ് ഓഫ് ദി ഡ്രീം എഴുതിയേക്കുന്നത്. ആരാണ് എഴുതിയേക്കുന്നത്, സരോജിനി നായിഡു ആണ് സോങ് ഓഫ് ദി ഡ്രീം എഴുതിയേക്കുന്നത്. ഓക്കെ, നോക്കിയാലോ. സരോജിനി നായിഡു ഇസ് എ ഗ്രേറ്റ് ഇന്ത്യൻ പോയറ്റ്. ഷീ കോൺട്രിബ്യൂട്ടഡ് മച്ച് ഇൻ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അതായത് സരോജിനി നായിഡു എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ പോയറ്റ് ആണ്. അതായത് സരോജിനി നായിഡുവിൻ്റെ കുറേ അധികം കോൺട്രിബ്യൂഷൻസ് എന്തിലുണ്ട്, ഫ്രീഡം മൂവ്മെന്റ് ഇന്ത്യയിലെ ആ ഒരു ഫ്രീഡത്തിന്റെ ഇതിലെന്താണ് സരോജിനി നായിഡുവിന്റെ കുറേ അധികം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, in the beautiful lyric song of the dream she dreams of her motherland. അതായത് ഈ ഒരു ബ്യൂട്ടിഫുൾ ലിറിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സോങ്ങിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, മദർലാൻഡ്, ആരാണ് ഷീ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പോയറ്റ് എന്താണ്, മദർലാൻഡ്, ഒരു മദർലാൻഡിനെ പറ്റിയുള്ള ഡ്രീംസ് കാണാണ്. ഷീ വിഷസ് ടു ബ്ലോസം ദി ട്രൂത്ത്, ലവ് ആൻഡ് പീസ് ഇൻ ദി ലാൻഡ്. അതായത് ആ ഒരു ലാൻഡിൽ എന്താണ് ബ്ലോസംസ്, അതായത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ട്രൂത്ത്, ലവ്, പീസ്, ഇതൊക്കെ എന്താണ് ബ്ലോസം ചെയ്യണം, വിരിഞ്ഞ് നിൽക്കണം എന്ന് ആർക്ക് ആഗ്രഹമുണ്ട്, ഈ ഒരു മദർലാൻഡിൽ അവൾ ആഗ്രഹിക്കുകയാണെന്ത്, ട്രൂത്ത്, ലവ്, പീസ്, അതായത് സത്യം, സ്നേഹം, എന്താണ് സമാധാനം, ഇതൊക്കെ വിരിഞ്ഞ് നിൽക്കണം എന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ സരോജിനി നായിഡു ആഗ്രഹിക്കുന്നുണ്ട്. ഹിയർ ഷീ ഡിസ്ക്രൈബ്സ് ദി ഡ്രീം അബൌട്ട് മാജിക്കൽ വുഡ്. അപ്പോൾ ഇതിലൊരു കാര്യം കൂടിയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, മാജിക്കൽ വുഡിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെന്താണ് പറയണം, ഷീ സോ ദി സ്പിരിറ്റ്സ് ലവ്, പീസ് ആൻഡ് ട്രൂത്ത് ഇൻ ദി ഡ്രീം. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ അവൾ എന്ത് കാണുന്നുണ്ട്, ഈ സ്പിരിറ്റ്സിൽ എന്ത് കാണുന്നുണ്ട്, ലവ് കാണുന്നുണ്ട്, പീസ് കാണുന്നുണ്ട്, ട്രൂത്ത് കാണുന്നുണ്ട്. ഷീ യൂസസ് ഇമേജറീസ് ലൈക്ക് ബേർഡ്സ് ഓഫ് ട്രൂത്ത്, സ്റ്റാർസ് ഓഫ് ലവ് ആൻഡ് സ്ട്രീംസ് ഓഫ് പീസ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇമാജറീസ് ആണ് എന്ത്, ബേർഡ്സ് ഓഫ് ട്രൂത്ത്, സ്റ്റാർസ് ഓഫ് ലവ്, സ്ട്രീംസ് ഓഫ് പീസ്. ഷീ യൂസസ് ദി റൈം. There are occurrences of alliteration like stood wood. ഇതിലെന്താണ് stood wood എന്ന് പറഞ്ഞിട്ട് അലിട്രേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് glowed flowed എന്ന് പറഞ്ഞിട്ട് അലിട്രേഷൻ വരുന്നുണ്ട്. അപ്ലൈസ് സിമിലി എന്താണ് poppy like sprang എന്ന് പറഞ്ഞിട്ടൊരു സിമിലി വരുന്നുണ്ട്. മെറ്റഫർ എന്താണ് spring of love is the birds. ഇവിടെ ലൈക്ക് വരുന്നതാണ്, ഇവിടെ സിമിലി ആണത്. ഇവിടെ നേരെ കമ്പയർ ചെയ്യണോ എന്താവാണ്, മെറ്റഫർ ആവാണ്. നെക്സ്റ്റ് നോക്കിയ പേഴ്സോണിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു ദി പോയറ്റ്, ദി മാജിക്കൽ വുഡ് ഈസ് ആൻ ഐഡിയൽ ലാൻഡ്, ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഹർ മദർലാൻഡ്. ഓക്കെ, ഇത്രയാണ് എന്ത് നമ്മുടെ സോങ് ഓഫ് ദി ഡ്രീമിൻ്റെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ചെറിയ ഷോർട്ടായിട്ടുള്ള അപ്രീസിയേഷൻ ആണ് കേട്ടോ, ഭയങ്കര ഷോർട്ടാണ്, ഭയങ്കര എന്തല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതല്ല കേട്ടോ, കുറച്ച് ഷോർട്ടായിട്ടുള്ള അപ്രീസിയേഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രിപ്പോസിഷൻസ് നോക്കാം. അതായത് നോക്കിയേ, നിങ്ങൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയേ, പ്രിപ്പോസിഷൻ എങ്ങനെയാണ് പറയണതെന്ന് ഒന്ന് നോക്കിയേ, എങ്ങനെയാണ് പറയണത്. അതായത് ഒരു സാധനത്തിൻ്റെ അടിയിലിരിക്കുകയാണ് നമ്മൾ എന്തെന്ന് പറയാം, അണ്ടർ എന്ന് പറയാം. അടുത്തുള്ളതിനെ എന്തെന്ന് പറയും, നിയർ എന്ന് പറയും. ഏറ്റവും അടുത്തുള്ളതിനെ എന്ന് പറയും, അറ്റ് എന്ന് പറയും.
മുകളിലിരിക്കുന്ന സാധനത്തിന് എന്ന് പറയും ഓൺ എന്ന് പറയും, ഉള്ളിലിരിക്കുന്ന സാധനത്തിന് എന്ന് പറയും ഇൻ ഓർ ഇൻസൈഡ് എന്ന് പറയും. കുറച്ച് മുകളിലായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും ഓവർ എന്ന് പറയും. അടിയിലാണെങ്കിൽ എന്ത് പറയും, കുറച്ച് അടിയിലാണെങ്കിൽ എന്ത് പറയും ബിലോ എന്ന് പറയും. കുറച്ചും കൂടി മുകളിലാണെങ്കിൽ എന്ത് പറയും എബോ. മുകളിലാണെങ്കിൽ തന്നെ എന്ന് പറയും നമ്മൾ എബോ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുന്ന സംഭവമായിരിക്കും. പക്ഷേ ഇത് എഴുതാൻ വരുമ്പോഴാണ് കിട്ടാത്തത് അല്ലേ. ഇനി പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാലോ, പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാലോ നോക്കിയേ. സീസൺസ് വരുമ്പോൾ സീസൺസോ ഡെക്കേഡ്സോ സെഞ്ചുറീസോ ഇയേഴ്സോ മന്ത്സോ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഇൻ യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും ഇൻ യൂസ് ചെയ്യും. പിന്നെ നോക്കിയേ ഓൺ വരുമ്പോൾ എന്താണ്, ഓണിന് എന്താണ് നമ്മൾ യൂസ് ചെയ്യുക, ഡേയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഓണിന് യൂസ് ചെയ്യുക. അറ്റ് എന്തിനാണ് യൂസ് ചെയ്യുക, പ്രിസൈസ് ടൈം ഇൻ ഫെസ്റ്റിവൽസ്. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിനാണ് നമ്മൾ എന്തെന്ന് യൂസ് ചെയ്യാം, എന്ന് യൂസ് ചെയ്യാം അറ്റ് യൂസ് ചെയ്യാം. പെർട്ടിക്കുലർ ടൈമിനാണ് എന്ത് യൂസ് ചെയ്യുക അറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇന്നിവിടെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ, ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഐ നോ ജാക്ക് ഡാഷ് സിൻസും ഉണ്ട് ഫോറും ഉണ്ട്. ഇവിടെ എന്തായിരിക്കും ആൻസർ, എന്തായിരിക്കും ആൻസർ, സിൻസ് ആയിരിക്കോ ഫോർ ആയിരിക്കോ, സിൻസ് ആയിരിക്കോ ഫോർ ആയിരിക്കോ, എന്തായിരിക്കും ആൻസർ, എന്തായിരിക്കും ആൻസർ ഒന്ന് പറഞ്ഞു നോക്ക്. എന്തായിരിക്കും ആൻസർ, സിൻസ് ആയിരിക്കും ആൻസർ. ഫസ്റ്റത്തെ ആയിരിക്കും ആൻസർ. എന്തായിരിക്കും ആൻസർ, സിൻസ് ആയിരിക്കും ആൻസർ കേട്ടോ. എന്തായിരിക്കും ആൻസർ, അതായത് എനിക്ക് ജാക്കിനെ അറിയാം എന്ന് മുതലേ, അന്ന് മുതലേ എനിക്ക് ജാക്കിനെ അറിയാം അല്ലേ, പണ്ട് മുതലേ ജാക്കിനെ അറിയാം അല്ലേ. ദി സയന്റിസ്റ്റ് ലുക്ക് ഡാഷ് മൈക്രോസ്കോപ്പ് ത്രൂ ഇൻ. എന്താണ് അവിടെ വരാ, ഇന്നാണോ ത്രൂ ആണോ വരാ, അതിലൂടെ നോക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വരാ, എന്താണ് വരാ, ഇന്നാണോ ത്രൂ ആണോ വരാ, ഫസ്റ്റ് വൺ അല്ലേ വരാ, ത്രൂ അല്ലേ വരാ, ത്രൂ അല്ലേ വരാ. ഓക്കെ, എന്താണ് വരാ, ത്രൂ ആണ് വരാ. ഇനി ദി കാറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ്, ദി കാറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ്, ദി കാറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ് എവിടെയാണ്, ഡാഷ് ദ ഫ്ലോർ. എന്താണ് വരാ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ വരാ, ഓൺ ദ ഫ്ലോർ അല്ലേ വരാ. അപ്പോൾ ഇവിടെ എന്താണ് വരാ, ഓൺ ദ ഫ്ലോർ. ഓക്കെ, ഇനി ഹി ലീവ്സ് ഡാഷ് ഇൻ, ഇൻ ഇവിടെ ഓൺ അല്ല കേട്ടോ, അറ്റാണ്, അറ്റാണ്. അപ്പൊ ഹി ലീവ്സ് ഇൻ എന്ത് വരും, ഹി ലീവ്സ് അറ്റ. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യണം, ഇന്ന് യൂസ് ചെയ്യണം അറ്റ് യൂസ് ചെയ്യണം, ഇന്ന് യൂസ് ചെയ്യണം അറ്റ് യൂസ് ചെയ്യണം. അപ്പൊ അറ്റ എവിടെയാണ് വരാ, ഹി ലീവ്സ്, അറ്റ എവിടെ വരും, അറ്റ എവിടെ വരും, അറ്റ് ഡൽഹി, അറ്റ് ഡൽഹി ഇൻ ഇന്ത്യ. മനസ്സിലായില്ലേ, അറ്റ് ഡൽഹി ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി വേറെ നോക്കാം, വേറെ എന്താണ്, മനു വാസ് ഇവിടെ എന്താണ് വരാ, ഇന്നാണോ ഓണാണോ വരാ, മനു വാസ് ബോൺ സെക്കൻഡ് അല്ലേ, ഓണല്ലേ വരാ, ഓണല്ലേ വരാ, എന്താണ് ഓൺ, ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് അത് എഴുതാ. ഇനി മൈ ബർത്ത്ഡേ ഈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തായിരിക്കും വരാ, ഡേറ്റ് ആണ്. ഡേറ്റിന് മുന്നേ എന്തായിരിക്കും, ഡേറ്റ് അല്ലെ ഡേ വരുമ്പോൾ എന്തായിരിക്കും, എന്തായിരിക്കും, എന്തായിരിക്കും വരാ, ഇന്നല്ലേ വരാ, എന്തായിരിക്കും വരാ, ഇന്നാണ് വരാ. ഓക്കെ, അപ്പൊ പ്രിപ്പോസിഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. പ്രിപ്പോസിഷൻസ് എങ്ങനെയാണെന്ന് നോക്കി വെക്കാം കേട്ടോ. അതായത് സീസൺസോ ഡെക്കേഡ്സോ സെഞ്ചുറീസോ ഇയേഴ്സോ മന്ത്സോ വീക്സോ വരുമ്പോൾ എന്ത് വരും, ഇന്ന് വരും. ഡേയ്സോ ഡേറ്റ് വരുമ്പോൾ എന്ത് വരും, ഓൺ വരും. അയ്യോ 1 മിനിറ്റ്, ഇവിടെ ഒരു കാര്യം തെറ്റിപ്പോയെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ എന്താണ് വരാ, ഓൺ അല്ലേ വരാ, ഡേറ്റ് അല്ലേ വരണത്, അതൊന്നും മാറിപ്പോയി. ഓക്കെ, പിന്നെന്താണ്, ടൈം. ഒരു പ്രിസൈസ് ടൈം ആണെങ്കിൽ അവിടെ എന്ത് വരും, അറ്റ് വരും. പ്രിസൈസ് ടൈം ആണെങ്കിൽ എന്ത് വരും, അറ്റ് വരും. മനസ്സിലായോ, മനസ്സിലായില്ലേ. ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, നമുക്കപ്പോൾ ഏകദേശം 10:30 ആവാറായല്ലേ, അപ്പോൾ നമുക്ക് ഇതോടുകൂടി നിർത്താം. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നോക്കാൻ പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. രാവിലെ ആയാലും മെസ്സേജ് അയച്ചാൽ മതി. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നോക്കാൻ പോണത്. എന്താണ് ചിരിക്കണത് അഭിനവേ, ആര്യയും ആർച്ചയെന്നാണ് ചിരിക്കണ. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നോക്കാൻ പോണത്. റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കിയാലോ, നോക്കാം. നോക്കിയേ, വിൽ യു ക്ലോസ് ദ വിൻഡോ, വിൽ യു ക്ലോസ് ദ വിൻഡോ. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും, എയുടെ ആൻസർ നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ കൊടുക്കുക, സ്യു ആസ്ക്ഡ് ജോൺ സി
ജോൺ സി എന്ന് പറയുമ്പോൾ ബില്ലാണ് അവിടെ, ബില്ലാണ് അവിടെ. അപ്പോൾ ബില്ല് മാറുമ്പോൾ എന്താവും? ബില്ല് മാറുമ്പോൾ എന്താവും? ബില്ല് വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? ടീച്ചറുടെ ഡൗട്ട് ചോദിച്ചോളൂ. മിസ് 8th ക്ലാസ്സിനുണ്ടോ? ഇല്ല 8th-നില്ല കേട്ടോ. എന്താണ് വരാ? ബില്ല് വരുമ്പോൾ എന്തായിരിക്കും വരാ? ബില്ല് വരുമ്പോൾ എന്തായിരിക്കും വരാ? ബില്ല് വരുമ്പോൾ എന്തായിരിക്കും വരാ? ബില്ല് വരുമ്പോൾ എന്തായിരിക്കും വരാ? വെദർ ഓർ ഇഫ് ആണ് വരാ. വെദർ ഓർ ഇഫ് ആണ് വരാ. വെദർ ഓർ ഇഫ് ആണ് വരാ. ഇവിടെ എന്താണ് വരാ? വെദർ ആണ് വരാ. വെദർ എന്താണ്? വെദർ എന്താണ്? ഇവിടെ യു എന്നുള്ളത് എന്താണ്? യു വെദർ. ഈ യു എന്നുള്ളത് ഇവിടെ ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ അവിടെ എന്താവും? ഷീ ആവും. വെദർ ഷീ എന്നുള്ളത് എന്താവും? ഷീ വിൽ യു ക്ലോസ് ദ വിൻഡോ. അപ്പോൾ ഇവിടെ നോക്കിയേ, വിൽ യു ക്ലോസ് ദ വിൻഡോ എന്നാണ്. അപ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു സംഭവം എന്തായിട്ട് ചോദിക്കണം നമുക്ക്? എന്തായിട്ട് ചോദിക്കണം? എന്തായിട്ട് ചോദിക്കണം? വില്ലെന്നുള്ളത് എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ അതെ ഷാദിൻ പറഞ്ഞു വിൽ വെദർ, ശരിയാണ്. വില്ലെന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ എന്താവും? വില്ലെന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ എന്താവും? വുഡാണോ കുഡാണോ ആവാ? വുഡാണോ കുഡാണോ ആവാ? അതറിയോ നിങ്ങൾക്ക്? വില്ലെന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ വുഡാണോ കുഡാണോ ആവാ? വുഡല്ല കുഡാണ് ആവാ. ഓക്കെ, വുഡല്ല കുഡാണ് ആവാ. അപ്പോൾ നോക്കിയേ, വെദർ ഷീ കുഡ് ക്ലോസ് ദ വിൻഡോ. മനസ്സിലായോ? മനസ്സിലായോ? ഇനി നോക്കിയേ, നോ ഐ വാണ്ട് ടു സീ ദി ഐവി പ്ലാന്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ബി എന്ത് ചെയ്യണം? ജോൺ സി replied that എന്താവും? 1 minute ഒരു കാര്യം കൂടി ഉണ്ട്. ജോൺ സി ഇവിടെ നോ വരുമ്പോൾ എപ്പോഴും ഒരു കാര്യം ചെയ്യണം. നോ വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യണം. നോ വരുമ്പോൾ എപ്പോഴും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ നേരെ എന്ത് ചെയ്യണം? നോ നെവർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യണം? നെഗറ്റീവ്ലിന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിൽ കൊടുക്കണം. നെഗറ്റീവ്ലിന്ന് കൊടുക്കണം. മനസ്സിലായോ? അത് ഓർത്ത് വെച്ചോട്ടോ. നോ വരുമ്പോൾ എന്ത് ചെയ്യണം? നെഗറ്റീവ്ലിന്ന് കൊടുക്കണം. അപ്പോൾ നോക്കിയേ, ജോൺ സി എന്താണ്? ജോൺ സി റിപ്ലൈഡ് നെഗറ്റീവ്ലി that John C replied negatively that എന്താണ്? she want വന്നാലും wants വന്നാലും ശരിയാണ് കേട്ടോ. she wants to see the window. she wants to see the window. മനസ്സിലായോ? മനസ്സിലായോ? ജോൺ സി നെഗറ്റീവ്ലി റിപ്ലൈഡ്. അതന്നെ കറക്റ്റ് ആണ്. എന്താണ്? ജോൺ സി നെഗറ്റീവ്ലി റിപ്ലൈഡ് എന്നാണ് വരാം. എന്താണ്? ജോൺ സി നെഗറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ് ഷീ വാണ്ട്സ് ടു സീ ദ വിൻഡോ. അപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത്? മനസ്സിലായില്ലേ? ക്രേസി ഗേൾസ് പറഞ്ഞത് ശരിയാണ്. ഓക്കെ എന്താണ്? ഷീ നെഗറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ് എന്താണ്? ഷീ വാണ്ട്സ് ടു സീ ദ വിൻഡോ. ഇതാണ് എന്ത്? റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് വരാം. അപ്പോൾ എന്താണ്? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? നേരെ അതിനെ എന്താക്കണം? റിപ്പോർട്ടാക്കാൻ മറക്കരുത്. ഓക്കെ, ഓരോ സംഭവത്തിനെയും അതായത് വെർബിനൊക്കെ നിങ്ങൾ എന്താക്കണം? പാസ്റ്റ് ടെൻസിലോട്ട് ആക്കണം. വെർബിനൊക്കെ എന്തിലോട്ടാക്കണം? പാസ്റ്റ് ടെൻസിലോട്ടാക്കണം. മറക്കരുത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചേ. ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചേ. ഏതെങ്കിലും ചാപ്റ്ററിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചേടാ. ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്? ഈ എന്നാണത്? മാറ്റോ പ്ലീസ്. അയ്യോ സോറി കേട്ടാ, ഹീ ആണല്ലേ? ഷീ ആണ്. സോറി. അഭിനന്ദ് TP, താങ്ക് യു. ഞാൻ പെട്ടെന്ന് ഒരു എഴുതിയപ്പോൾ ഹീ എന്നാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നൗൺ ഫ്രേസ് വരും. നൗൺ ഫ്രേസ് നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാക്ക് അടിച്ച് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നൗൺ ഫ്രേസ് കാണാൻ പറ്റും കേട്ടോ. നൗൺ ഫ്രേസ് കാണാൻ പറ്റും. സുഭദ്ര ജി നമ്പൂതിരി, ഹായ്. ഓക്കെ, നൗൺ ഫ്രേസ് വരാൻ ചാൻസ് ഉണ്ട്. നൗൺ ഫ്രേസ് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നൗൺ ഫ്രേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നൗൺ ഫ്രേസ് എന്ത് ചെയ്യുക, നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നൗൺ ഫ്രേസ് അതിൽ നോക്കിയിട്ട് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി നൗൺ ഫ്രേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നോട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് അതിൽ നോക്കാം. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച്, പക്ഷേ അത് കുറച്ച് റഷായിരുന്നു, കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ സ്പീച്ചിന് നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാക്ക് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്പീച്ച് കാണാൻ പറ്റും. സ്പീച്ച്, ലെറ്റർ, ഡയറിനൊക്കെ ഫോർമാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ്, റിപ്പോർട്ട് സ്പീച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം പഠിച്ചിട്ട് എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം നിങ്ങൾ നേരെ കിടന്ന് ഉറങ്ങിക്കോ, നാളെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് പഠിക്കാം. കേട്ടല്ല? ലിയോണ, ഹബീബ്, അഭിനവ, അർച്ച, കേട്ടല്ല? നല്ലോണം പഠിച്ചിട്ട് എക്സാമിന് പോവാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ലൈവിൽ കാണാം. ബൈ.